കൂടാതെ പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് ലിറ്ററിന് 2 രൂപ നിരക്കിൽ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുന്നു. ഇതിലൂടെ അധികമായി 750 കോടി രൂപ സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ടിലേക്ക് പ്രതീക്ഷിക്കുന്നു. സർ, 500 രൂപ മുതൽ 999 രൂപ വരെ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു ബോട്ടിലിന് 20 രൂപ നിരക്കിലും 1000 രൂപ മുതൽ മുകളിലോട്ട് വില വരുന്ന മദ്യത്തിന് ബോട്ടിലിന് 40 രൂപ നിരക്കിലും ഒരു സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുന്നു. 400 കോടി രൂപ ഇതിലൂടെ അധികമായി പ്രതീക്ഷിക്കുന്നു. പുതുതായി വാങ്ങുന്ന 2 ലക്ഷം വരെയുള്ള മോട്ടോർ സൈക്കിളുകളുടെ ഒറ്റത്തവണ നികുതിയിൽ 2% വർധനവ് വരുത്തുന്നു. ഇതുവഴി 92 കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന ശരാശരി മലയാളിക്ക് ഇരുട്ടടിയായി സംസ്ഥാന ബജറ്റ്. ജനങ്ങളെ വിലക്കയറ്റത്തിലേക്ക് തള്ളിവിട്ടും ജനജീവിതം ബുദ്ധിമുട്ടിലാക്കുന്ന നികുതി നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് ധനമന്ത്രി K N ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത്. പെട്രോളിനും ഡീസലിനും 2 രൂപ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തി. കെട്ടിട നികുതി കൂട്ടി. ഫ്ളാറ്റുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കുമുള്ള മുദ്രപത്ര വില 2% വർദ്ധിപ്പിച്ചു. ഭൂമിയുടെ ന്യായവില 20% കൂട്ടി. വാഹന രജിസ്ട്രേഷൻ സെസ് ഇരട്ടിയാക്കി. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ നികുതിയാണ് വർദ്ധിപ്പിച്ചത്. അതേസമയം വിലക്കയറ്റ ഭീഷണി നേരിടാൻ 2000 കോടി രൂപ വകയിരുത്തിയിട്ടുമുണ്ട്. 20 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നികുതി പരിഷ്കരണമാണ് നടത്തിയിരിക്കുന്നത്. നികുതികളെല്ലാം കൂട്ടി വരുമാനം കണ്ടെത്താനുള്ള സർക്കാർ തീരുമാനം സാധാരണക്കാരന് താങ്ങാനാകുമോ? പ്രതിസന്ധി കാലത്ത് സർക്കാർ വയറ്റത്തടിച്ചോ എന്നാണ് പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ VP സജീന്ദ്രൻ, സാമ്പത്തിക വിദഗ്ധൻ ശ്രീ ശാർംഗധരൻ, റെജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ, പ്രഫുൽ കൃഷ്ണ BJP നേതാവ് എന്നിവരാണ്. ആദ്യം ശ്രീ ശാർംഗധരൻ, തീർച്ചയായും അസാധാരണമായൊരു കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോഴാണ് ധനമന്ത്രി K N ബാലഗോപാൽ ബജറ്റ് അവതരണത്തിന് തയ്യാറെടുക്കുന്നത് എന്നത് നമുക്കെല്ലാം വ്യക്തമായിരുന്നു. നികുതി സമാഹരണം, വിഭവ സമാഹരണം, അതിനുള്ള എല്ലാ വഴികളും സംസ്ഥാന സർക്കാർ തേടും എന്നതും ഏതാണ്ട് ഉറപ്പായിരുന്നു. പക്ഷേ സാർ, സംശയം ഇതാണ്, ഇത്രമേൽ ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ട് വേണമായിരുന്നോ ഈ പരിഷ്കരണത്തിലേക്ക് പോകാൻ? ഈ പരിഷ്കരണത്തെക്കുറിച്ച് നമ്മൾ നന്നായി ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. ഒന്ന്, പൊതുക്കടം വളരെ കൂടിയതുകൊണ്ട് കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി കമ്പനിയുടേതും ഒക്കെ കൂട്ടി വന്നപ്പോഴേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഇതൊരു നടപടിയാണെങ്കിലും അത് നമുക്ക് അതിനെപ്പറ്റി പറയാനുണ്ട്, പിന്നെ പറയാം. അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് നികുതി വരുമാനത്തിൽ നിന്നും നികുതിയിതര വരുമാനത്തിൽ നിന്നും റവന്യൂ ഇൻകം കൂട്ടിയെങ്കിലേ പറ്റും. നികുതിയെ സംബന്ധിച്ചിടത്തോളം GST എന്നാണ് പ്രധാനപ്പെട്ട വരവ്. അത് കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ളതാണ്, അല്ലെ GST കൗൺസിലും ഒക്കെ കൂടി തീരുമാനിക്കേണ്ടതാണ്. അതുകൊണ്ട് രണ്ടാമത്തെ മാർഗം നമുക്ക് ചുമത്താവുന്ന കാര്യങ്ങളിലേക്ക് വരിക. ഇതിൽ എനിക്ക് തോന്നുന്നത് ഇന്ന് ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനത്ത് മാത്രമാണ് പ്ലാനിംഗ് ബോർഡ് ഉള്ളത്. വളരെ അത്യാവശ്യമാണ്, കാരണം പ്ലാനിംഗ് ഇല്ലാതെ കാര്യങ്ങൾ വിജയിക്കില്ല. ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഒന്നിൽ പ്ലാനിംഗ് ബോർഡ്, അതല്ലെങ്കിൽ സർക്കാർ തലത്തിൽ, ഇതൊന്നുമില്ലെങ്കിൽ ധനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, ഇവരിൽ ആരെങ്കിലും വളരെ സമയമെടുത്ത് ഒരു പഠനം നടത്തണമായിരുന്നു. നികുതിയിതര വരുമാനങ്ങൾ ഏതൊക്കെ രീതിയിൽ ഉയർത്താം. ഇതൊക്കെ സാധാരണ പറഞ്ഞു കേൾക്കുന്നതാണ്. നമുക്ക് ന്യായവില, പിന്നെ ഭൂമിയുടെ കൂട്ടാം, രജിസ്ട്രേഷൻ ഫീ കൂട്ടാം, അങ്ങനെ ഇങ്ങനെയുള്ളത് എല്ലാവരും പറയുന്നതാണ്. ഒരു ശാസ്ത്രീയമായ അടിസ്ഥാനമില്ല. ഞാൻ പറഞ്ഞാൽ ഇന്നിവിടെ ശ്രദ്ധിക്കേണ്ട പല മേഖലകളുമുണ്ട്. കാർഷിക മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖല, MSME എന്ന് പറയുന്ന സൂക്ഷ്മ ചെറുകിട ഇടത്തര മേഖല, ഇങ്ങനെ തുടങ്ങി IT മേഖല ഉൾപ്പെടെയുള്ളത് ശ്രദ്ധിക്കണം. ആ കാര്യങ്ങളിലൊക്കെ ബഡ്ജറ്റിൽ പല നിർദ്ദേശങ്ങളും കാണുന്നു. കഴിഞ്ഞ തവണ തന്നെ സയൻസ് പാർക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു. സയൻസ് പാർക്കൊക്കെ നോളജ് എക്കോണമിയിൽ, വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയിൽ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനൊക്കെ ബഡ്ജറ്റ് പ്രൊവിഷൻ വെച്ചിട്ട് ഇതെല്ലാം ഒന്നും ചെയ്യാതെ പോകുന്നു. ഈ വർഷം തുടങ്ങും അല്ലെങ്കിൽ പറഞ്ഞ് വീണ്ടും വരികയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണമായിരുന്നു നമുക്ക് വലിയ പ്രതിസന്ധിയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സർക്കാർ വിചാരിച്ച എല്ലാം കേന്ദ്രത്തിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. കേന്ദ്രത്തിൻ്റെ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, ഈ ധനമന്ത്രി തന്നെ ഇടയ്ക്കിടയ്ക്ക് യൂണിവേഴ്സിറ്റികൾ ഓർപ്പിക്കാറുണ്ട്,
യൂണിവേഴ്സിറ്റി തനത് ഫണ്ട് കണ്ടെത്തണം. അവിടെ തന്നെ സിൻഡിക്കേറ്റ് മെമ്പർ ആയിരിക്കുമ്പം അദ്ദേഹം ധനകാര്യ കമ്മിറ്റിയുടെ കൺവീനറായിരുന്ന ആളാണ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് അദ്ദേഹം അതിനുവേണ്ടിയുള്ള ശ്രമം സർക്കാരിന് വേണ്ടി ചെയ്യണമായിരുന്നു. സത്യത്തിൽ പല മോഹന വാഗ്ദാനങ്ങൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ട് അവസാനം കൊണ്ടുവന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്ക് ജനം ഇളകി മറിയാണ്. സമൂഹത്തിൽ വളരെ വലിയ വിദ്വേഷവും അതുപോലെ രോഷപ്രകടനവും നടക്കുകയാണ്. ഒന്ന്, പെട്രോൾ വില കൂടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് സാധാരണക്കാരൻ്റെ ജീവിതം ദുസ്സഹമാകുന്നു എന്നുള്ളതാണ്. നമ്മളെല്ലാവരും അറിയാം, എല്ലാ കക്ഷികളും കേന്ദ്രത്തിനെതിരെ പെട്രോൾ വില കൂടുന്നതിനെ പറ്റി സമരം ചെയ്തുകൊണ്ടിരുന്നിട്ട് 2% ചുമത്തി ഉടനെ പോയി. ഒപ്പം മദ്യത്തിൻ്റെ വില കൂട്ടിയും പേഴ്സണലായി ഞാൻ അതിന് അനുകൂലമുള്ള ആളാണ്. കാരണം മദ്യത്തിൻ്റെ ആസക്തി കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അങ്ങനെ ഒരു ശ്രമം നടത്തുന്നത് വേണമെങ്കിൽ ഗവൺമെന്റ് അങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കാമായിരുന്നു. പക്ഷേ ആ ന്യായീകരണമൊന്നും അംഗീകരിക്കാവുന്ന തരത്തിലല്ല സാർ. തീർച്ചയായിട്ടും ഞാൻ അതിനോട് യോജിക്കുന്നു. അങ്ങനെ വന്നെപ്പോഴും പോയി. ബാക്കിയുള്ള കാര്യത്തിൽ ഇപ്പം ഞാൻ പറയട്ടെ, ഈ ന്യായവില ഭൂമിയുടെ അത് വരുത്തി 20% കൂട്ടി ഫ്ലാറ്റ്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? നമുക്കറിയാം, കേരളത്തിലൊരു സത്യമാണ്, എന്തൊക്കെ തരത്തിൽ ഡിമോണിറ്റൈസേഷന് ശേഷം എന്തൊക്കെ സാങ്കേതിക സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തിയെന്ന് പറഞ്ഞാലും ഇവിടെ ഭൂമി ഇടപാടിൽ വളരെ കൂടുതൽ പണം വെട്ടിക്കുന്നുണ്ട്. സമൂഹത്തിന് തന്നെ ആ കാര്യത്തിൽ ഒരു നിഷ്ക്രിയത്വം കാണാനും ആവുന്നു. കാര്യം സർക്കാരിന് കിട്ടേണ്ട പണം കിട്ടാതെ പോകുന്നതാണ്. പണ്ട് ബൈബിളിക്കൽ റെഫറൻസ് ഉണ്ടല്ലോ, ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും. അത് ടാക്സിനെ ഉദ്ദേശിച്ച് പറയുന്ന കാര്യമാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഭൂമി ഇടപാടുകൾ നടക്കുമ്പോഴത്തേക്ക് ഭൂമി വാങ്ങുന്ന ആള് ന്യായമായ ആൾക്ക് കിട്ടിയ വിലയനുസരിച്ച് അല്ലെങ്കിൽ കൊടുക്കുന്ന വിലയനുസരിച്ച് രജിസ്ട്രേഷൻ ഫീ അടയ്ക്കണമെന്നുള്ളത്, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള ഫീസ് അടയ്ക്കണമെന്നുള്ളത് ഒരാവശ്യമല്ലേ? അന്നേരം അതിനുവേണ്ടി ഒരു വലിയ ഒരു ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ അനുഭവസ്ഥനാണ്. അങ്ങനെ വന്ന സ്ഥലത്ത് അമ്മാതിരി കാര്യങ്ങളെല്ലാം വളരെ ശാസ്ത്രീയമായ ഒരു സമീപനം എടുത്തിരുന്നെങ്കിൽ ന്യായവിലയും അതുപോലെ തന്നെ ഈ യഥാർത്ഥ വിലയും റിയൽ വാല്യൂ ഇത് തമ്മിലുള്ള അന്തരം കുറച്ചു കൊണ്ടുവരാനല്ല, ഇല്ലാതാക്കണമെന്നായിരുന്നു എൻ്റെ അഭിപ്രായം. അതിന് പക്ഷേ നല്ല തയ്യാറെടുപ്പും നല്ല മുന്നൊരുക്കം വേണ്ടി വരുന്നു. ആ മുന്നൊരുക്കം ഉണ്ടാകാതെ അവസാന സമയത്ത് തട്ടിക്കൂട്ടുകൾ നടത്തി ചിലരൊക്കെ പറഞ്ഞ കാര്യങ്ങളിൽ സ്വാഭാവികമായും സർക്കാരിന് വരുമാനം വേണം. അതിനുള്ള ഒരു അവസരം കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതെല്ലാവർക്കും ബോധ്യമുള്ളതാണ്. കുറച്ചു നാളുകളായി, അതായത് പ്രളയകാലം ഉണ്ടാകുന്നു, അതിനുശേഷവും പ്രളയത്തിന് സമാനമായ തരത്തിൽ വീണ്ടും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു, പിന്നീട് കോവിഡ് എന്ന മഹാമാരി, ഇതൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. അതിലൊന്നും ആർക്കും വിയോജിപ്പുണ്ടാകില്ല. പക്ഷേ അതിൽ നിന്ന് കരകയറുവാൻ ജനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ തന്നെ ഏറ്റവും അധികം പ്രതിഷേധമുയർത്തുന്ന ഒന്നായിരുന്നു പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്നു, അന്താരാഷ്ട്ര വിപണിക്ക് അനുസൃതമായല്ല വില വർദ്ധിപ്പിക്കുന്നത് എന്നത് അടക്കമുള്ള പ്രതിഷേധങ്ങൾ. ഇവിടെ സംസ്ഥാന ബജറ്റിലേക്ക് വരുമ്പോഴും അതേ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അടക്കം നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരായ, അതായത് മധ്യവർത്തിയെയോ അല്ലെങ്കിൽ ഈ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരെയോ മാത്രം ബാധിക്കുന്നതല്ല, പാവപ്പെട്ടവരെ പോലും നേരിട്ട് ബാധിക്കുന്ന തരത്തിലേക്ക് നികുതി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു ഇടത് നയം അല്ലെങ്കിൽ ഇടത് സർക്കാരിന് ചേരുന്ന ഒന്നാണോ? എനിക്ക് ആദ്യം പറയാനുള്ളത്, കേരളം എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യമല്ല. ഫെഡറൽ സിസ്റ്റം നിലകൊള്ളുന്ന ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനമാണ്. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഒരു ആനുകൂല്യങ്ങളും കേരളത്തിന് വേണ്ട എന്ന നിലപാടിനോട് ഏത് തരത്തിലാണ് യോജിക്കാൻ പറ്റുക? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളം സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. നമ്മളാരും അത് ആവശ്യപ്പെടുന്നുണ്ടോ? അല്ല, അതാരാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്? അങ്ങനെ അല്ല, ഞാനത് പറയുന്നതിന് കാരണമുണ്ട്. വെറുതെ അങ്ങനെ പറയല്ലോ. അപ്പൊ കേന്ദ്രത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റില് കേരളത്തിന് എന്ത് ആനുകൂല്യം നൽകിയത്? നിങ്ങളൊന്ന് പറഞ്ഞേ. കേരളത്തിലെ ഒരു ശത്രു രാജ്യത്തോട് കാണിക്കുന്ന എന്താ പറയാ, ഒരു മര്യാദ പോലും കേരളത്തോട് കാണിച്ചില്ല. ഇന്നലെ ഇന്നുമായിട്ട് സംഭവിച്ചത് എന്താണ്? ഇപ്പൊ GSTയുടെ കോമ്പൻസേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കോടതി പോകേണ്ട ഗതികേടാ. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ വികസനത്തിന് ഈ കേന്ദ്ര സർക്കാർ നൽകുന്ന പാര അവിശ്വസനീയമായിട്ടുള്ള ദ്രോഹമാണ്. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. വരുമാനമുള്ളതിനേക്കാൾ കൂടുതൽ ചെലവുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ആരോപിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇന്ധനവില വർദ്ധിപ്പിച്ചതാണ്. ഞാൻ ചോദിക്കട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ തീവെട്ടിക്കുള്ള കഴിഞ്ഞ 8.5 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരുണ്ട്. -0 വരെ ഒരു സമയം കോവിഡ് കാലത്ത് ഈ ഇന്ധനവില താന്നിട്ടും ₹1 ആനുകൂല്യം പോലും ഈ രാജ്യത്തിന് നൽകിയില്ല. 33% ടാക്സ് ആണ്. കേന്ദ്രം അങ്ങനെ ചെയ്താൽ കേരളത്തിനും ഇത് ചെയ്യാം എന്നുള്ളതാണോ ഈ ഒരു ന്യായം? അല്ല, ഞാൻ ആ അന്യായമായ ചോദ്യമാണ് നമ്മുടെ മറുചോദ്യം. അതായത്
50-52 രൂപയ്ക്ക് ഇന്ന് നിലവിൽ കൊടുക്കാവുന്ന ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ 95-104 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ആ കൊള്ളയ്ക്ക് യാതൊരു രീതിയിലുള്ള എന്താ പറയാ ഒരു പ്രതിഷേധവും അർപ്പിക്കാതെ കണ്ട് വിഭവ സമാഹരണത്തിന് വേണ്ടി അടിയന്തരമായിട്ട് ലഭിക്കേണ്ട പണം അത് തന്നെ അത് ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണമാണ് ഈ 2 രൂപ വെച്ച് കൂട്ടിയിരിക്കുന്നതിനെ കേരളത്തിലെ പൊതുസമൂഹം നിഷേധിക്കും അല്ലെങ്കിൽ അതിനോട് എതിർപ്പ് പറയുന്നതൊക്കെ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ ചമയ്ക്കുന്ന വാർത്തകൾ മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ജനങ്ങൾക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല. ഇന്നൊരു മാധ്യമം അല്ല, ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ചമയ്ക്കുന്നതല്ല ശ്രീ റെജി ലൂക്കോസ്. ഈ ബജറ്റ് വന്നതിന് ശേഷം കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സാധാരണക്കാരായ ആളുകളുടെ പ്രതികരണങ്ങൾ എത്രയോ ന്യൂസ് 18 അടക്കം മറ്റ് ചാനലുകൾ അടക്കം സംപ്രേഷണം ചെയ്തു കഴിഞ്ഞു. അവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. ഞാൻ ആവർത്തിച്ചല്ലോ, അതായത് വിഭവ സമാഹരണം വേണം, നികുതി സമാഹരണം വേണം. മാത്രമല്ല താങ്കൾ തന്നെ സൂചിപ്പിച്ചു, അതായത് വരവിനേക്കാൾ ഏറെ ചെലവുള്ള ഒരു സംസ്ഥാനമാണ് എന്ന്. ഈ കേന്ദ്രം വിചാരിച്ചാൽ നടക്കാത്ത കുറെ കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യാം. ഈ ധൂർത്ത് ഒഴിവാക്കാം, മിനിമം അതെങ്കിലും ചെയ്തിട്ട് മറ്റുള്ളവരോട് മുണ്ടുമുറുക്കി ഉടുക്കൂ എന്നല്ലേ സർക്കാർ പറയേണ്ടത്? അഭിലാഷ് ഏറ്റവും കൂടുതൽ എന്നെ സംസാരിക്കാനിരിക്കെ അതാണ് അതിനകത്ത് കാര്യം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ കാര്യം. നിങ്ങളത് മനസ്സിലാക്കേണ്ട കാര്യം, 3300 രൂപ കടമെടുക്കാനുള്ള അവകാശമുള്ള കേരളത്തില് ഇന്നലെ കേന്ദ്ര സർക്കാരിന്റെ നോട്ടീസ് വന്നിരിക്കുന്നത് 920 കോടി രൂപ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കിഫ്ബി എന്ന് പറയുന്ന ഒരു മാജിക്കൽ സാമ്പത്തിക സ്രോതസ്സിനെ തോമസ് ഐസക് സാറിന്റെ ഒരു വലിയ എന്താ പറയുക സ്വപ്ന പദ്ധതി, കേരളത്തിൽ 70,000 കോടി രൂപയുടെ പദ്ധതികൾ, അതിന് 26 കോടി രൂപ നൽകി കഴിഞ്ഞു. 64,000 കോടി രൂപയുടെ മറ്റു പദ്ധതികൾ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആ കിഫ്ബിയെ കേരളത്തിലെ പൊതുകടവുമായിട്ട് ബന്ധിപ്പിച്ചെന്ന് പറഞ്ഞാൽ കേരളത്തിനോട് ചെയ്യുന്ന ഇത്രയ്ക്കും വലിയ ദ്രോഹം വേറെ ഉണ്ടോ? ഷാർഗൻ സാർ അതിനെക്കുറിച്ച് മറുപടി പറയും, കാരണം അദ്ദേഹം സാമ്പത്തിക വിദഗ്ധനാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നലെ ഈ കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റ് ഉണ്ടായതാണ്. അപ്പൊ കേരളത്തിനെ മുച്ചൂട് തകർക്കാൻ, കേരളം സ്വയം ആർജിക്കുന്ന നേട്ടങ്ങളെ പോലും തകർത്ത് കളയാനായിട്ട് ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഉണ്ടാകുന്ന ആഘാതം എത്ര വലുതാ. എന്നാൽ പോലും കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചാ സൂചിക 12.1, കേന്ദ്ര സർക്കാരിന്റെ അത് 7.9 തന്നെയാണ്. നിങ്ങൾ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പ്രതിപക്ഷം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേരളത്തിന്റെ ഭീമമായ കടബാധ്യതയാണ്, കേരളം മുടിഞ്ഞുകൊണ്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ പൊതുസമൂഹത്തിനെ അധിക്ഷേപിക്കുക, ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിന്റെ പൊതുകടം ഈ ഏറ്റവും ലേറ്റസ്റ്റ് കേന്ദ്ര സർക്കാരിന്റെ റിവ്യൂവിൽ വന്നിരിക്കുന്നത് കേരളത്തിന്റെ പൊതുകടം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ശരാശരി നോക്കുമ്പോൾ 2.8% മാത്രമേ ഉള്ളൂ. തമിഴ്നാട്ടിൽ അതിൽ 11, യു പിയിൽ 33%. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അന്തർദേശീയ നിലവാരത്തിലുള്ള ഏത് വികസിത രാജ്യത്തിനോട് കടപിടിക്കുന്ന രീതിയിലുള്ള വികസനങ്ങളും ജീവിത സാഹചര്യങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഏതാണ്ട് തന്നെ അതിന്റെ അടുത്തെത്തി. അതല്ല ഈ 6.5 വർഷക്കാലം കൊണ്ട് ഈ ഇടതുപക്ഷ രാജ്യത്തിനുള്ള സർക്കാർ നേടിയെടുത്ത നേട്ടങ്ങളാണ്. കോവിഡ് പോലുള്ള മഹാമാരികള്, പ്രളയം, നിപ, ഇത് കേട്ടു. ഇത്തരത്തിൽ കേരളത്തിൽ തിരിച്ചടികളുടെ ഒരു പരമ്പര വന്നിട്ടും ഒരു മനുഷ്യനെ പോലും പട്ടിണി ഇടാണ്ട് സംരക്ഷിച്ച് അവന്റെ ജീവിത സൗകര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണ്ണും എന്താ പറയാ ശ്രദ്ധയോടുകൂടി കാട്ടിയ ഒരു സർക്കാരിനെ വിഭവം അല്ലെങ്കിൽ കേരളത്തിന്റെ വികസന പ്രവർത്തനം ആവശ്യമായി ചെറിയ രീതിയിലുള്ള ടാക്സ് കൂട്ടിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് വിമർശിക്കുന്നത്? ഇതൊക്കെ ചെറിയ നിലയിലുള്ളതാകുന്നത് ഞാൻ ചോദിച്ചല്ലോ. ഇത് താങ്കൾ ഈ പറയുന്നത് പോലെ സമ്പന്ന വിഭാഗങ്ങളെ ബാധിക്കുന്നതെങ്കിൽ അങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാം. ഇതിപ്പോൾ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലേക്കാണ് ഈ നികുതി. ഇപ്പോൾ ഈ വാഹനങ്ങളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുത്ത് അതും സാമൂഹ്യ സുരക്ഷാ സെസ്സാണ് ഏർപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോൾ 2 ലക്ഷം രൂപ വില വരെയുള്ള 2 വീലറുകൾക്ക് അല്ലെങ്കിൽ 5 ലക്ഷം രൂപ വരെയുള്ള കാറുകൾക്ക് ഉൾപ്പെടെയൊക്കെ നികുതി ഏർപ്പെടുത്തുകയാണ്. അപ്പോൾ സാധാരണക്കാരൻ ആയിട്ടുള്ള ജനങ്ങളുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണിത്. അവിടെ ഒരാൾ 2 വീലർ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു 4 വീലർ ഏറ്റവും കുറഞ്ഞത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന് വീണ്ടും നികുതി ഭാരമാണ് നൽകുന്നത് ഈ സർക്കാർ. പിന്നെ അഭിലാഷ് ഡൽഹിയിലേക്ക് ജീവിച്ചല്ലേ? അത്യാവശ്യം ഡൽഹിയിലേക്ക് ഞാനും കണ്ടിട്ടുള്ള പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. എനിക്കൊരു കാര്യം പറയാം, നികുതി ഇല്ലാത്തൊരു രാജ്യം ഈ ലോകത്തിൽ എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് വികസന പ്രവർത്തനം ഉണ്ടാക്കുന്നത്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെവലപ്മെന്റ്സിന് നികുതി പണം തന്നെ ഉപയോഗിക്കുന്നത്. ഈ വാഹനങ്ങൾ മേടിക്കുന്ന ആളുകളിൽ നിന്നും ഇതുപോലെ നികുതി വർദ്ധിപ്പിച്ചു നിങ്ങൾ ഇങ്ങനെ ജനങ്ങളെ പേടിപ്പിക്കാൻ പറയുമ്പോൾ പിന്നെ എവിടുന്നാണ് സർക്കാർ വരുമാനം കണ്ടെത്തേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിനൊരു മറുപടി വേണ്ട. അപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ജനങ്ങളുടെ വിഷമതകൾ കണ്ടുകൊണ്ട് നിങ്ങൾക്കറിയാം 2000 കോടി രൂപയാണ് വില നിയന്ത്രണത്തിന് വേണ്ടി സർക്കാർ മാറ്റി വെച്ചിരിക്കുന്നത്. 2000 കോടി രൂപ. റബ്ബർ കർഷകരെ കുറിച്ചുള്ള ആദ്യഘട്ടത്തിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. കേരളത്തിലെ റബ്ബർ കർഷകർ എന്ന് പറയുന്നത് ആസിയാൻ കരാറിലൂടെയും ഗാട്ട് കരാറിലൂടെയും ഇതൊക്കെ കൊണ്ടുവന്നത് അല്ലെങ്കിൽ കട്ട് ചെയ്തത് കേന്ദ്ര UPA സർക്കാരാണ് കേരളത്തിലെ റബ്ബർ കർഷകരെ നടുവൊടിച്ചത്. റബ്ബർ ബോർഡിനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന NDA സർക്കാരും BJP സർക്കാരും. എന്നിട്ടും 600 കോടി രൂപ, കഴിഞ്ഞ വർഷം 500 കോടിയായിരുന്നു, 600 കോടി രൂപ റബ്ബർ കർഷകരെ സഹായിക്കാനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു
കർഷക ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു നിര തന്നെയുണ്ട്. ഞാൻ ഇവിടെ ഓരോന്നോളം എടുത്തു പറയാം. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ഈ സർക്കാർ കാണുന്ന ജാഗ്രതയും ജനങ്ങളെ കൈപിടിച്ചുയർത്തുന്നതിനെയൊക്കെ മറന്നുകൊണ്ട് അല്പം ടാക്സ് കൂട്ടിയതിനെ കുറിച്ച് നിങ്ങൾ വിമർശിച്ച് കേരളം ദുരിതത്തിലാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേരളത്തിന് അപ്പുറത്തേക്കുള്ള സംസ്ഥാനങ്ങളെ കുറിച്ച് കൂടി കമ്പയർ ചെയ്യേണ്ടി വരും. തീർച്ചയായും ശ്രീ റെജി ലൂക്കോസ്, ഞാനൊന്ന് ഇടപെടുകയാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ ധനക്കമ്മിയില്ലാത്ത നിരവധി സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ്. ഒട്ടനവധി കാര്യങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ കടമെടുപ്പിനും ചില കണക്കുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രം. അതായത് ഒരു സംസ്ഥാനത്തിന്റെ കപ്പാസിറ്റിയെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ്. അതിൽ ഏതാണ്ട് 27% കേരളത്തിന്റെ കടമെടുപ്പ് കപ്പാസിറ്റി എങ്കിൽ ഇപ്പോൾ തന്നെ അത് 39%-ത്തിലേക്കാണ് എത്തി നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പലതിനും ഗ്യാരണ്ടിയായി വരേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. അത് ചിലപ്പോൾ തെറ്റായിരിക്കാം. ഞാൻ താങ്കളുമായി ഒരു തർക്കത്തിലേക്ക് പോകുന്നില്ല. ശ്രീ VP സജീന്ദ്രൻ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. സർക്കാരിനൊരു വരുമാന സ്രോതസ് വേണമല്ലോ. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് കിറ്റ് നൽകിയതിനെയൊക്കെ നമ്മൾ സർക്കാരിൻ്റെ നേട്ടമായി തന്നെയാണ് ഉയർത്തിക്കാണിക്കുന്നത്. അതും ജനങ്ങളുടെ നികുതിപ്പണം തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കിറ്റ് നൽകുന്നത് എന്നത് മറ്റൊരു വസ്തുത. അതെന്തുമാകട്ടെ, അങ്ങനെ ഈ കോവിഡ് കാലത്ത് അടക്കം കേരളത്തിൻ്റെ ജനതയെ സംരക്ഷിച്ച ഒരു സർക്കാർ കോവിഡ് കഴിഞ്ഞ് തിരിച്ചുവരവിന് ശ്രമിക്കുമ്പോൾ പാപ്പരായിരിക്കുന്നുവെങ്കിൽ അത് ജനങ്ങളുടെ നികുതിപ്പണം ഈടാക്കിക്കൊണ്ടല്ലേ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ചോദ്യം. അവിടെ ഒരു അത്ഭുതമോ മായാജാലമോ മാജിക്കോ ഒന്നും സർക്കാരിനും സാധിക്കില്ലല്ലോ എന്നുള്ളതാണ് ഇടത് കേന്ദ്രങ്ങളുടെ ചോദ്യം. പിരിച്ചിട്ടുണ്ട്. ആ കാര്യത്തിലൊന്നും സംശയമൊന്നുമില്ല. നികുതി പിരിക്കുകയും വേണം. പക്ഷേ എല്ലാ മേഖലയിലുള്ള ജനങ്ങളെയും ബാധിക്കുന്ന രീതിയിലാണ് ഇക്കുറി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഈ ഗവൺമെന്റ് നികുതി പിരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ ശാരംഗധരൻ സാർ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ഉള്ള പ്രതിസന്ധിക്ക് കാരണം? അതായത് ഇന്ത്യയിലെ മോശപ്പെട്ട ധനകാര്യ മാനേജ്മെന്റുള്ള 5 സംസ്ഥാനങ്ങളിലൊന്നായി കേരളം മാറിയിരിക്കുന്നു. 2022 റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ടാണ്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു? ഇവിടെ ഒരു പ്ലാനിംഗ് ഇല്ലാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കേരളം ഇപ്പോൾ കടക്കണിയിലെത്താൻ പ്രധാനപ്പെട്ട കാരണം എന്താ? മോശപ്പെട്ട സാമ്പത്തിക മാനേജ്മെന്റ്, നികുതി ചോർച്ച, അഴിമതിയും ധൂർത്തും, പിൻവാതിൽ നിയമനത്തിലൂടെയുള്ള അധിക ബാധ്യത, ഇവയെല്ലാം കഴിഞ്ഞ 5 വർഷം ഇവയെല്ലാം കൂടാതെ കഴിഞ്ഞ 5 വർഷമായിട്ട് നികുതി ഇനത്തിൽ പിരിച്ചു കിട്ടേണ്ട 70,000-ഓളം കോടി രൂപ ഇതുവരെ പിരിച്ചിട്ടില്ല. ആ പിരിച്ചെടുക്കാനുള്ള കാര്യത്തിൽ ധനകാര്യ മന്ത്രിമാർ മാറി മാറി വരുന്ന സാമ്പത്തിക വിദഗ്ധനായി അറിയപ്പെട്ടിരുന്ന ഡോക്ടർ തോമസ് ഐസക്കും പിന്നീട് വന്ന ബാലഗോപാലും ഈ 70,000 കോടി രൂപ അടക്കമുള്ള തുക പിരിച്ചെടുക്കുവാനായിട്ടുള്ള അവരാരും മുന്നിലേക്ക് വരുന്നില്ല. അതിനു പകരം വളരെ എളുപ്പത്തിൽ എല്ലാ ജനങ്ങളെയും, അതായത് താഴെത്തട്ടിൽ ജീവിക്കുന്ന, ഇപ്പം പറഞ്ഞല്ലോ കോവിഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കോവിഡ് കാലഘട്ടം കഴിഞ്ഞിട്ട് ആളുകളൊന്ന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ജീവിക്കുവാൻ വേണ്ടി പ്രയാസപ്പെട്ടു വരികയാണ്. പല ആളുകളുടെയും തൊഴിൽ നഷ്ടപ്പെട്ടു, സ്ഥിര വരുമാനം പലരുടെയും നഷ്ടപ്പെട്ടു. താൽക്കാലിക ജോലികളിലാണ് പലരും ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലർക്കും താൽക്കാലിക ജോലി പോലും നഷ്ടപ്പെട്ട സ്ഥിതിയിൽ മറ്റൊരു ജോലിക്കായി പോലും കടം വാങ്ങിയും ഒക്കെ ജീവിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഒന്ന് പച്ച പിടിച്ചു വരാൻ ശ്രമിക്കുമ്പോഴാണ് ഇപ്പോൾ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന രീതിയിൽ പെട്രോളും ഡീസലും വില കൂട്ടിയത്. റെജി ലൂക്കോസ് എൻ്റെ സ്നേഹിതനെ ഇവിടെ ബാധിച്ചല്ലോ പെട്രോളും ഡീസലിനും വില കൂട്ടിയതിനെ കുറിച്ച്. കേന്ദ്രം പെട്രോളിനും ഡീസലിനും ഇതേപോലെ വില കൂട്ടിയപ്പോൾ അതേ അഭിപ്രായമാണോ അങ്ങേക്കുള്ളത് എന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് പെട്രോളും ഡീസലും വില കൂട്ടിയപ്പോൾ അന്ന് പ്രതിപക്ഷത്തായിരുന്ന പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ കേന്ദ്രത്തെ വിമർശിക്കുകയും കേരളത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കും. ഇവിടെ 200 കോടി രൂപ മാത്രമാണ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടി സർക്കാർ ഈ ബഡ്ജറ്റ് മാറ്റിവെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ ബഡ്ജറ്റിലും ബാലഗോപാൽ 200 കോടി രൂപ മാറ്റിവെച്ചു. എന്നിട്ട് എന്തെങ്കിലും കുറവ് നമ്മുടെ സംസ്ഥാനത്തുണ്ടായോ? ചരിത്രത്തിൽ ഇത്രയും വലിയ 200 കോടിയാണ് വെച്ചിരിക്കുന്നത്. ബഡ്ജറ്റിൽ 200 കോടി എന്നാണ് വെച്ചിരിക്കുന്നത്. 500 കോടി രൂപയാണ് 600 കോടി രൂപയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇനി മിസ്റ്റേക്ക് ആണെങ്കിൽ ഓക്കെ, ഞാൻ നോക്കാം. കൃഷിക്ക് 600 കോടി രൂപ, റബ്ബർ കർഷകർക്ക് വേണ്ടിയിട്ട് 600 കോടി രൂപ എന്നുള്ളതാണ് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത്. അദ്ദേഹം ഇപ്പോൾ ഈ ഇതേ തുക തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ നീക്കി വെച്ചിട്ട് ഒരു ഓക്കെ അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇതേ തുക തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിലും മാറ്റിവെച്ചിരുന്നു. പക്ഷേ എന്തെങ്കിലും വിലക്കുറവ് ഇവിടെ സംസ്ഥാനത്തുണ്ടായോ? ഇവിടെ വിലക്കുറവ് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല,
ഇപ്പോൾ ഇതൊരു കണക്കിന്റെ ഒരു കളികളാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ റബ്ബർ കർഷകരെ സംബന്ധിച്ച് ശ്രീ ലൂക്കോസ് പറഞ്ഞു 500 കോടി രൂപ 600 കോടി രൂപ മാറ്റിവെച്ചു. പഴയ ഇൻസെന്റീവ് കൊടുത്തു തീർക്കാൻ പോലും 600 കോടി രൂപ തികയില്ല. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് 250 രൂപ വിലയാണ് റബ്ബറിന് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം അത് 130 രൂപയിലേക്ക് റബ്ബർ വില താന്നു കഴിഞ്ഞിരിക്കുകയാണ്. മിനിമം അവർക്ക് 250 രൂപ ബാക്കിയുള്ള തുക ഇൻസെന്റീവ് കൊടുക്കാമെന്നുള്ളത് സമ്മതിച്ചിട്ട് പോലും അതിനെക്കുറിച്ചൊരു മറുപടി ഈ ബഡ്ജറ്റിൽ പറയുന്നില്ല. ഒരു തുക വെച്ചു എന്നുള്ളതല്ലാതെ കുടിശ്ശിക തീർക്കാൻ പോലും തികയുന്നില്ല എന്നുള്ളതല്ലാതെ ഇത് വലിയ സംഭവമാണെന്ന് റബ്ബർ കർഷകരെ സംബന്ധിച്ച് പറയുകയാണ്. നെൽ കർഷകർക്ക് വെച്ചിട്ടുണ്ട്. നെൽ കർഷകർക്ക് 95.1 കോടി രൂപ, 95.1 കോടി രൂപ. ഇതിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നെൽ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച വകയിൽ നെൽ കർഷകർക്കായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മാത്രം കൊടുക്കാനുള്ളത് 222 കോടി രൂപയാണ്. ആ 222 കോടി രൂപ നെൽ കർഷകർക്ക് കൊടുക്കുവാൻ നിലവിലുള്ളപ്പോഴാണ് 95.1 കോടി രൂപ മാത്രം ബാക്കി വെച്ച. ബാക്കിയുള്ള നെൽ കർഷകർക്ക് ഇപ്പോൾ തന്നെ കുടിച്ചു കൊടുക്കാനുള്ള നെൽ കർഷകർ എന്ത് ചെയ്യും? അപ്പം ഇതെല്ലാം വെറും കണക്ക് കൊണ്ടുള്ള ഒരു കസർത്ത് മാത്രമായി മാറ്റിയിരിക്കുകയാണ്. ക്ഷീര കർഷകർക്ക് 114 കോടി രൂപ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. 114 കോടി രൂപ വെച്ചിരിക്കുന്ന സമയത്ത് ഇൻസെന്റീവ് ഇനത്തില് 90 കോടി രൂപകൾ ഇപ്പം നിലവിൽ കൊടുക്കാൻ കിടക്കുകയാണ്. അപ്പം കർഷകരെ സംബന്ധിച്ച് ആകെപ്പാടെ പറയാനുള്ളത് റബ്ബർ കർഷകർക്ക് ഈ പറയുന്ന 600 കോടി രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഇപ്പോഴുള്ള കുടിശ്ശിക പോലും നെൽ കർഷകർക്കും റബ്ബർ കർഷകർക്കും ക്ഷീര കർഷകർക്കും പോലും കൊടുക്കുവാൻ കഴിയുന്നില്ല. യാഥാർത്ഥ്യം മറിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പല്ലേ? ഇവിടെ ഈ പറഞ്ഞ ഈ പെട്രോളിനും ഡീസലും വില വർദ്ധിക്കുമ്പോൾ നിത്യോപയോഗ സാധനങ്ങൾക്ക് വാണം പോലെ വില കുതിച്ചു വരും. ഇത് നിത്യോപയോഗ സാധനങ്ങൾക്ക് മാത്രമല്ലല്ലോ, വെള്ളക്കരം 1 പൈസ 1 ലിറ്ററിന് കൂട്ടിയല്ലോ. ശരാശരി ഒരു വീട്ടിൽ 300 തൊട്ട് 500 രൂപ വരെ വില കൊടുക്കേണ്ടി വരികയാണ്. അതുകൂടാതെ KSEB ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ചെയർമാനും മന്ത്രി കൃഷ്ണൻകുട്ടിയും പറയുന്നത്, ആ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന KSEB ഇത്രയും വലിയ പ്രതിസന്ധിയിൽ ജനങ്ങൾ നിൽക്കുമ്പോൾ 6% കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്ത് എന്തിനാണ്? ബസ് ചാർജ്, ഓട്ടോ ടാക്സി ഒക്കെ നേരത്തെ തന്നെ വർദ്ധിപ്പിച്ചല്ലോ. ഇത് വർദ്ധിപ്പിക്കുന്നതിന് പകരമായി തമിഴ്നാട് മോഡലിൽ പെട്രോളിനും ഡീസലിനും അതിന്റെ നികുതി കുറച്ചുകൊണ്ട് ഇപ്പോൾ കോവിഡ് കഴിഞ്ഞ് ജീവിക്കാൻ പാടുപെടുന്ന ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കേണ്ട ഒരു ഗവൺമെന്റ് ജനങ്ങളുടെ മേൽ ഇരുട്ടടി പോലെയല്ലേ ഇപ്പോൾ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ പ്രഫുൽ കൃഷ്ണ, സ്വാഭാവികമായും ഈ സജീന്ദ്രൻ പറയുന്നത് പോലെ എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഇപ്പോഴത്തെ ജീവിത ഭാരം കൂടുതൽ കുറയുന്ന സാഹചര്യമായിരുന്നു സൃഷ്ടിക്കേണ്ടത് എന്നുള്ളതാണ്. അവിടെയാണ് ഈ നികുതി വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ വിലക്കയറ്റം തടയാനായി ഒരു പാക്കേജ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന്റെ സാമ്പത്തിക ശാസ്ത്രം എന്തായെന്ന് ഒരു പക്ഷേ ശാന്തധരൻ സാറിന് പറയാൻ സാധിക്കുമായിരിക്കും. ഞാൻ അദ്ദേഹത്തിലേക്ക് പോകാം. പക്ഷെ പ്രഫുൽ കൃഷ്ണ, ഇന്നലെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്, ഇന്ന് കേരള സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ വർധനവ് വരുത്തിയാൽ അതിന് കൃത്യമായൊരു കാരണം ചൂണ്ടിക്കാണിക്കാൻ അപ്പുറത്ത് കേന്ദ്ര സർക്കാർ ഉണ്ട് എന്നുള്ളത്. കേരളത്തിന് എന്ത് കിട്ടി എന്ന റജി ലൂക്കോസിന്റെ ചോദ്യം. അതിനപ്പുറത്ത് ഈ GST കുടിശ്ശിക ഏതാണ്ട് 24,000 കോടിയോളം കിട്ടാനുണ്ട് എന്നൊക്കെ ധനമന്ത്രി ആവർത്തിച്ചു പറയുന്നു. അത് കിട്ടാതെ വരുന്നു. കേരളത്തിന് ലഭിക്കേണ്ട വിഹിതത്തിൽ കുറവുണ്ടായിരിക്കുന്നു 0.8%. ഇപ്പോഴിതാ അദ്ദേഹം തന്നെ പറഞ്ഞ കണക്കനുസരിച്ച് കടമെടുപ്പ് പരിധി എന്നതും വളരെയധികം വെട്ടിക്കുറച്ചിരിക്കുന്നു. സ്വാഭാവികമായും ഒരു സർക്കാരിന് പ്രവർത്തിക്കണമെങ്കിൽ ധനം വേണം. ആ ധനലഭ്യതയുടെ കുറവ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ഫെഡറൽ സംവിധാനം എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിനോട് വേണ്ടത്ര അനുഭാവപൂർണമായ നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇത്രമേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കേണ്ടി വരില്ലായിരുന്നു എന്നുള്ളതാണ് ന്യായം. തീർച്ചയായിട്ടും ശ്രീ അഭിലാഷ്, ഞാൻ അങ്ങയുടെ കൃത്യമായും എല്ലാ ചോദ്യങ്ങളിലേക്കും കൃത്യമായ ഉത്തരം എൻ്റെ കയ്യിലുണ്ട്. അതിലേക്ക് തന്നെ വരാം. പക്ഷേ ഒന്ന്, ഈ പ്രതിസന്ധി കാലത്ത് എനിക്ക് ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇത്രയും സമയം ഞാൻ മിണ്ടാതിരുന്നതാണ്. കാരണം പ്രതിസന്ധി കാലത്തെ മാജിക് ബജറ്റ് എന്ന പേരിലാണ് ധനകാര്യമന്ത്രി ശ്രീ K N ബാലഗോപാൽ ഈ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. K N ബാലഗോപാലിൻ്റെ ഈ മാജിക് കണ്ടിട്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം തന്നെ അത്ഭുതപ്പെട്ട് ഒന്നും മിണ്ടാനാവാതെ നിൽക്കുകയാണ്. അത്രയും വലിയൊരു മാജിക്കാണ്, ജീവിതത്തിൽ ഇന്നേ വരെ കാണിക്കാത്ത ഒരു മാജിക്കാണ് K N ബാലഗോപാൽ കാണിച്ചിരിക്കുന്നത്. കേരള ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത തീവട്ടി കൊള്ളയാണ് ഇന്ന് ഈ ബജറ്റിലൂടെ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ നോക്ക്, എന്ത് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് റജി ലൂക്കോസിനെ പോലുള്ളവർ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ബജറ്റ് ഇങ്ങനെ അവതരിപ്പിച്ചതിൻ്റെ കാരണം കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുകയാണ്. കേന്ദ്ര സർക്കാർ 2009 മുതൽ ഈ
പറയുന്ന 2022 വരെ കൊടുത്ത കണക്ക് കൃത്യമായിട്ട് ഞാൻ പറയാം. ഈ ബജറ്റിൽ നീക്കി വെച്ച കണക്ക് ഉൾപ്പെടെ ഞാൻ പറയാം. എൻ്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. നിങ്ങൾ നോക്ക്, ഇന്ധന വിലയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമല്ല ഇന്ധനവില. ഇന്ധനവില കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എന്തൊക്കെ സമരമായിരുന്നു ഡിവൈഎഫ്ഐക്കാരും CPM-കാരും കോൺഗ്രസ്സുകാരൊക്കെ ചെയ്തത്. പക്ഷെ നോക്ക്, ഇവിടെ 2 രൂപ സാമൂഹിക സുരക്ഷാ സെസ് എന്ന് പറഞ്ഞിട്ട് ചുമത്തുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ 2 പ്രാവശ്യമാണ് കേന്ദ്ര സർക്കാർ വില കുറച്ചിട്ടുള്ളത്. ഇന്നത്തെ വില എത്രയാണെന്നറിയോ നിങ്ങൾ? ഇന്ന് ഇവിടെ 12 രൂപയുടെ വ്യത്യാസമാണ്. ഇന്ന് ആഗ്രയിൽ പെട്രോളിന്റെ പൈസ 96.35 ലിറ്ററിന്, അഹമ്മദാബാദിൽ 96.42, അലഹബാദിൽ 96.65. ഇവിടെ നോക്ക്, തിരുവനന്തപുരത്ത് 107.71. ഇത് പെട്രോളിന്റെ കാര്യത്തിലാണെങ്കിൽ, ഡീസലിന്റെ കാര്യത്തിൽ നോക്ക്, ഇവിടെ വിശദീകരിച്ചു പോകേണ്ടി വരും. കാരണം അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വിലയും ആ ഘട്ടത്തിൽ നമുക്ക് താരതമ്യം ചെയ്യേണ്ടി വരും. 2009 കണക്കല്ല, 2009 കാര്യമല്ല ഞാൻ പറയുന്നത്. അല്ല, 2023 കാര്യമാണ്. 2 തവണ കേന്ദ്രം കുറച്ചിട്ട് ഒരു ചില്ലിക്കാശ് പോലും എത്ര കൂട്ടിയിട്ടാണ് ഈ കുറച്ചത് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയാം അഭിലാഷേ. അല്ലല്ല അതെ അഭിലാഷേ, സംഗതി ആഗ്രഹിക്കുന്നത് ഞാൻ അത് തന്നെയാണ് പറയാൻ പോകുന്നത്. അഭിലാഷേ, ആഗോള തലത്തിലുണ്ടായ ചില പ്രത്യേകമായിട്ടുള്ള സാഹചര്യമായിട്ട് വില കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ദീപാവലി സമയത്ത് കേന്ദ്ര സർക്കാർ കുറക്കാൻ തയ്യാറായി, 2 പ്രാവശ്യം കുറക്കാൻ തയ്യാറായി. നമ്മൾ എന്താ അതിനെ ഒരു നയാ പൈസ മറ്റു സംസ്ഥാനങ്ങൾ കുറച്ചപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നോ ലെറ്റ് മീ കംപ്ലീറ്റ് അഭിലാഷ്. നോ അഭിലാഷെ, അഭിലാഷ് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് 2 പ്രാവശ്യം കേന്ദ്ര സർക്കാർ കുറച്ചു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ആനുപാതികമായിട്ട് നികുതി കുറച്ചു, പൈസ കുറച്ചു. പക്ഷെ ഒരു ചില്ലിക്കാശ് പോലും കേരളം കുറക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, യാതൊരുവിധ ഉളുപ്പുമില്ലാതെ മര്യാദയുമില്ലാതെ 2 രൂപ ഇപ്പൊ കൂട്ടുകയും ചെയ്തിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം. പിന്നെ അടിസ്ഥാന മേഖലയ്ക്ക് ഒരു കാര്യമായിട്ട്, വികസന മേഖലയ്ക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ള നീക്കിവെപ്പ് ഇതിനുണ്ടായിട്ടില്ല. ഇവിടെ പ്രതിമ ഉണ്ടാക്കിയ പട്ടിണി മാറുമോ എന്ന് ചോദിച്ചവരായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ. അവർ AKG മ്യൂസിയത്തിന് വേണ്ടി 6 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ഇവിടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ എന്ത് കാര്യക്ഷമമായിട്ടുള്ള നിർദ്ദേശമുള്ളത്? ഇതിലും ഭേദം K N ബാലഗോപാലിന് കേരളത്തിലെ യുവതീ-യുവാക്കൾക്ക് 1 മുഴം കയറ് വാങ്ങി അങ്ങ് കൊടുക്കേണ്ടതായിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ വ്യവസായ സൗഹൃദമായിട്ടുള്ള ഒരു തരത്തിലുള്ള നിർദ്ദേശങ്ങളില്ല. കാർഷിക മേഖലയ്ക്ക് തികഞ്ഞ നിരാശയാണ്. അഭിലാഷ്, ഞാൻ കൃത്യമായിട്ട് പറയാം, കേന്ദ്ര സർക്കാർ ഒന്നും കൊടുത്തില്ല എന്നല്ലേ പറഞ്ഞത്? ഇവിടെ കഴിഞ്ഞ ബജറ്റിൽ നൽകിയ 15,720.5 കോടി രൂപയേക്കാൾ 4,000 കോടി രൂപ സംസ്ഥാനത്തിന് ഈ അധികമായിട്ട് വിഹിതം ലഭിച്ചിട്ടുണ്ട്. GST വിഹിതം 63,058.05 കോടി രൂപ, ആദായ നികുതി വിഹിതം 6,122.64 കോടി രൂപ, എക്സൈസ് തീരുവ 261.24 കോടി രൂപ, കോർപ്പറേഷൻ വിഹിതം 6,293 രൂപ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് അകമഴിഞ്ഞ പിന്തുണയാണ്. ഇവിടെ റെയിൽവേക്ക് ഇന്ന് വന്ന വാർത്ത എന്താ? 2,333 കോടി രൂപയാണ് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി, റെയിൽവേ വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ശബരിപാതയ്ക്ക് വേണ്ടി 100 കോടി വരുന്നു. സംസ്ഥാനത്തെ ഏകദേശം എല്ലാ സ്ഥാപനങ്ങൾക്കും കേന്ദ്ര സർക്കാർ തുക വിലയിരുത്തിയിട്ടുണ്ട്. NIT പാലക്കാട്, IIT വലിയമല, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇവിടെ നോക്ക്, അപ്പോൾ ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം. ഞാൻ ഒരു വാർത്ത കൂടി വായിക്കട്ടെ. ഡ്യൂറിംഗ് ദി 2019 and 2014 Kerala received financial commission grants. Funds for the centrally sponsored and other schemes was 55,058 crore only. On this backdrop, during the last 5 years, 2017 to 22, Modi government has given Kerala funds of finance commission grants, centrally sponsored and other schemes of rupees 2,29,844 crore. എന്നുവെച്ചാൽ 4 ഇരട്ടി വർധനവ്, 4 ഇരട്ടി ജമ്പ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ടാണ് യാതൊരു നാണവും ഇല്ലാതെ ഇവിടെ വന്നിട്ട് കേന്ദ്ര സർക്കാർ ഞങ്ങൾക്കൊന്നും ചെയ്യുന്നില്ല, കേരളത്തെ ഇത്തരത്തിൽ കേരളത്തോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നു എന്ന് പറയുന്നത്. നിങ്ങൾ കണക്കുകൾ പറ. ഇവിടെ കോൺഗ്രസ് ഭരിച്ച സമയത്ത് കേരളത്തിൽ എത്ര പൈസ കിട്ടിയിട്ടുണ്ട്? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ പിന്തുണയോട് കൂടിയിട്ടായിരുന്നല്ലോ പലപ്പോഴും കേന്ദ്രം ഭരിച്ചത് കോൺഗ്രസ്. ആ സമയത്ത് കേരളത്തിൽ എന്ത് നീക്കിയിരിക്കും? ജീവിക്കുമ്പോഴൊക്കെ ഈ കഴിഞ്ഞ കാലഘട്ടത്തെ അങ്ങനെ താരതമ്യം ചെയ്യുന്നതിലൊന്നും അർത്ഥമില്ല. പ്രത്യേകിച്ച് ലോകക്രമം തന്നെ കോവിഡോടുകൂടി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പത്തിക ഘടനയിലും ധനകാര്യ മാനേജ്മെന്റിലും ഒക്കെ മാറ്റത്തിന്റെ ആവശ്യമുള്ള സമയമാണ്. ശ്രീ ശാങ്കതൻ സാർ, സ്വാഭാവികമായും നമ്മുടെ വിപണിയെ കരുപ്പിടിപ്പിക്കുക എന്നതാണല്ലോ ഈ ഘട്ടത്തിൽ ആവശ്യം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ക്ഷേമ പെൻഷനുകളൊക്കെ ഉയർന്നേക്കുമെന്ന് പ്രതീക്ഷിച്ചവരുണ്ട്. സ്വാഭാവികമായും ക്ഷേമ പെൻഷൻ ഉയർന്നാൽ ആ പണം
മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യപ്പെടും, അത് സർക്കുലേറ്റ് ചെയ്യപ്പെടും, അങ്ങനെയൊക്കെയാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിനുള്ള തുക ഇല്ല എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. റൈറ്റ്, അത് നമുക്ക് അംഗീകരിക്കാം. പക്ഷേ മനസ്സിലാകാത്ത ഒന്ന്, ഒരു ഭാഗത്ത് ഒരു പാക്കേജ്, ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത് 2000 കോടി രൂപയാണ് വിലക്കയറ്റത്തിന് വേണ്ടി തടയാൻ ഉള്ള പാക്കേജ് എന്നാണ്. സജീന്ദ്രൻ സാർ അതിൽ 200 കോടി എന്ന് പറയുന്നുണ്ട്. വേണമെങ്കിൽ ഒന്നുകൂടി നമുക്ക് പരിശോധിക്കാം. എന്തുമാകട്ടെ 2000 കോടി. റൈറ്റ്. ഇവിടെ ഇതാ കുടിവെള്ളം, ഇലക്ട്രിസിറ്റി, പെട്രോൾ, ബൈക്ക് വാങ്ങുമ്പോഴുള്ള രജിസ്ട്രേഷൻ, ഭൂമി വാങ്ങുമ്പോഴുള്ള രജിസ്ട്രേഷൻ, അങ്ങനെ എല്ലാത്തിനും നികുതി വർദ്ധിപ്പിച്ചു. സ്വാഭാവികമായും അത് വില കയറുന്നൊരു സാഹചര്യമല്ലേ സൃഷ്ടിക്കുക. അപ്പോൾ ഇപ്പുറത്തൊരു പാക്കേജ് ഉണ്ട് എന്നതുകൊണ്ട് അത് ആ ഒരു സാമ്പത്തിക ശാസ്ത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ മനസ്സിലാകാത്ത പ്രേക്ഷകരും ഉണ്ടാകും. അതെന്താണെന്ന് താങ്കൾക്ക് മനസ്സിലായോ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ഫെഡറൽ സംവിധാനത്തിലാണ്. അതെ. ഈ ഫെഡറൽ സംവിധാനത്തിൽ ഇന്ന് കേരള സമൂഹത്തെ ഏറ്റവും കൂടുതൽ വലയ്ക്കുകയും അതുപോലെ തന്നെ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഒരു വിഭാഗം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നു, മറ്റൊരു വിഭാഗം പറയുന്ന കേന്ദ്രത്തിൻ്റെ വിഹിതത്തിൽ നിന്ന് കൂടുതൽ കിട്ടുന്നു. ഇവിടെ ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഫെഡറൽ സംവിധാനത്തിൽ നമുക്ക് കേന്ദ്ര വിഹിതം പരമാവധി വാങ്ങിയെടുക്കണം. വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി വരുമ്പം ഫിനാൻസ് കമ്മീഷൻ രൂപീകരിക്കുന്ന 5 വർഷത്തേക്കാണ് അതിൻ്റെ സമയമായിരിക്കുകയാണ്. 3 വർഷം പ്രവർത്തിക്കുന്നതിന് വേണ്ടി വരും. ഒരു കാര്യം പറ്റിയത് 1980 സെൻസസ് വെച്ചായിരുന്നു ഇതുവരെ നാളിൽ പോയത്. കഴിഞ്ഞ കമ്മീഷൻ വന്നപ്പോൾ 2011 പോപ്പുലേഷൻ ജനസംഖ്യയാണ് എടുത്തത്. കേരളത്തെ സംബന്ധിച്ചോളം ജനസംഖ്യാ നിയന്ത്രണത്തിൽ വളരെ കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ്. അതനുസരിച്ച് നമുക്ക് കേന്ദ്ര വിഹിതം ഫിനാൻസ് കമ്മീഷൻ നിശ്ചയിച്ചത് കുറഞ്ഞു. അപ്പോഴും നമുക്കൊരു കാര്യം ചെയ്യേണ്ടതുണ്ടായിരുന്നു. പലതരത്തിലുള്ള ഫണ്ടുകളും കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കാൻ പറ്റുമായിരുന്നു. പലതും വാങ്ങിയെടുത്തില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ ഞെട്ടിപ്പോവും. ഇത് എൻ്റെ കയ്യിൽ രേഖയുണ്ട്. ഈ ശമ്പള പരിഷ്കരണം വന്നപ്പോൾ കോളേജ് അധ്യാപകരുടെ, യൂണിവേഴ്സിറ്റി അധ്യാപകരുടെയും ശമ്പളം പരിഷ്കരിച്ച് അതിലൊരു വ്യവസ്ഥയുണ്ട്. UGC അതിൻ്റെ 50% കൊടുക്കുമെന്ന്. ഈ 50% കൊടുക്കാത്തതുകൊണ്ട് ഇവർക്കിത് കിട്ടിയിട്ടില്ല, ഈ അരിയേഴ്സ് കിട്ടിയില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ഇന്ന് എനിക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരെണ്ണം അയച്ച് തന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ട്. അതിനകത്ത് കാണുന്ന വിവരാവകാശം അനുസരിച്ച് 750 കോടി രൂപ കൃത്യസമയത്ത് വാങ്ങാൻ കേരളത്തിന് കഴിഞ്ഞില്ല. അതാണ് പറ്റിയത്. അവിടെ നിന്ന് നോക്കുക, ഇത് ഒരൊറ്റപ്പെട്ട സംഭവമാണെങ്കിൽ ഇതുപോലെ എത്ര കാര്യങ്ങളുണ്ടാകാം. കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. കാര്യമായി ബാധിച്ച ഒന്നാണല്ലോ ഈ ശമ്പള പരിഷ്കരണം. അതെ അതെ, ഞാൻ ഉദാഹരണം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഫിനാൻസ് സെക്രട്ടേറിയറ്റ് വളരെ കൂടുതൽ അഴിച്ചുപണിക്ക് വിധേയമാകേണ്ടതുണ്ട്. ഇവിടെ ധനകാര്യ മാനേജ്മെൻറ്റാണ് പ്രശ്നം. ധനകാര്യ മാനേജ്മെൻറ്റിൽ ആധുനിക കാലഘട്ടത്തിൽ ധനമാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പണം വരുത്തുക എന്നുള്ളതിനേക്കാൾ ഏറ്റവും പ്രധാനമാണ് ഒരു പൈസ പോലും വേസ്റ്റാകാതെ അത് ചെലവഴിക്കുക. മിനിമം അല്ല, ഒരു പൈസ പോലും വേസ്റ്റാകാതെ ചെലവഴിക്കുക. ഇവിടെ നമ്മളൊരു പഠനം നടത്തിയാൽ എത്രയെത്ര സംരംഭങ്ങൾ, എത്രയെത്ര പ്രോജക്റ്റുകൾ ആളുകളെ വിനീത വിധേയന്മാരെ വയ്ക്കുന്നതിന് വേണ്ടി അത് ഇടതുപക്ഷമായാലും മറുപക്ഷമായാലും സർക്കാരുകൾ വച്ചിട്ടുണ്ട്. ഈ പ്രോജക്റ്റുകൾ ഇങ്ങനെ പോവുകയാണ്. അല്ലെങ്കിൽ ഞാൻ ആ പ്രോജക്റ്റ് എന്ന് പറഞ്ഞത് പദ്ധതികളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ എല്ലാം പ്രവർത്തനങ്ങളാണ്. ഇവ ഒന്നും ജനങ്ങൾക്ക് തരുന്നില്ല. വെള്ളാനകളായി പോയി. യഥാർത്ഥത്തിൽ BP സിംഗിനെ ഞാൻ ഓർക്കുകയാണ്. 1985 BP സിംഗ് ധനമന്ത്രിയായിരിക്കുമ്പോൾ സീറോ ബേസ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞത് അമേരിക്കൻ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കി. പക്ഷേ അതിൻ്റെ കൺസെപ്റ്റ് ഇങ്ങനെയാണ്: ഓരോ വർഷത്തിലും നമ്മൾ നമ്മുടെ പ്രോജക്റ്റുകൾ എടുത്തിട്ട് കാലഹരണപ്പെട്ടവയെ കണ്ടുപിടിക്കുക, വളരെ അത്യാവശ്യമില്ലാത്തവയെ കണ്ടുപിടിക്കുക, വളരെ എസെൻഷ്യലായി കണ്ടുപിടിക്കുക, പുതിയ പ്രോജക്റ്റുകൾ കയറ്റുക. ഇതിൻ്റെ അർത്ഥം ഒറ്റ വാക്കാണ്, ഒരു പ്രയോറിറ്റൈസേഷൻ, മുൻഗണന നിശ്ചയിക്കൽ. ഇത് നമ്മുടെ ഇവിടെ വരുന്നില്ലെന്നുള്ളതാണ് കാര്യം. ഈ നികുതിയെ പറ്റിയൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ലേ? എത്രയോ നാളുകളായി. ഞാൻ ഒരു ധവളപത്രം 2016 അന്നത്തെ ധനമന്ത്രി ഇറക്കിയത് ഞാൻ ഓർക്കുകയാണ്. 16,000 കോടി രൂപ ഇവിടെ നികുതി കുടിശ്ശികയുണ്ടെന്ന്. ഇപ്പോഴെത്ര കുടിശ്ശിക കെട്ടി പലതരത്തിലാണ്. പ്രതിപക്ഷം പറയുന്നത് 70,000 കോടി രൂപ, റിസർവ് ബാങ്ക് പറയുന്നത് 40,000 കോടി രൂപ, അല്ലെങ്കിൽ വില ഏജൻസികൾ ചില ഇവിടുത്തെ പറയുന്നത് 24,000. എത്രയായിക്കോട്ടെ, ഒരു കാര്യം വ്യക്തമല്ലേ, ഈ ആധുനിക സങ്കേതങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴും നികുതി കൃത്യമായി പിരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ആർക്കാണ് അതിന്റെ പ്രയോജനം കിട്ടുന്നത്? പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്.
സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ളവർക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ആണ്. നമുക്ക് ബാങ്കുകളിൽ വരുന്ന ഒരു കാര്യമില്ല. ബാങ്കുകളിനകത്ത് കിട്ടാക്കടം വരുമ്പോൾ കിട്ടാക്കടം കൊടുക്കാന്നുള്ളത് 2-3 കമ്പനികളായിരിക്കും, ഭീമന്മാരായിരിക്കും. അതേപോലെയാണ് നികുതി പിരിവ് കൃത്യമായി നടന്നില്ലെങ്കിൽ. ഞാനീ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ധന മാനേജ്മെന്റ് ആധുനിക കാലഘട്ടത്തിന് യോജിക്കത്തക്ക രീതിയിൽ വലിയൊരു അഴിച്ചുപണിക്ക് വിധേയമാക്കേണ്ടതാണ്. ഇതിൽ നല്ല വിദഗ്ധന്മാരെ അല്ലെങ്കിൽ വിദഗ്ധ പരിശീലനം നൽകി നമ്മൾ ഈ കാര്യങ്ങളിൽ പഠിപ്പിക്കണം. ശ്രീ റെജി ലൂക്കോസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നതാണ് താങ്കൾ സൂചിപ്പിച്ചു കഴിഞ്ഞു, സർക്കാരിന് പ്രവർത്തിക്കണമെങ്കിൽ പണം വേണം എന്നുള്ളത്. അവിടെയാണ് ഈ ചോദ്യം ഉണ്ടാകുന്നത്. ധനമാനേജ്മെന്റ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് നമ്മൾ കഴിഞ്ഞ സർക്കാരുകളെ ഒന്നും താരതമ്യം ചെയ്യേണ്ടതില്ല. ഇതിപ്പോൾ അതേ സിസ്റ്റം ഇങ്ങനെ നമ്മൾ തുടരുവാണ്. നമ്മുടെ നാട്ടിലെ PSCയിൽ എത്ര അംഗങ്ങളുണ്ട് എന്ന് ആലോചിച്ചാൽ മതി. അത് ഈ സാങ്കേതിക വിദ്യയൊക്കെ ഇത്രയും പുരോഗമിച്ച കാലഘട്ടത്തിൽ ഇനിയും 21 അംഗങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ഓരോ മാസവും ചെലവഴിച്ച് തുടരേണ്ടതുണ്ടോ എന്ന് ആലോചിക്കാം. ഓരോ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫ്, അതിപ്പോൾ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എന്നൊന്നും ഞാൻ പറയുന്നില്ല, അവർക്കിങ്ങനെ 2 വർഷം തോറും മാറ്റം അനുസരിച്ച് വീണ്ടും പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പശുവിന് വേണ്ടി തൊഴുത്തു പണിയുന്നു. ഇതൊന്നും തെറ്റേ എന്നല്ല, പക്ഷേ അതെല്ലാം ഏത് കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ്. KV തോമസിനെ പോലെ ഒരാൾ ഡൽഹിക്ക് അയക്കുന്നു, അവിടെ ശമ്പളം വേണ്ട എന്ന് പറയുന്നു, പകരം എനിക്ക് 3 ലക്ഷത്തിൻ്റെ താമസ സൗകര്യം ഒരുക്കിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഇതും ഈ മലയാളികൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഭാഗത്ത് ദൂർത്ത് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ, മറുഭാഗത്ത് ഈ പറയുന്ന നികുതി വാങ്ങേണ്ടവരിൽ നിന്ന് വാങ്ങാൻ സാങ്കേതിക വിദ്യ അടക്കം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ എന്ന സംശയമെല്ലാം അവിടെ നിൽക്കുമ്പോഴാണ് ഈ നികുതിയിലൂടെ ജനങ്ങളിലൂടെ അല്ലാതെ എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും എന്ന ചോദ്യം കൂടി ഉണ്ടാകുന്നത്. അഭിലാഷ്, എനിക്ക് സമയം അനുവദിക്കണം. പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ പറയാനുണ്ട്. 9200 കോടി രൂപ വിലയുള്ള ഒരു വിമാനത്തിലാണ് ലോകം ചെല്ലുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഭൂമിയിൽ ഒരു ഒറ്റ രാജ്യം അമേരിക്കൻ പ്രസിഡന്റ് വിമാനത്തിൽ കേവലം 2340 കോടി രൂപയുള്ളൂ ഇന്ത്യൻ മണി. അങ്ങനെ ദൂർത്തടിക്കുന്ന ഒരു രാജ്യത്ത് ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറയാം. കഴിഞ്ഞ 18 ദിവസങ്ങൾക്ക് മുമ്പ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുജനാരോഗ്യ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ട്. അതെന്താണെന്ന് പറയാം. സാർക്കൊക്കെ അറിയാം, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ടുള്ള VP സൈനികർ അറിയാം. എന്താണെന്നറിയോ, ലോകത്തെ ഏറ്റവും കൂടുതൽ ദരിദ്രമുള്ള രാജ്യം, പട്ടിണിക്കാരുള്ള രാജ്യം ഇന്ത്യയാണ്. 23 കോടി ജനങ്ങൾ ഇന്ത്യയിൽ പട്ടിണിക്കാരാണ്. സോമാലിയ, നിങ്ങൾ കേൾക്കൂ, ഇടപെടാതെ, അത് ശരിയല്ലല്ലോ. ഇവിടെ എല്ലാവരും ഞാൻ ഒറ്റയാളല്ലേ ഉള്ളൂ. അതായത് ഈ ലോകത്ത് ആഫ്രിക്കൻ കൺട്രീസിൽ പോലും, ഈ അടുത്ത കാലത്ത് ഒരു ആഫ്രിക്കൻ രാജ്യത്ത് ഞാൻ സന്ദർശിച്ചതാ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സോമാലിയ പോലും അല്ലെങ്കിൽ സുഡാൻ പോലും ഇങ്ങനൊരു ഗതികളിലേക്കില്ല. ഞാനൊന്നും ഇടപെടാതിരിക്കാൻ പറ്റില്ല. ഈ സോമാലിയയിലെ ജനസംഖ്യ ഇന്ത്യയിലെ ജനസംഖ്യയുമായിട്ട് എങ്ങനെയാ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുക? അത് തന്നെയല്ലേ, അത് ശരി. എന്നെ വിമർശിക്കാൻ പറഞ്ഞത് അല്ല, അങ്ങനെയല്ല. നമ്മൾ സോമാലിയയിൽ അത്രയും പട്ടിണിയില്ല എന്ന് പറയുമ്പോൾ സോമാലിയയിലെ ജനങ്ങളുടെ ജനസംഖ്യ പരിശോധിക്കാതെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇപ്പോൾ ഞാനിത് ഒരു തർക്കത്തിന് വേണ്ടിയല്ല. നമ്മൾ പാകിസ്ഥാനിലെ പെട്രോളിന്റെ വില, ശ്രീലങ്കയിലെ പെട്രോളിന്റെ വിലയൊക്കെ പറഞ്ഞ് ചില അവതാരകർ താരതമ്യം ചെയ്യുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ജീവിത രീതിയും സാഹചര്യവും ഒക്കെയായി നമുക്ക് ബന്ധിപ്പിക്കേണ്ടേ ശ്രീ റെജി ലൂക്കോസ്? മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ ശ്രീ ശാന്തധരൻ സാർ പറഞ്ഞു, നമ്മളിങ്ങനെ കേന്ദ്രത്തെ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? അഭിലാഷ് പൊതുവെ ആങ്കറിംഗിൽ വളരെ മാന്യത കാണിക്കുന്ന ഒരാളാണ്. എന്നെ ഒന്നും സംസാരിക്കാൻ അനുവദിക്കാത്ത കാരണം ഞാൻ വസ്തുതകൾ പുറത്തു പറയുന്ന ഒരു സംശയം കൊണ്ടാണ്. എനിക്കറിയാം എന്താണ് ലക്ഷ്യം എന്നുള്ളത്. അതുകൊണ്ട് അതിലേക്ക് എനിക്ക് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവുമില്ല. താങ്കൾ അങ്ങനെ കരുതണ്ട. ഞാൻ കേരളത്തിൽ ജീവിക്കുന്നു, എനിക്ക് ഒരു അല്പം ജീവിതഭാരം കുറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അത് മാത്രമാണ് ലക്ഷ്യം. അറിഞ്ഞോ അറിയാതെ ലോക പട്ടിണിയുടെ കാര്യം പറഞ്ഞപ്പോൾ അഭിലാഷ് അറിഞ്ഞോ അറിയാതെ എന്നെ പിന്തുണയ്ക്കായത് ഐ റിയലി അപ്രീഷിയേറ്റ് ചെയ്യും. ഇടപെട്ടെങ്കിൽ പോലും ഈ ഞാൻ പറഞ്ഞു വരട്ടെ, ദയവായിട്ട് എന്നെ ശ്രദ്ധിക്കൂ. ഇത് ലോകത്തിന്റെ പട്ടിണി രാജ്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി. കോവിഡ് കാലത്ത് ഈ നാട്ടിലെ 22 കോടി ജനങ്ങൾ തെരുവിലിറങ്ങി, ഭക്ഷണമില്ലാത്തതുണ്ട്. ഒരു വ്യക്തി ഒരു വിശക്കാത്ത ഒറ്റ സംസ്ഥാനമേ ഉള്ളൂ ഇന്ത്യയിൽ അന്നും ഇന്നും. ഇനി മറ്റൊരു പ്രത്യേകത, നിങ്ങൾ ഈ വാഹനങ്ങൾ വില കൂടിയതിനെ അല്ല ടാക്സ് പിടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അഭിലാഷ് അറിയാമൊക്കെ, ഇന്ത്യയിൽ ഒരു വലിയ കൊള്ള നടക്കുന്ന ഒരു വാഹനത്തിൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾക്ക് വിലയുള്ള രാജ്യം ഇന്ത്യ, ഏറ്റവും കൂടുതൽ. കാരണം ഇവിടുത്തെ ടാക്സിന്റെ പ്രത്യേകത, എല്ലാ വർഷവും ജനുവരിയിലോ അല്ലെങ്കിൽ മാർച്ചിലോ ഇന്ത്യയിൽ വില കൂടാത്ത ഒറ്റ 4 വീലറും ഇല്ല കാറ് സംവിധാനത്തിൽ. അറിയാവോ? അത് 1 ലക്ഷം മുതൽ 50,000 മുതൽ 1 ലക്ഷം രൂപ വില കൂട്ടുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ചർച്ച ആധികാരികമായിട്ട് തന്നെ ഞാൻ പറയുക, ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ടോ? എനിക്ക് അനുഭവമുള്ളതാണ്, പിന്നെ അപ്പുറം ഇല്ലല്ലോ. ഞാനും ഇനി രണ്ടാമത്തെ കാര്യം, അങ്ങനെയുള്ള വാഹന വിപണികളിൽ നാട്ടിൽ കൊള്ളയടി ജനങ്ങളുടെ പണം വെറുപ്പിച്ച് കൊള്ളയടിക്കുമ്പോൾ സർക്കാർ വിഭവസമാഹരണത്തിന് വേണ്ടി ചെറിയൊരു ശതമാനം ടാക്സ് വെച്ചതിനെ നിങ്ങൾ എങ്ങനെ വിമർശിക്കും? ഇനി തന്നെയുമല്ല, ഇലക്ട്രിക്കൽ വാഹനങ്ങൾക്ക് ഭീമമായ രീതിയിൽ ടാക്സ് കുറച്ചു 5% അത് കോമ്പൗണ്ട് ചെയ്തിരിക്കുന്നു കേരളത്തിൽ. നിങ്ങൾ അതീ ചർച്ച സംസാരിച്ചില്ലല്ലോ.
ഇനി നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ 2000 രൂപ 200 കോടി രൂപയാണ് 2000 കോടി രൂപ. കേരളത്തിലെ പൊതു പിന്നെ ആരോഗ്യരംഗത്തിന് വേണ്ടി 2850 കോടിയോളം രൂപ മാറ്റിവെച്ചിരിക്കുന്നു. അതല്ലേ ലോകത്തിന് മുമ്പിൽ കേരളത്തിലെ ആരോഗ്യ മേഖല വളരെയധികം പ്രകീർത്തിക്കപ്പെടുന്നത്. ഞാൻ ചോദിക്കട്ടെ, BBC എന്ന് പറഞ്ഞ മാധ്യമം കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് ഇറക്കിയ ഡോക്യുമെന്ററിക്കെതിരെ കേന്ദ്ര സർക്കാർ തത്വം പുറപ്പെടുവിച്ചില്ല, ആരും കാണാൻ പാടില്ലെന്ന്. എന്തൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഈ രാജ്യത്തെ എവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്? സാമ്പത്തികമായിട്ടുള്ള ബന്ധമല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ കേന്ദ്ര സർക്കാരിന്റെ പ്രബുൽ കൃഷ്ണൻ അവിടെ എന്തൊക്കെ പറഞ്ഞല്ലോ. വാസപ്രാണെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിനെ ഏതെല്ലാം രീതിയിൽ അവമാനിച്ചാൽ അവർക്ക് പ്രശ്നമില്ല, കാരണം അവർക്ക് ഇവിടെ യാതൊരു അടിത്തറയില്ല. പക്ഷെ എന്നാൽ അദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ വിചാരിച്ചു കേരള സംസ്ഥാനമാണ് കേന്ദ്രം ഭരിക്കണം എന്നുള്ളവര്. അത് എന്തൊക്കെയാണ് ഈ ചർച്ചയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഉടുപ്പില്ലാതൊക്കെ ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ അപമാനിക്കാൻ പറ്റുമോ? 3300 രൂപ കടമെടുക്കാനുള്ള അവകാശത്തെ 920 കോടിയായിട്ട് വെട്ടിക്കുറച്ചുകൊണ്ട് ഇന്നലെ കത്തയച്ചിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി ഇവിടെ വന്നുകൊണ്ട് പറയുക കേരളത്തിനെ പൂവിട്ട് പോയി പാലും തേനും ഒഴിക്കുന്നുള്ളവരും. എന്റെ സ്നേഹിത, ഏതെങ്കിലും ഒരു ചെറിയൊരു കമ്പാർട്ട്മെന്റിൽ ഒരു ബോഗി പോലും കേരളത്തിലുണ്ട് അനുവദിച്ചോ? ഇന്ന് പീയൂഷ് ബഹുമാനപ്പെട്ട റെയിൽവേ മന്ത്രി പറഞ്ഞെന്താ? ഞാനും കേട്ട വാർത്ത. അദ്ദേഹം പറഞ്ഞതെന്താ? പിന്നീട് നമുക്ക് നോക്കാന്ന് വന്ദേ ഭാരത് എന്ന് പറഞ്ഞത്, അതായത് കേരളത്തിൽ അള്ളു വെച്ച് ഈ രാജ്യത്തെ BJP കോൺഗ്രസ് ഉൾപ്പെടെയുള്ള 22 സംസ്ഥാനങ്ങളിൽ സിൽവർ ലൈനിന്റെ പദ്ധതികളുടെ പ്രവർത്തനം തുടങ്ങിയിട്ടും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് കേരളത്തിലാണ്. ആ കേരളത്തിലെ സിൽവർ ലൈൻ കേരളത്തിൽ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ പാടില്ല എന്ന് കേരളത്തിലെ ജനങ്ങളോട് അവർക്ക് വോട്ട് ചെയ്യാത്തതിന്റെ പേരിൽ, തോപ്പിച്ചതിന്റെ പേരിൽ UDF പോയി പരാതി നൽകിയ ഇത്രയ്ക്കും വലിയ ദേശവിരുദ്ധര്, കേരളത്തിന്റെ വികസനത്തിനെതിരെ അള്ളു വെക്കുന്നവരെ ദേശവിരുദ്ധമല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ആ വ്യക്തികളാണ് കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഈ രീതിയിലുള്ള ന്യായീകരിക്കുന്നത്. ഉടുപ്പില്ലാതെ എന്ത് പറയാൻ പറ്റും? ഉടുപ്പ് എന്ന് പറഞ്ഞ വാക്കിന് എന്തൊരു അർത്ഥമുണ്ട്? ഇനി എനിക്ക് പറയാനുള്ള അവസരം തരണം. കേരള സംസ്ഥാനത്തെ ഈ ബഡ്ജറ്റ് നേരത്തെ പ്രബുൽ കൃഷ്ണ കളിയാക്കി ഇതൊരു ജനകീയ മാജിക്കൽ ബഡ്ജറ്റാണെന്ന്. ഞാൻ ചോദിക്കട്ടെ സ്നേഹിത, അടുത്ത വർഷം നിങ്ങൾ ഇലക്ഷനിലേക്ക് പോവല്ലേ? നിങ്ങൾ ഈ രാജ്യത്തെ യുവജനങ്ങൾക്കായിട്ട് എന്തെങ്കിലും ഒരു പദ്ധതി നിങ്ങൾ പ്രഖ്യാപിച്ചോ? നിങ്ങൾ 2014 അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞേ? 1 വർഷം 2 കോടി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ പറയുന്ന 8 വർഷമായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ വീതം എന്ന് പറയുന്ന യുവാക്കൾക്ക് എത്രയോ? 2 കോടി 26 ലക്ഷം 26 തൊഴിലവസരങ്ങൾ മാത്രമേ ഉള്ളൂ. അദാനിക്കും അംബാനിക്കും ആയിരക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കി പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുഴുവനും കട്ടുമുടിച്ച് ഞാൻ മനഃപൂർവ്വം ഇടപെടുന്നതല്ല. നേരത്തെ അല്ല, ശ്രീ ശാന്തരൻ സാർ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ മുഖഭാവം താങ്കൾക്ക് കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഒരു താരതമ്യവും വാക്പോരുമല്ല നമുക്ക് ആവശ്യം. നമ്മൾ വസ്തുതകളിലേക്ക് വരും. ശരി, താങ്കൾ പറഞ്ഞതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ എന്റെ 1-2 ചോദ്യങ്ങളുണ്ടല്ലോ. എന്തുകൊണ്ട് കേരള സർക്കാർ ചെലവ് ചുരുക്കുന്നില്ല? കേരള സർക്കാർ ചെലവ് ചുരുക്കുന്നുണ്ടല്ലോ, എന്താ സംശയക്കാര്യത്തിന്? നിങ്ങൾ നേരത്തെ ഇവിടെ ഈ ആങ്കറിംഗിൽ ഇവിടെ പറഞ്ഞില്ല, അഭിലാഷ് പറഞ്ഞില്ലേ മന്ത്രിമാരുടെ പെൻഷൻ സ്റ്റാഫിനെ കുറിച്ച്? UDF സർക്കാർ ഭരിച്ചോണ്ടിരുന്നപ്പോ 40,000, ഇപ്പൊ ഞങ്ങളുടെ ശരാശരി 18. ഇനി രണ്ടാം UPA സർക്കാർ അധികാരം ഒഴിയുമ്പോൾ ഗ്യാസിന്റെ വില എത്രയായിരുന്നു? പാചകവാതത്തിന്റെ 350 രൂപ, 330 രൂപ. ഇപ്പൊ എത്രയാ? 1030, 1130 അല്ലേ? ഈ നാട്ടിലെ ജനങ്ങളോട് സബ്സിഡി പോലെയാണ് കാട്ടുകൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഭരിക്കുന്ന 8 സംസ്ഥാനങ്ങളിലെ യുവതികളും വീട്ടമ്മമാര് തെരുവിലിറങ്ങിയില്ല 3 ദിവസം. അവിടെ പോയി ലാത്തിച്ചാർജ് നടത്തിയ സർക്കാർ. ശ്രീ റെജി ലൂക്കോസ്, നമ്മളിപ്പോൾ കേരളത്തിന്റെ ഒരു ബജറ്റ് തന്നെയാണോ താങ്കൾ സൂചിപ്പിക്കുന്നത് എന്നാണ് സംശയം. ഞാൻ കേരളത്തിലെ ബജറ്റ് തന്നെയാ. അതൊക്കെ അഭിലാഷിന്റെ വക്രമുത്തി പറഞ്ഞു. ഞാൻ കേരള ബഡ്ജറ്റ് തന്നെയാ. കേരള ഇന്ത്യയുടെ ഭാഗം. അല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര ബജറ്റ് ചർച്ച ചെയ്തിരുന്നു ഇതേ സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ ഈ കേരളത്തിലേക്ക് വരൂ എന്ന് താങ്കളോട് പറയുന്നത്. ഞാൻ കേരളത്തിലെ കാര്യമല്ല പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കേരളത്തിലെ കാര്യം, കേരളത്തിലെ വികസനത്തിന് അതാണ്. എന്തായാലും ഞാനൊന്ന് സജീന്ദ്രനിലേക്ക് കൂടി പോകണം. ശ്രീ സജീന്ദ്രൻ, ദയവായി ഇനി താങ്കൾ ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തെയും മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലഘട്ടത്തെയും താരതമ്യം ചെയ്യരുത്. നമുക്ക് സമയ പരിമിതിയുണ്ട്. പക്ഷേ എന്തായാലും ശ്രീ സജീന്ദ്രൻ, എന്റെ ഒരു സംശയം, ഈ കടം എന്നുള്ളത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒന്നല്ല. ഇതിപ്പോൾ ഈ നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്നുണ്ട്. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയപ്പോഴും അദ്ദേഹം പറഞ്ഞിരുന്നു വലിയ കടത്തിലാണ് നമ്മുടെ സംസ്ഥാനം എന്ന്. അദ്ദേഹം പറഞ്ഞ വാക്ക്, അന്നത്തെ ധനമന്ത്രി പറഞ്ഞ വാക്ക് തന്നെ പൂച്ച പെറ്റുകിടക്കുകയാണ് ഖജനാവിൽ എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ കടത്തിന് ഞാൻ ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമുണ്ട് എന്ന് തോന്നുന്നില്ല. ഒരു റിയാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് ആ കടത്തിൽ നിന്ന് കരകയറുവാൻ മാർഗങ്ങൾ തേടണം. അതിന് ഈ നികുതി അടക്കം വർദ്ധിപ്പിക്കുക എന്നതല്ലാതെ ഒരു മാർഗമില്ല എന്നൊരു നിരീക്ഷണത്തിലേക്കാണ് ഇടതുപക്ഷം പോയത്. മാത്രമല്ല, ഈ കടമെടുപ്പ് കൂടി ലഭിക്കാത്ത സാഹചര്യത്തിൽ അറ്റകൈ പ്രയോഗം എന്ന നിലയിലാണ് ഇങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കേണ്ടി വന്നത് എന്നാണ്
മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന ഒരു നിരീക്ഷണം കൂടിയുണ്ട് ശ്രീ സജീന്ദ്രൻ. ഇത് യഥാർത്ഥത്തിൽ ഒരു കടുംപെട്ടാണ്. കാരണം എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന രീതിയിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 70,000 കോടി രൂപയോളം കഴിഞ്ഞ 5 വർഷമായി പിരിച്ചെടുക്കാനുള്ള തുക എന്തുകൊണ്ട് ധനകാര്യമന്ത്രി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പിരിച്ചെടുക്കുന്നില്ല? അതുകൂടാതെ ഈ സ്വർണ്ണക്കടത്ത് അതുപോലെ തന്നെ നികുതി വെട്ടിപ്പിൻ്റെയും ഒരു പർദീസയായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. ഇതൊക്കെ ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ശാരംഗധരൻ സാറ് പറഞ്ഞ പോലെ ഇത് ചെയ്യുന്നില്ല, അതിനുള്ള പ്ലാനിങ് ഇല്ല. പിന്നെ അഭിലാഷ് പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലും കടമെടുത്തിട്ടുണ്ട് സർക്കാർ, ഒരു സർക്കാരും കടമെടുക്കാതെ മുന്നോട്ട് പോയിട്ടില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, EMSന്റെ മന്ത്രിസഭ മുതൽ ഉമ്മൻചാണ്ടി സാറിന്റെ മന്ത്രിസഭ മുതലുള്ള 6 പതിറ്റാണ്ട് കാലം കൊണ്ട് എത്ര ലക്ഷം കോടിയാണ് ഉണ്ടായിരുന്നത്? 35 ലക്ഷം കോടി രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ മൊത്തം കടമെത്രയാണെന്നറിയാവോ? ഇപ്പം മൊത്തത്തിൽ വരുമ്പം കിഫ്ബിയുടെയും അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 7,800 കോടി രൂപയും കിഫ്ബിയുടെ 13,000 കോടിയും 3,75,692 കോടി രൂപ പൊതുക്കടവും കൂടെ കൂട്ടുമ്പോൾ 4 ലക്ഷം കോടി രൂപ കഴിഞ്ഞു. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഈ കടമെന്ന് പറഞ്ഞു കടം വാങ്ങിക്കുന്നതും ജനങ്ങളുടെ മുകളിലേക്ക് അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്നതും, അതെ, അതിന് പകരം ചെയ്യേണ്ടത് അതിന് പകരമായി ചെലവ് ചുരുക്കുകയും ദൂർത്തൊഴിവാക്കുകയും ഒക്കെ ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? യോജിച്ചൊരു നീക്കം ഉണ്ടാകണം. 2001 ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്നു ആ കാലഘട്ടത്തിൽ ഇതേപോലെ തന്നെ EK നയനാര് കാലിയായ ഖജനാവാണ് കൊടുത്തത്. അന്ന് അദ്ദേഹം ചെലവ് ചുരുക്കുമായി പോയി. അന്ന് അദ്ദേഹത്തിനെതിരെ NGO അസോസിയേഷൻ, കോൺഗ്രസിന്റെ അനുഭാവ സംഘടനകളായ NGO അസോസിയേഷന്റെ ആളുകൾ വരെ പരസ്യമായി രംഗത്തിറങ്ങി. പക്ഷേ അദ്ദേഹം കൂസാക്കിയില്ല. കാരണം അന്ന് അദ്ദേഹത്തിന് ഡൽഹിക്ക് തിരുവനന്തപുരത്ത് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിന് പോലും പണമില്ലായിരുന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പം നമുക്ക് അങ്ങനെയുള്ള പ്രതിസന്ധി ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. പക്ഷെ അതിനെയെല്ലാം നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. അതിജീവിച്ച് ചെലവ് ചുരുക്കിയാണ്. ചെലവ് ചുരുക്കണമെങ്കിൽ പ്രതിപക്ഷ കക്ഷികളെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും വിശ്വാസത്തിലെടുത്ത് മുഖ്യമന്ത്രി കൂട്ടായിട്ട് ആലോചിക്കണം. അഭിലാഷ് പറഞ്ഞതുപോലെ ഇപ്പോഴും വെള്ളാനകളായി PSC പോലെയുള്ള ഇപ്പോഴും സാങ്കേതിക വിദ്യ ഇപ്പോഴും വളർന്നു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ 21 PSC മെമ്പർമാരെ വെച്ചു പൊറപ്പിച്ചിട്ട് അവർക്ക് പിന്നീട് അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി പെൻഷൻ സഹിതം കൊടുത്ത് കേരളത്തിന്റെ ഖജനാവ് ഓരോ ദിവസവും കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ദൂർത്ത് ചെലവ് അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി കൂട്ടായ ആലോചനയാണ്. അതിന് കൂട്ടായ ആലോചന ഇവിടെ നടക്കുന്നുണ്ടോ? അതിന് പകരം CPM-ലുള്ള ഉന്നതരായ ആളുകളെയും കൂടുമാറി വന്നവരെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ട് പുതിയ പദവികൾ കൊടുത്ത് വീണ്ടും ഖജനാവിന് കോടികളുടെ നഷ്ടം ഓരോ മാസം വരുത്തിക്കൊണ്ടിരിക്കുക. തോറ്റുപോകുന്ന ആളുകളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി പുതിയ പോസ്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയാൽ ഈ കേരളം എവിടേക്ക് നിൽക്കും? അതിന്റെ എല്ലാം ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കേണ്ടത്? ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളാണോ? ഇവിടെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഇരുചക്ര വാഹനത്തിന് വരെ നികുതി ഏർപ്പെടുത്തി എന്നുള്ളതാണ്. സാധാരണക്കാരല്ലേ ഉപയോഗിക്കുന്നത്. അപ്പൊ കാർ ഉപയോഗിക്കുമ്പോൾ കുറച്ചൊരു ലക്ഷറി ആണെന്ന് വരാം. പക്ഷെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഇരുചക്ര വാഹനത്തിനും കൂടെ നികുതി സെസ് ഏർപ്പെടുത്തുമ്പോൾ ആർക്ക് വേണ്ടിയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്? ആർക്ക് വേണ്ടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്? ഇവിടെ വിലക്കയറ്റം ഇനി രൂക്ഷമാകാൻ പോവുകയാണ്. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ വിലക്കയറ്റം ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളം അഭിമുഖീകരിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്, ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും ഈ സെസ് വർധനയിലൂടെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനെ അതിജീവിക്കാൻ മറ്റ് മാർഗങ്ങളൊന്നുമില്ല. കേരളത്തിലെ ജനങ്ങൾ ഈ ദുരിതം ഏറ്റെടുത്തേ മതിയാവൂ. ആ ദുരിതം ഏറ്റെടുക്കാൻ ജനങ്ങൾ സ്വയം ഇപ്പോൾ തയ്യാറാണോ എന്നറിയില്ല. പക്ഷേ ഇപ്പോൾ പ്രതിഷേധത്തിൽ ഞാൻ സമയപരിമിതി മൂലമാണ് ശ്രീ പ്രഫുൽ, നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. മാത്രമല്ല റെജി ലൂക്കോസ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം മാത്രമാണ് ആ ഒരു ആംഗിളിൽ സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അല്പസമയം കൂടുതൽ നൽകിയിട്ടുമുണ്ട് ഞാൻ. പ്രഫുൽ, ഇവിടെ നമുക്ക് മന്ത്രിമാർ ഉൾപ്പെടെ നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളൊന്നും BJPക്ക് ഇല്ല എങ്കിൽ പോലും മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. നമുക്ക് ഈ ശാങ്കധരൻ സാർ പറഞ്ഞൊരു പോയിന്റ് വെച്ചെങ്കിലും അവസാനിപ്പിക്കണം. മാത്രവുമല്ല ഈ സജീന്ദ്രനും വളരെ സ്വാഗതാർഹമായ ഒരു കാര്യം പറഞ്ഞത്, ഈ ഇത്രയൊക്കെ അംഗങ്ങൾ ഓരോ സമിതിയിലുമൊക്കെ വേണോ എന്ന് കൂട്ടായി ഒന്ന് ആലോചിച്ചുകൂടെ എന്നാണ്. അത്തരം ചില ആലോചനകൾ നടക്കേണ്ട സമയമാണിത് ശ്രീ പ്രഫുൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ UGCയിൽ നിന്നൊരു ഫണ്ട് കിട്ടണമെങ്കിൽ അത് നമ്മുടെ സംസ്ഥാനത്തെ കരുതി നേടിയെടുത്തു കൊടുക്കാൻ രാഷ്ട്രീയം നോക്കാതെ ഇടപെടേണ്ട ഒരു സമയം കൂടിയല്ലേ ശ്രീ പ്രഫുൽ?
ശ്രീ അഭിലാഷ്, തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് തന്നെ വരാം. പക്ഷെ അതിന് മുമ്പ് വളരെ പെട്ടെന്ന് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, KM ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിന് 100% മാർക്ക് കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് ഇടത് സഹയാത്രികനായിട്ടുള്ള പ്രിയ സുഹൃത്ത് ശ്രീ റെജി ലൂക്കോസ്. ആ റെജി ലൂക്കോസ് ലോക പട്ടികയിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ സ്ഥാനത്ത് വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇവിടെ നമ്മുടെ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെയാണ് വിദ്യാഭ്യാസ നിലവാരം ഏറ്റവും കൂടുതലെന്നും അവിടെയാണ് അതിസമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്നതെന്നും എന്നൊക്കെയുള്ള അങ്ങനെയുള്ള താരതമ്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഇവിടെ വന്ന് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറയുന്നതിന് അല്ലല്ല അല്ലല്ല അതൊക്കെ അപ്പൊ അത്തരം സർവേകളും അഭിപ്രായങ്ങളും ഒക്കെ വിശ്വസിച്ച് ഇവിടെ വന്നിരുന്ന റെജി ലൂക്കോസിനെ എനിക്ക് വേറെ പറയാനില്ല. റെജി ലൂക്കോസ് ഞാൻ പറയുന്നത് കേക്ക്. ഞാനിവിടെ റെജി ലൂക്കോസ് പറഞ്ഞത് അല്ലല്ല ഞാൻ പറഞ്ഞു സംസാരിക്കുക. ഞാനിവിടെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ്, കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. കേന്ദ്ര വിഹിതം എത്ര കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ? കേന്ദ്ര സർക്കാർ 2014 മുതൽ കൊടുത്ത കണക്കുകൾ ആധികാരികമായിട്ട് സംസാരിച്ചത്. അത് പറഞ്ഞപ്പോഴാണ് യാതൊരു ഉളുപ്പുമില്ലാതെ സംസാരിക്കുന്നു എന്ന് റെജി ലൂക്കോസ് പറഞ്ഞത്. റെജി ലൂക്കോസ്, ഞാൻ കൃത്യമായും നല്ല ബോധ്യത്തോടെ നല്ല ഉളുപ്പോട് കൂടിയാണ് സംസാരിക്കുന്നത്. ആരാണ് ഉളുപ്പില്ലാതെ സംസാരിക്കുന്നതെന്ന് ഈ ചാനൽ ചർച്ച കാണുന്ന ആളുകൾ മനസ്സിലാക്കട്ടെ. കേന്ദ്ര സർക്കാർ തൊഴിൽ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത്, ഇവിടെ PF അക്കൗണ്ടുകൾ ഈ രാജ്യത്ത് ആരംഭിച്ചതിന്റെ കണക്ക് റെജി ലൂക്കോസ് ഒന്ന് റെഫർ ചെയ്യണം. ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ ഇവിടെ പട്ടിണി കിടക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ഗരീബ് കല്യാൺ അന്ന യോജന 5 കിലോ ഭക്ഷ്യധാന്യം 81 കോടി ആളുകൾക്കല്ലേ അഭിലാഷ ഒരു കൊല്ലം കൂടി നീട്ടിക്കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയല്ലേ? ഇതൊക്കെ കുറ്റം പറഞ്ഞ എന്തിനാ? സംസ്ഥാന സർക്കാരിന്റെ ഈ ബജറ്റ്, സമ്പൂർണ്ണ ബജറ്റ്, ആ പരാജയം മറച്ചു വെക്കാൻ വേണ്ടിയാണ് റെജി ലൂക്കോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലക്കൊക്കെ വലിയ ഞാൻ അതിന് വഴങ്ങാൻ ഞാൻ തയ്യാറല്ല. ഇവിടെ കേരളം, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. പറയാം. ഇവിടെ ധൂർത്താണ്. ഇവിടെ കോൺഗ്രസിനോ CPM-നോ ഒന്നും ഈ ഒരു ധൂർത്തിനെ പറ്റി പറയാൻ അധികാരമില്ല. കാരണം പ്രതിപക്ഷ നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം എത്രയാ? ഈ പറയുന്ന സാമ്പത്തിക മാർഗത്തിനിടയിലും പ്രതിപക്ഷ നേതാവ് വാങ്ങിച്ചിരിക്കുന്നത് പുതുപുത്തൻ ഫുൾ ഓപ്ഷൻ ഇന്നോവയല്ലേ? പിന്നെ കോൺഗ്രസിന് എന്ത് അധികാരമുള്ളത്? ഇവിടെ പ്രധാനമന്ത്രിയുടെ റെജി ലൂക്കോസെ, നിങ്ങളൊരു വിമാനം വാടകയ്ക്കെടുത്തിരുന്നല്ലോ മുഖ്യമന്ത്രി. ഒരു ഹെലികോപ്റ്റർ വാടക എടുത്തിരുന്നല്ലോ. എത്ര ലക്ഷം രൂപയാ ആ വിമാനത്തിൽ, ആ ഒരു ഹെലികോപ്റ്ററിന്റെ വാടക ഇനത്തിൽ സംസ്ഥാന സർക്കാർ കൊടുത്തത്? ഈ ദൂരത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം സംസ്ഥാന സർക്കാർ 32 ലക്ഷം രൂപയാണ് ഇവിടെ തൊഴുത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പശുവിന്റെ ആലയ്ക്ക് 32 ലക്ഷം രൂപ. എത്ര വലിയ നാണക്കേടാണ് ശ്രീ റെജി ലൂക്കോസ്. നിങ്ങൾ പറയുന്ന 4 ലക്ഷം രൂപ കടമെന്ന് പറയുന്നു, എന്നിട്ട് 32 ലക്ഷം രൂപ തൊഴുത്തുണ്ടാക്കുന്നു. ഇവിടെ ലക്ഷക്കണക്കിന് നവീകരിക്കുന്നു. അപ്പൊ ഇതൊക്കെ കേരളത്തിലെ ആളുകൾക്ക് ഒരു കാര്യം, 3 സാധനങ്ങൾക്ക് റെജി ലൂക്കോസ് 3 സാധനങ്ങൾക്ക് വില കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറയട്ടെ, അതെന്നെ പറയാൻ അനുവദിക്കുക. 3 സാധനങ്ങൾക്ക് വില കുറഞ്ഞിട്ടുണ്ട് റെജി ലൂക്കോസ്. ഒന്ന് മുഖ്യമന്ത്രിയുടെ വില കുറഞ്ഞിട്ടുണ്ട്, KM ബാലഗോപാലിന്റെ വില കുറഞ്ഞിട്ടുണ്ട്, CPM-ന്റെ വില കുറഞ്ഞിട്ടുണ്ട്. ഈ ബജറ്റിനെ കൊണ്ട് സംസ്ഥാനത്തുണ്ടായിരുന്ന ആകെ വില കുറഞ്ഞ 3 കാര്യങ്ങൾ ഒന്ന് KM ബാലഗോപാലിന്റേതാണ്. നമുക്ക് ഇത്തരം തർക്കങ്ങളല്ല യഥാർത്ഥത്തിൽ ആവശ്യം. സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സാധാരണക്കാരായ ആളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിത ഭാരം കുറയ്ക്കുവാനുള്ള ഉത്തരവാദിത്തം അത് കേന്ദ്ര സർക്കാരിനാണ് എങ്കിലും കേരള സർക്കാരിനാണ് എങ്കിലും ഉണ്ട്. അതിനെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന കൂട്ടായ തീരുമാനങ്ങളും ചർച്ചകളും ഒക്കെയാണ് നമുക്ക് ആവശ്യം. അവിടെ ജനാധിപത്യ സംവിധാനത്തിൽ ഇത്തരം അഭിപ്രായ ഭിന്നതകൾക്ക് കൃത്യമായ ഇടമുണ്ട്. പക്ഷേ കാലം മാറുകയാണ്, ജനങ്ങളുടെ ജീവിത രീതി മാറുന്നു, സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വരുന്നു, ധനകാര്യ മാനേജ്മെന്റിൽ അടക്കം മാറ്റങ്ങൾ വരുത്തേണ്ട കാലമാണ് എന്നാണ് ശാന്തധരൻ സാറിനെ പോലെയുള്ളവർ പറയുന്നത്. അതിനെയാണ് നമ്മൾ അടിസ്ഥാനപരമായി എടുക്കേണ്ടത് എന്നാണ് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ ഉള്ളവർ പറയുന്നത്. കാരണം ഓൺലൈൻ വഴി ഈ ചോദ്യം ഞങ്ങൾ പ്രേക്ഷകരോട് ചോദിക്കുമ്പോൾ പ്രതിസന്ധി കാലത്തെ വയറ്റത്തടിയായി മാറിയോ ബജറ്റ് എന്നുള്ളതായിരുന്നു 85% പ്രേക്ഷകർ. ഇപ്പോൾ ന്യൂസ് 18 ഓൺലൈനിൽ പ്രവേശിച്ച് ഈ അഭിപ്രായ സർവേ പരിശോധിച്ചാൽ 26,000-ലധികം ആളുകളാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ ജാതി മത ചിന്താഗതികളിൽ ഒക്കെയുള്ളവരുണ്ട്. അവരിൽ 85% പേരും പറയുന്നു ഇത് വയറ്റത്തടിയായി പോയി എന്ന്. അല്ല എന്ന് അഭിപ്രായപ്പെട്ടത് കേവലം 8% പേർ മാത്രമാണ്. ഒരഭിപ്രായവുമില്ലാതെ നിസ്സംഗരായി പോയത് കേവലം 7% ആളുകളുമാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഈ ബജറ്റ്
എങ്ങനെ പ്രതിഫലിക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ വിപണിയിൽ, നമ്മുടെ സമ്പദ്ഘടനയിൽ, ധനകാര്യ മാനേജ്മെന്റിൽ ഉണ്ടാകുന്ന മാറ്റത്തിലൂടെ അറിയാം. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാൻ ഈ ബജറ്റിൽ ആയിട്ടില്ലെങ്കിലും എല്ലാ മേഖലകളെയും സ്പർശിക്കാൻ ധനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതും വ്യക്തമാണ്. അതേസമയം എല്ലാ സേവന നിരക്കുകളും വർദ്ധിക്കുന്നു. മദ്യത്തിന് വില കൂടുന്നു, വാഹന വിലയിൽ വർധനവുണ്ടാകും, അതുപോലെ വാഹനത്തിന് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും ജനത്തിന് ആഘാതം ഒരുപക്ഷെ ഏൽപ്പിക്കാൻ പോകുന്നത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവായിരിക്കും. പെട്രോളിയത്തിന് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. വൈദ്യുതി നിരക്ക് കൂട്ടിയിരിക്കുന്നു. വൈദ്യുതി തീരുവ 5% വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വിലക്കയറ്റം നേരിടാൻ 200 കോടി രൂപ ഈ ബജറ്റിൽ വകയിരുത്തുമ്പോഴും വിലക്കയറ്റത്തിന് വഴിവെക്കുന്ന നിരവധി വർധനകൾ ഈ ബജറ്റിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഏതായാലും ബജറ്റ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നു, മത്സ്യബന്ധന മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നു, ഒപ്പം തന്നെ ടൂറിസം മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നുണ്ട്. ടൂറിസം മേഖലയ്ക്ക് ടൂറിസം ഇടനാഴികകൾ 7 അതിൽ 50 കോടി രൂപ അതിനായി നീക്കിവെച്ചിരിക്കുന്നു. അപ്പോൾ എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ ചേരുന്നു. അരുൺ, എല്ലാ സാധനങ്ങൾക്കും വില വർധനവിലേക്ക് വഴിവെക്കുന്ന ഒരു ബജറ്റാണോ നമുക്ക് മുന്നിലുള്ളത്? മനു, തീർച്ചയായും ഏറ്റവും എളുപ്പം ധനസമാഹരണത്തിന് വരുമാന വർധനയ്ക്കുള്ള വഴി തന്നെ സർക്കാർ തേടിയിരിക്കുന്നു. സാമൂഹ്യ സുരക്ഷ സീഡ് ഫണ്ട് എന്ന പേരിൽ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മദ്യത്തിനും അതുപോലെ തന്നെ ഇന്ധനത്തിനും നികുതി വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ പോയിരിക്കുന്നത്. GST വന്ന സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളാണ് ഇന്ധന വിലയിലൂടെ ലഭിക്കുന്ന നികുതിയും അതുപോലെ തന്നെ മദ്യവും. മദ്യത്തിന് 500 രൂപ മുതൽ 999 രൂപ വരെ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു ബോട്ടിലിന് 20 രൂപ നിരക്കിലും 1000 രൂപ മുതൽ മുകളിലോട്ട് വരുന്ന മദ്യത്തിന് ബോട്ടിലിന് 40 രൂപ നിരക്കിലുമാണ് സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുന്നത്. കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പാണ് സംസ്ഥാനത്ത് മദ്യവില 20 രൂപ വരെ വർദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റിൽ മദ്യവില വർദ്ധിപ്പിക്കില്ല എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് മദ്യത്തിൻ്റെ സാമൂഹ്യ സുരക്ഷാ സെസ് എന്ന പേരിൽ മദ്യത്തിന് വില വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. 400 കോടി രൂപയാണ് ഇതിലൂടെ അധിക ധനസമാഹരണമായി സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് ലിറ്ററിന് 2 രൂപ നിരക്കിൽ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തും. അതായത് പെട്രോൾ, ഡീസൽ വില മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉള്ളതിനേക്കാൾ കൂടുതൽ വീണ്ടും കേരളം നൽകേണ്ടി വരും. പെട്രോൾ, ഡീസൽ വിലയ്ക്കും സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ടിലേക്ക് പോകുമ്പോൾ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുമ്പോൾ അവിടെയും വില വർധന, അതായത് സംസ്ഥാനത്ത് ജനങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാകാൻ പോകുന്നത് ഈ ഇന്ധനവില വർധന തന്നെയാകും. ഇന്ധനവില വർധനയുടെ പരിസമാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് അവശ്യ സാധന വില വർധന തന്നെയാകും. സംസ്ഥാനത്ത് അവശ്യ സാധന വില വലിയ രീതിയിൽ വർദ്ധിക്കും. ഇന്ധനവില ഈ സെസ് ഏർപ്പെടുത്തിയ നേരത്തെ തന്നെ വില വർധനയ്ക്ക് കാരണം സംസ്ഥാന സർക്കാർ അധിക നികുതി ഈടാക്കുന്നതാണെന്ന് വിമർശനം ശക്തമാണ്. അത് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട വലിയ പ്രക്ഷോഭങ്ങൾ സംസ്ഥാനം നടന്നതാണ്. പക്ഷേ അപ്പോഴും ആ ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നു. 750 കോടി രൂപ അധിക ധനസമാഹരണമായി സർക്കാർ അതിൽ രക്ഷപ്പെടുന്നു. വരുമാനം പ്രതീക്ഷിക്കുന്നു. മദ്യത്തിനും വില വർദ്ധിപ്പിക്കുന്നു. മറ്റ് സേവനങ്ങൾക്ക് വലിയ രീതിയിൽ വർധനയുണ്ട്. പട്ടയഭൂമിയിൽ ഈടാക്കുന്ന വാർഷികാടിസ്ഥാന ഭൂനികുതി വാണിജ്യ വ്യാവസായിക ഉപയോഗത്തെ അടിസ്ഥാനമാക്കി പരിഷ്കരിക്കാൻ സർക്കാർ തീരുമാനമെടുക്കുന്നു. 20% ഭൂമിയുടെ ന്യായവിലയിൽ ഫെയർ വാല്യൂവിലുണ്ടായ വർധന. കോടതി ചെലവുകൾ വർദ്ധിക്കും. കോടതി വ്യവഹാരത്തിൻ്റെ ചെലവുകൾ Nirmala ji, thank you so much for giving us this first budget interview to a streaming service and a private news channel. Through this interview, you will reach the length and breadth of the country through all our News 18 channels, CNBC TV 18, CNN News 18, News 18 India, and a slew of digital properties, moneycontrol.com, First Post, and news18.com. Thank you so much for this. My first question, this is your 5th budget. You were navigating 2 epochal events in the last couple of years. One was the ongoing pandemic and its impact, and the other was the war in Ukraine. What I would like to understand from you is what was going on in the mind of Nirmala Sitharaman, and how she was dealing with policy making in these last 5 historic years.
You're starting with a very difficult question, because difficult not for any other reason but to capture the experiences, the as they say, anubhav, going through that, and also to look back at it now when you're probably slightly out of it is very difficult to describe in, let's say, a short brief answer. I can understand. But yet, if you have to really capture it, I had no precedent before me to handle such a situation. There were no given templates. There were no examples to follow. And there were no theories which would have worked in such context. So essentially, we were going by continuous conversation with all kinds of stakeholders. Those who have directly some thing to say about the industry and its suffering, MSME and its suffering, or even those who are observing it with a more discerning eye. So we had to engage in conversation continuously with all people, take their view, weigh it for ourselves to see which one is all right, which is more suitable for us and which is not. Yes. And also take courage in saying it may not work out for us in one particular way, because eventually somewhere all this has got to be answerable. And therefore I think I would immensely recall the ways in which Honorable PM led the conversation with us. He would never tire himself from meeting us. He would never say not today. So with all necessary precautions taken for COVID, following the protocol, we would still meet and talk about things. But eventually, whatever has been at that time decided and put out as schemes, one thing which was not so much relevant for dealing with the pandemic itself, but yet had to be done, was not to let go the opportunity to continue the reform process. Yes. So that was carried on. But we may do so many things. We may have a stable leadership, clear-headed leadership which stands by us and gives us the guidance under the Prime Minister. And we may come up with the proposals and also launch some specific schemes at that time to benefit, to give relief and so on. Eventually it is the way in which the people of India have absorbed it all. Absorbed it and found best ways to go around it with this kind of a succor which is coming from the government, or some hand holding which is coming from the government. May not be adequate, but so the credit goes to the people of India for having so been in clued position with the government's every decision making, and kept pace with it all. And that is why today we are where we are. Entirely the way in which people of India have absorbed whatever has been done from the government side and put it to effect in the ground. No, you make a very important point. I think you never gave up on reforms in the last so many years. Despite, come what may, pandemic, war in Ukraine, and that I must concede. I clearly remember that many experts and economists at that time panned the government, panned India, that we were not doing enough for stimulus in the COVID period. And I remember they cited examples of Western economies, European economies, saying that we should at least give 10 to 20% of GDP. That's the bare minimum we should do. Now in hindsight, do you think that it was good to ignore that advice and be tight-fisted, and that is showing up today? Yes, that is why in answering earlier your question, we had to do our homework for every such input which came in at that time. Why? We could have always said, no, this is what appeals to us, and we would have gone ahead. No, but we had to consider every such advice which came in, and also go through the depths of what it would mean, how will it be executed, whether it can really bear the results and so on, only because whether we choose one way or not,
we should know why we have not chosen a particular way and be able to justify saying our understanding was this and that's why we didn't take it. Today I have the advantage of looking back at it and say, good that I didn't take it because the results would have been very different. But the fact remains that we went through every one of the suggestions with equal open-mindedness and rigor. You know, so, Nirmala ji, if I look at this budget, coming to this budget, the central theme, and you know, you've elaborated, you've articulated it in your speech subsequently as well, but I would still like to ask this question, that there is a big push to capital expenditure on one hand, on the other you've also given a lot of money into the hands of the middle class and the rich so that there is a consumption boom. You know, all this while keeping the fiscal discipline in place, you know, as you had promised. 5.9%, so that's giving some comfort to everyone. What I want to understand is, what are the few outcomes, big outcomes that you're looking at from this budget? If well executed, if the states and the center work together, I expect tourism to really see a sea change. Flow of people coming in both from one other states and also from abroad. It should actually be a good way of, you know, keeping the economy active. If that is going to be this year and also medium term, I also see the momentum that PM Vikas scheme is going to come up with. Because what it does, at least from the way in which I have done this work on understanding that scheme and to see how best it can be tailored, it touches that segment which is sort of self-employed, which has skills, which may be traditional skills, but which are very productively used, and that itself has a huge market, niche market of its own. If by launching PM Vikas, we will be able to touch upon a large section, not confined to any particular few castes which go by the description Vishwakarma, but we are including everybody who uses his hand with some tools, produces things. That's a huge layer which doesn't get covered under A scheme or B scheme or C scheme. Now we are touching them. We are actually giving that material difference of receiving better attention, better raw material, better marketing, better professionalized way of aggregation and so on, with better fair rated credit from bank and so on. I think that layer which has remained unseen, untouched till now, but very recognized because of the quality of products that they produce, will now make a big difference to us. Equally, the push on green is not going to be any less. In every sector, there's been provisions made in the budget for them to do the transition from depending on fossil fuel to a renewable energy source based fuel. And that will touch every walk of life, not just farmers, not just women in household, both from the point of view of user and also producer. You will generate enough power for yourself and be able to also sell it. And the final but most important, I would think, is the way we are going to shake up and also give life to the self-help women's groups which exist in the rural parts of the country. Some states have extraordinarily done well on SHGs in the last few decades. It's not as if they have been formed only today. A couple of decades they've been on the ground. 81 lakh of them groups exist, and it is they who we are now trying to aggregate, bring them together like clusters, see what they want to do in terms of production or services. For instance, I just bring in a very private sector example. Lijjat, the papad, after all was a women's somewhat self-help group. Look at the kind of product, the quality, the branding, the perception about what is Lijjat can always be superior in quality. There's never a compromise on it, and people seek it, even though from the general papad pricing it is slightly higher in price, but still people prefer it. So like that, SHGs, and I don't want just to end with the papad making, it should be everything else also.
So depending on the skill sets available, the raw material available, we want to make sure that SHGs do come in to benefit from government policy and also through digital marketing, run professionally as well. That's interesting. You know, your budget was very well received by the markets. In fact, while you were speaking, the markets were really going up. But you know, the rout in the Adani stocks somewhat spoiled the party. You know, there is a general nervousness in the market. How does your government see this? I look at the budget for having covered all the sections of the society. We've tried, and it has been a detailing that which has consumed a lot of time in preparation of this budget. The details is what has brought the difference in touching so many different sectors and segments of our society. We've got something on offer for each one of them. So therefore, if it's being received very well, I'm very glad. But of course, that motivates me to be able to now take it upon myself to better implement it down to the last person who's aimed at. So I would think the impact of the budget, the immediate impact of the budget on the market, and subsequent to, let's say, for whatever reason it trailed back, I think in the next few days the budget's impact will still continue to hold the markets high. You know, the opposition is taking aim at your government, saying that the banking and insurance companies have large exposure in Adani stocks. You know, and the investors and the broader market is looking to you for some direction on this issue. Is our banking and insurance system resilient to take this shock? I want to recall the words, you know, coming from the horse's mouth has greater credibility. Both SBI and LIC have issued detailed statements, and I know the chairperson or the CMD has himself come out and explained how they are not overexposed or whatever they said. Yes. And also said, look, we are sitting over profits for the exposure that we have, which is well within the limit. That's what I understand they have said, and I've again read it through the media. They have very clearly said that their exposure is very well within the permitted limits, and that they are, even now with the valuation falling as well, they are still sitting over profit. So if that is the horse's mouth, as I refer to, word from the horse's mouth, but in general, both with the RBI, we do have the Financial Stability Board's meeting, which happens once in 6 months. We meet, even recently we have met. So I can only very clearly say, both the RBI and we, because of the FSB's meeting, Financial Stability Board's meeting, know that the Indian banking system, if anything, at this stage, for me to use this word, I want to use it with a sense of responsibility, like having gone through the twin balance sheet problem. Indian banking sector today is at a comfortable level, with their NPAs coming down to absolutely low levels, recovery is happening, and their position is very sound, which gets reflected in the fact that when they go to raise monies in the market, they are absolutely comfortably raising monies as well. So the entire macroeconomic analysis which any expert would do also highlights the fact that how comfortable the Indian banks are placed in. That cannot be that if they are at risk. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാൻ ഈ ബജറ്റിൽ ആയിട്ടില്ലെങ്കിലും എല്ലാ മേഖലകളെയും സ്പർശിക്കാൻ ധനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതും വ്യക്തമാണ്. അതേസമയം എല്ലാ സേവന നിരക്കുകളും വർദ്ധിക്കുന്നു, മദ്യത്തിന് വില കൂടുന്നു, വാഹന വിലയിൽ വർധനവുണ്ടാകും, അതുപോലെ വാഹനത്തിന് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും ജനത്തിന് ആഘാതം ഒരുപക്ഷെ ഏൽപ്പിക്കാൻ പോകുന്നത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവായിരിക്കും. പെട്രോളിയത്തിന് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു, വൈദ്യുതി നിരക്ക് കൂട്ടിയിരിക്കുന്നു, വൈദ്യുതി തീരുവ 5% വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വിലക്കയറ്റം നേരിടാൻ 200 കോടി രൂപ ഈ ബജറ്റിൽ വകയിരുത്തുമ്പോഴും വിലക്കയറ്റത്തിന് വഴിവെക്കുന്ന നിരവധി വർധനകൾ
ഈ ബജറ്റിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഏതായാലും ബജറ്റ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നു, മത്സ്യബന്ധന മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നു, ഒപ്പം തന്നെ ടൂറിസം മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നുണ്ട്. ടൂറിസം മേഖലയ്ക്ക് ടൂറിസം ഇടനാഴികകൾ 7 അതിൽ 50 കോടി രൂപ അതിനായി നീക്കിവെച്ചിരിക്കുന്നു. അപ്പോൾ എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ ചേരുന്നു. അരുൺ, എല്ലാ സാധനങ്ങൾക്കും വിലവർധനവിലേക്ക് വഴിവെക്കുന്ന ഒരു ബജറ്റാണോ നമുക്ക് മുന്നിലുള്ളത്? മനു, തീർച്ചയായും ഏറ്റവും എളുപ്പം ധനസമാഹരണത്തിന് വരുമാന വർധനയ്ക്കുള്ള വഴി തന്നെ സർക്കാർ തേടിയിരിക്കുന്നു. സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ട് എന്ന പേരിൽ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മദ്യത്തിനും അതുപോലെ തന്നെ ഇന്ധനത്തിനും നികുതി വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ പോയിരിക്കുന്നത്. GST വന്ന ശേഷം സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളാണ് ഇന്ധന വിലയിലൂടെ ലഭിക്കുന്ന നികുതിയും അതുപോലെ തന്നെ മദ്യവും. മദ്യത്തിന് 500 രൂപ മുതൽ 999 രൂപ വരെ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു ബോട്ടിലിന് 20 രൂപ നിരക്കിലും 1000 രൂപ മുതൽ മുകളിലോട്ട് വരുന്ന മദ്യത്തിന് ബോട്ടിലിന് 40 രൂപ നിരക്കിലുമാണ് സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുന്നത്. കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പാണ് സംസ്ഥാനത്ത് മദ്യവില 20 രൂപ വരെ വർദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റിൽ മദ്യവില വർദ്ധിപ്പിക്കില്ല എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് മദ്യത്തിൻ്റെ സാമൂഹ്യ സുരക്ഷാ സെസ് എന്ന പേരിൽ മദ്യത്തിന് വില വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. 400 കോടി രൂപയാണ് ഇതിലൂടെ അധിക ധനസമാഹരണമായി സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് ലിറ്ററിന് 2 രൂപ നിരക്കിൽ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തും. അതായത് പെട്രോൾ, ഡീസൽ വില മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉള്ളതിനേക്കാൾ കൂടുതൽ വീണ്ടും കേരളം നൽകേണ്ടി വരും. പെട്രോൾ, ഡീസൽ വിലയ്ക്കും സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ടിലേക്ക് പോകുമ്പോൾ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുമ്പോൾ അവിടെയും വില വർധന, അതായത് സംസ്ഥാനത്ത് ജനങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാകാൻ പോകുന്നത് ഈ ഇന്ധനവില വർധന തന്നെയാകും. ഇന്ധനവില വർധനയുടെ പരിസമാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് അവശ്യ സാധന വില വർധന തന്നെയാകും. സംസ്ഥാനത്ത് അവശ്യ സാധന വില വലിയ രീതിയിൽ വർദ്ധിക്കും. ഇന്ധനവില ഈ സെസ് ഏർപ്പെടുത്തിയ നേരത്തെ തന്നെ വില വർധനയ്ക്ക് കാരണം സംസ്ഥാന സർക്കാർ അധിക നികുതി ഈടാക്കുന്നതാണെന്ന് വിമർശനം ശക്തമാണ്. അത് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട വലിയ പ്രക്ഷോഭങ്ങൾ സംസ്ഥാനം നടന്നതാണ്. പക്ഷേ അപ്പോഴും ആ ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നു. 750 കോടി രൂപ അധിക ധനസമാഹരണമായി സർക്കാർ അതിൽ ലക്ഷ്യമിടുന്നു. വരുമാനം പ്രതീക്ഷിക്കുന്നു. മദ്യത്തിനും വില വർദ്ധിപ്പിക്കുന്നു. മറ്റ് സേവനങ്ങൾക്ക് വലിയ രീതിയിൽ വർധനയുണ്ട്. പട്ടയഭൂമിയിൽ ഈടാക്കുന്ന വാർഷികാടിസ്ഥാന ഭൂനികുതി വാണിജ്യ വ്യവസായിക ഉപയോഗത്തെ അടിസ്ഥാനമാക്കി പരിഷ്കരിക്കാൻ സർക്കാർ തീരുമാനമെടുക്കുന്നു. 20% ഭൂമിയുടെ ന്യായവിലയിൽ ഫെയർ വാല്യൂയിലുണ്ടായ വർധന. കോടതി ചെലവുകൾ വർദ്ധിക്കും. കോടതി വ്യവഹാരത്തിൻ്റെ ചെലവുകൾ വർദ്ധിപ്പിക്കും. ആധാരം രജിസ്റ്റർ ചെയ്തതിനു ശേഷം 3 മാസത്തിനോ 6 മാസത്തിനോ അധികമോ നടത്തുന്ന തീരാധാരങ്ങൾക്ക് നിലവിലുള്ള മുദ്രവില നിരക്ക് ഒഴിവാക്കുമെന്ന് പറയുമ്പോഴും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ ചെലവ് വർധനയുണ്ടാകും. റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ ആഗോള സാമ്പത്തിക മാന്ദ്യം കണക്കിലെടുത്തുകൊണ്ട് ഈ മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നതിൻ്റെ പേരിലാണ് 6 മാസത്തിനകം കൈമാറ്റം ചെയ്യുന്ന ഫ്ലാറ്റ്, അപ്പാർട്ട്മെൻറ്റ് എന്നിവയുടെ മുദ്രവില 5% നേരത്തെ കുറച്ചിരുന്നത്. ഇത് 5%. Some of the global investors as well, as a knee-jerk reaction, seem to have pulled out some money in the last couple of days. Some have put, fresh investments on hold. What would your message be to the global investors? India remains as before an absolutely well-governed, stable government and also very well, regulated financial market. And as a result, I think the investor confidence which existed before shall continue even now. Our regulators are normally very, very stringent about certain governance practices, and therefore they shouldn't. One instance, however much talked about globally it may be, I would think is not going to be indicative of how well Indian financial markets are governed. So many lessons have been learned over the decades, and therefore I think our regulators have kept our market well in prime and prim condition. Thank you. That's very reassuring coming from the Finance Minister. Let me move on to the next question around the budget, and this is to do with the economy. Is the current recovery due to pent-up demand, or do you think that this will be sustained? I think it will be sustained because the pent-up demand argument was very right nearly 4-5 quarters ago, when post the Omicron we were coming back. People thought 2022 festival season was driven by revenge shopping, pent-up demand and so on. But
that can't, pent-up demand won't stretch itself for more than one season if you want to, take it that way. 2022 festival season was in its normal course and there was no exaggeration in the markets or even in consumption. So I think it has now reached a level where it will sustain itself. No, I ask this question also because the rural demand is still tepid. Looking at the commentary coming from FMCG companies in India. Also, if we look at, the work under the Manrega scheme and the, and FMCG results, I ask this question in this context as well. Can aggregate demand be more robust? I'm sure you observe the Indian economy as well, yes, in all its great detail. Demand doesn't remain stable and then it doesn't remain only going upward. It does come down sometimes and does go up some other times. In fact, at that time, during the pandemic, even during the lockdown, most of us felt the rural demand is very high, and what could explain it? We thought that the farm outputs were very good, and as a result, they were having quite a few money in their hand, and therefore they were able to sustain it. So that happens soon after the harvest. But rural demand even today, in terms of the people who are in the farm equipment manufacturing areas, are quite comfortable with what is going on in the rural market. It's not as if demand has affected them. So people are purchasing equipments to do their tilling or farming activities. That's one. I'm not just talking about tractors, but even the other equipments which go in. One. And second, also rural demand which is FMCG related or your daily consumption related items. Your GST revenues, whilst I don't want to say that revenue GST going up is purely on rural, it may be urban and rural, but it means that it cannot be maintaining a sustained level if one of the segments, rural or urban, really fall down drastically. So I don't think it's worrisome, if at all, any drop. The RBI governor says that the worst of inflation is behind us. So can the RBI then take a more relaxed view of monitoring, tightening and support growth in the coming weeks and months? Well, I realize that if I do comment, it will look as if I'm guiding the RBI or anything like that. No, broadly speaking. But I suppose, yes, the way in which inflation has come down, both by RBI's action and by the government's action, and the government's action has been steady and at it for some time. So I expect, since the fall in the inflation, it doesn't seem to be just a momentary or a 1 month affair. It should sustain itself in the process of coming down, and therefore they should, and you're right, therefore there shouldn't be that much pressure on the central bank to keep the pace of increasing the rates. So, but the MPC will take a call. Of course. Any concern that you feel is there because of the twin deficit problems? It's not as severe as before. Yes. Yes, when exports come down, you're going to have the current account deficit. But it's also now suddenly going up as well as it was before, a couple of months ago, one. And second is also the import. Imports also keep slightly going up sometimes, but it's also coming down. If these two factors are primarily the ones which we have to concern ourselves with, monthly fluctuations I say. Yes. Fluctuations should not worry us, but if every month there is a steady decline and there doesn't seem to be a sign of increase or coming upward, uptick as you would say, if there is no chance of an uptick predicted in the next few months, then I think I should worry. But monthly looking at coming down and going up need not worry us so seriously. Okay. So next year the centre and states will spend rupees
13.7 lakh crore as capital expenditure. By any account, it's a phenomenal number. Capacity utilization in the manufacturing sector is at about 72%. My question is, when do you think that the private sector will enter this virtuous cycle of capital spending? They are in it already, I would think. There has been a minor uptick. But I've been explaining this. I'm not sure if industry is explaining it as much, but I read it. So I keep read it in the sense my inferences based on the kind of discussions which happen. India's industry, the old India industry as well as the new, which is the IT related industry, software and so on, both old India industry and this, are transitioning also with the energy related matters, are transitioning also in the way in which their shop floors are operated. So the investment that they make is not to create one more unit of what they already have. The investment that they have to make, and therefore the conscious decision that they have to take, will now also look at not just expanding existing capacity the way it is, but also looking at bringing high technology, Web3, robotics, 3D printing and so on. So that together with moving towards more renewable energy use, making a green product of what they are making. For instance, steel industry is facing huge barriers in Europe. Now, their business of having to invest and expand now would be not to just produce more steel, but to produce green steel. So the investment there has three new dimensions which have never been into consideration earlier. Invest and produce green, produce also with the efficiencies of technology. So all this, when comes into play, when your decision making is being done, does take time and more resources. So I would want to give that advantage for India's private sector, that yes, their process is going to be somewhat more complicated in terms of taking the decision, but I think the atmosphere is conducive for that on all grounds, technology, green and so on. I'm kind of curious that while you've given a boost to capital expenditure and increased outlay to PM Awas Yojana, you've also cut the Manrega budget by almost 33% or 30,000 crore. Why have you done that? Actually, the answer lies in your own question. Okay. PM Awas Yojana is also to be done by workers in the area, rural area, who normally would have gone for, let us say, in the absence of this, would have gone for Mahatma Gandhi Rural Employment Guarantee Scheme. Right. That's one answer, because even this has got to be done by people in the rural areas who are looking for jobs, just as Jal Jeevan Mission also goes through rural works. So they have these opportunities as well, which are coming not in a small incremental change, 6% increase, 79,000 crores for PM Awas, and also Jal Jeevan also getting a huge allocation. So these two also are there along with them. Second, Manrega is a demand-driven scheme. The more people come saying we want the job, we give them the work. So what is stated at the budget time estimate tends to keep adding to its resources or demands based on what comes from states. I need more. Then we add more to it and go to the parliament with a supplementary demand. So if you see the last 3 to 4 years, inclusive of the COVID year, naturally, yes, the BE number and the RE numbers are so different, in that the RE is much higher. And if you now go back to the last 2 years where the actual numbers are available, BE, RE and the actuals, you will see the actuals are lots more than the BE, and in some cases exactly as much as the RE, which is enhanced, or even better than the RE in increased amount when you realize it in the actuals. So you end up spending a lot more even as you're going on. So I'm a bit now worried that
this is becoming a staid question. Manrega, you cut it. Just see the pattern for the last 3 years. It starts with a number at the BE, keeps going on because it's demand driven, and when the supplementary demand stage comes, it's actually a lot more. Yes. So more opportunities have been created, so that's right. Yeah, so I agree. The real average GDP growth rate is 6.5%, as the economic survey says. With a little more reforms, the survey posits that it could even be a little higher at 7 to 8%. Now, what is the realistic and the desirable sort of growth rate for India if it were to become, the third largest economy in the world by the end of this decade? Desirable is one thing, but that desirable number will have to be tempered down by the global realities. Yes. The kind of uncertainties with every economy in the world faces. I don't think any one economy is so immune that the global volatilities don't affect them. So every economy is affected, particularly for a country like India, which for at least two critical items entirely depends on imports: fuel, fertilizer. So when you're looking at importing that many big ticket items, your uncertainties are lots more and lots more pronounced. But even provisioning for that and building a budget, we have definitely ensured that we will be not as much be affected by such uncertainties as would any other country be. And therefore the numbers that we've given for the growth is very realistic. Right. One thing that struck me this time when I was listening to your budget speech was the absence of any mention of disinvestment or asset monetization. Why was that? Why has that at least seeming to take a backseat in the last year or so? No, it is still there in the budget documents. Right. It may not have been a part of my speech, but it is in the appendix to the speech. It's also in the rest of the documents where we give the actual numbers and the activities which are going on and so on. See, the cabinet has after all taken a call that certain companies will have to be privatized, and that motion has the approval of the authority concerned, which is the cabinet. So the process goes on. But of course, because we'll have to also see when is the best time for it to be done, given the fact that we've already done the homework and kept it ready for just going out to the market, this consumes a lot of time, this preparatory time. Absolutely. Yeah. Post that is when we literally watch out for the market and then put it out. So both the factors, preparation and best time in the market, influence when you put it out. The process is on many of these items. So you're saying it's a question of timing. The commitment to privatization remains as strong as Absolutely, particularly on those where the cabinet has already given the go-ahead. So last year you'd spoken about the privatization of two PSU banks. What happened to that? Have you identified the banks as the process on? This is what is happening. The process is on. The amendments will have to happen in the act, right. And then also look at the market, and then it'll have to go through. So it is very much on. Of course, it's on, because the cabinet has given the approval. Right. So, Nirmala ji, the export sector is suffering because of slowdown in major markets. What are the options to mitigate the impact of weak international economies for us today? See, it has two-sided problem. One, you have to make up for those handicaps that Indian exporters face, whether in logistics, whether it is the cost of electricity, or whether it is any other inherent handicap that they may have in terms of labor or in terms of the place they are located in and so on. So for these inefficiencies because of certain handicaps, it is necessary to give them some kind of a redressal, in the sense give them some incentive, or the RODTEP like scheme which is already on. So that's one thing. But it's also the usual way in which you would say, if a market is difficult, look for newer markets. If a market is difficult, see what you want to do about making yourself attractive for that market. You do road shows, or you spend money in branding yourself, or you appoint such agents who will tell us about the
tastes in that and preferences in that market and so on. And looking for another market, you will obviously spend some money and go on road shows, open up avenues there. But today, the typical problem that you face, not just you, meaning Indian exporters, but many face, is the lack of demand in those markets because of recession, which are normally our marketplaces where we send our products, whether it's your textile, whether it is your diamonds, whether it's your gems and jewelry, whether it is your tea, whether it's your basmati rice, and so on. So I'm taking those which are symbolic of India. There are others, components, auto components, electronic parts, which you very well manufacture today. So when the recession has hit these economies, and when I say these economies, not just those in which you're present, but even for the newer markets which you might otherwise aim at, all of them are hit by it. So that's where the problem gets even more compounded, and we'll have to work together with the exporters to see how best we can help it. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാൻ ഈ ബജറ്റിൽ ആയിട്ടില്ലെങ്കിലും എല്ലാ മേഖലകളെയും സ്പർശിക്കാൻ ധനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതും വ്യക്തമാണ്. അതേസമയം എല്ലാ സേവന നിരക്കുകളും വർദ്ധിക്കുന്നു, മദ്യത്തിന് വില കൂടുന്നു, വാഹന വിലയിൽ വർധനവുണ്ടാകും, അതുപോലെ വാഹനത്തിന് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും ജനത്തിന് ആഘാതം ഒരുപക്ഷെ ഏൽപ്പിക്കാൻ പോകുന്നത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവായിരിക്കും. പെട്രോളിയത്തിന് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു, വൈദ്യുതി നിരക്ക് കൂട്ടിയിരിക്കുന്നു, വൈദ്യുതി തീരുവ 5% വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വിലക്കയറ്റം നേരിടാൻ 200 കോടി രൂപ ഈ ബജറ്റിൽ വകയിരുത്തുമ്പോഴും വിലക്കയറ്റത്തിന് വഴിവെക്കുന്ന നിരവധി വർധനകൾ ഈ ബജറ്റിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഏതായാലും ബജറ്റ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നു, മത്സ്യബന്ധന മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നു, ഒപ്പം തന്നെ ടൂറിസം മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നുണ്ട്. ടൂറിസം മേഖലയ്ക്ക് ടൂറിസം ഇടനാഴികകൾ 7 അതിൽ 50 കോടി രൂപ അതിനായി നീക്കിവെച്ചിരിക്കുന്നു. അപ്പോൾ എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ ചേരുന്നു. അരുൺ, എല്ലാ സാധനങ്ങൾക്കും വിലവർധനവിലേക്ക് വഴിവെക്കുന്ന ഒരു ബജറ്റാണോ നമുക്ക് മുന്നിലുള്ളത്? മനു, തീർച്ചയായും ഏറ്റവും എളുപ്പം ധനസമാഹരണത്തിന് വരുമാന വർധനയ്ക്കുള്ള വഴി തന്നെ സർക്കാർ തേടിയിരിക്കുന്നു. സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ട് എന്ന പേരിൽ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മദ്യത്തിനും അതുപോലെ തന്നെ ഇന്ധനത്തിനും നികുതി വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ പോയിരിക്കുന്നത്. GST വന്ന സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളാണ് ഇന്ധന വിലയിലൂടെ ലഭിക്കുന്ന നികുതിയും അതുപോലെ തന്നെ മദ്യവും. മദ്യത്തിന് 500 രൂപ മുതൽ 999 രൂപ വരെ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു ബോട്ടിലിന് 20 രൂപ നിരക്കിലും 1000 രൂപ മുതൽ മുകളിലോട്ട് വരുന്ന മദ്യത്തിന് ബോട്ടിലിന് 40 രൂപ നിരക്കിലുമാണ് സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുന്നത്. കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പാണ് സംസ്ഥാനത്ത് മദ്യവില 20 രൂപ വരെ വർദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റിൽ മദ്യവില വർദ്ധിപ്പിക്കില്ല എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് മദ്യത്തിൻ്റെ സാമൂഹ്യ സുരക്ഷാ സെസ് എന്ന പേരിൽ മദ്യത്തിന് വില വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. 400 കോടി രൂപയാണ് ഇതിലൂടെ അധിക ധനസമാഹരണമായി സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് ലിറ്ററിന് 2 രൂപ നിരക്കിൽ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തും. അതായത് പെട്രോൾ, ഡീസൽ വില മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉള്ളതിനേക്കാൾ കൂടുതൽ വീണ്ടും കേരളം നൽകേണ്ടി വരും. പെട്രോൾ, ഡീസൽ വിലയ്ക്കും സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ടിലേക്ക് പോകുമ്പോൾ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുമ്പോൾ അവിടെയും വില വർധന, അതായത് സംസ്ഥാനത്ത് ജനങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാകാൻ പോകുന്നത് ഈ ഇന്ധനവില വർധന തന്നെയാകും. ഇന്ധനവില വർധനയുടെ പരിസമാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് അവശ്യ സാധന വില വർധന തന്നെയാകും. സംസ്ഥാനത്ത് അവശ്യ സാധന വില വലിയ രീതിയിൽ വർദ്ധിക്കും. ഇന്ധനവില ഈ India's trade deficit with China has hit $100 billion in 2022, $100 billion in 2022. Imports keep rising, exports to China are falling. Is this situation acceptable to us? How do we really reverse this trend? No country would want its exports to languish and imports to balloon with any trading partner. But the issue has two-pronged answers. We should be conscious not to have to consume things which come, overly from only one destination.
But that doesn't mean I'm imposing any view. We should also be conscious of buying it from elsewhere if it is necessary at all. And for India's exports, it has to also look at ways in which market can be expanded in that territory or in any other geographical jurisdiction. So it is always a twin game. It's like a pair of scissors. You have to look at both the sides. You know, what do you make of this growing clamor, especially in some opposition ruled states like Chhattisgarh, Madhya Pradesh, Rajasthan, to bring back the old pension scheme? You know, in fact, Deputy Chief Minister of Maharashtra, Devendra Fadnavis ji, has also spoken about this. He said he'll look into the matter. What is the government's view on this? See, when I talk about government's view, I don't want to speak as though this government view or that government's view. Who, after all, implemented it for the first time? After the decisions were taken at different layers of officialdom, the political dispensations which brought this in was not just NDA. UPA was actively those who brought it forward. The entire question of introduction of OPS, new pension scheme, was during the Congress's period. They didn't at that time talk about rollback. They didn't at that time talk about any, bringing the old system back or anything of that. So now, if without adequate looking into of what it means, are we paying the current generation of pensioners by loading it onto the future generation? That's right. And how far, because in government the arguments will quickly come back to you saying, but when government borrows, it's also leaving a burden on the future generation and so on. But that's the argument. Would we all look at what is a reasonable balance? Would we look at what is it that we are leaving for our generations to come? Yes, you will have to have an economy running, you will borrow to a certain extent. But unless we have a complete understanding of this, the fiscal implication, the fiscal health of the state, not just today, for the next decades, to rush to a conclusion may not be. Right. And I was glad to hear in one of the book release programs that I attended, Sri Montek Singh Aluwalia talk about it. It's not I'm taking up something which emerged out of a private conversation. Right. In a book release, publicly, when asked, he did respond. So it's not as if now we are talking on political lines. We have to talk on Indian economy, its strength, not just Indian economy as Government of India, but every state's economy, and then take a call on it. That's right. Let's move on to the personal tax front. I think it is one thing that has really wowed everyone, wowed the middle class, your core vote bank also of the BJP. You want obviously people to move to the new tax regime. So by when will you then look at phasing out 80C and 80D deductions? Because that's really the core of investments, healthcare. When will this happen? What is your time frame to sort of move to the new tax regime entirely? No, I'm not given myself a time frame. I'm more looking at it to make sure every Indian citizen makes his own choice, her choice. It's one thing for me to say I'm bringing in a better system, which is going to be less complicated, in fact, least complicated, which also is going to give you a rate which is going to be reasonable for each one of our levels of income, and make it attractive, therefore, for compliance and also for the rate. I pay less tax there. But it's another thing to have a system which is going on, where unfortunately I don't want to criticize anybody. Unfortunately, the impression is I have so many exemptions given, which incentivizes me to save for insurance cover,
for medical cover, for even saving for better interest earning that I can have, and so on. I don't want people there to think that I've denied them that. Please if you want to have it that way. But it's not just one government or the other. In general, the philosophy that governed it was you'll have all those exemptions and you'll feel tempted to have yourself cover, insurance cover, give yourself insurance cover or savings or whatever. But your tax rates were so high. Yes. So it's nice to give you some incentives, but good enough for me to have a big return in terms of the tax that I collect. Yeah. But whereas what I'm giving you now, which was introduced 2 years ago, this is the second regime, and Prime Minister was very clear that taxpayers should know actually what they're paying and exactly feel comforted that they're not paying much, and actually bring in rates down, make it simple so that anyone sitting at home should be able to file their returns and know, and that's the end of the story. I don't need to keep immense documents and so on. So we brought that in, and steadily we are making it attractive, but not forcing anybody to get out of the exemption regime. But the fact remains there that the rates have been very high and you still got some discounts so that you can go with your... So how many people do you think will migrate? Any sense that the government has? I'm more talking about the layers which are covered yes. by these beneficial tax rates. I would think in that layer at least 50% will come 50%. That's a big number. And what is the current number? Any idea that the government has of that? Yeah, I have a number, but I don't think I can off the cuff say it. Okay. This is a slightly broader question. You've been extremely successful in widening the tax base. As the base has widened, the tax slabs tend to go down. Do you think that could you consider in the long run bringing the top tax slab to 25%, just in line with your corporate tax rate, top corporate tax rate? Would that be the vision going forward? Well, eventually the tax rates must be absolutely low and the assessee friendly. Citizens cannot be burdened with taxation. But that is when I have widened my base sufficiently. It can't be that few people pay and they pay huge amounts and I have to run the system. It shouldn't be that. It should definitely be wider the base, lower the tax, and therefore achieve both the objectives of collect your tax from those who can pay it, but collect enough so that you are able to run your schemes. The new income tax regime, there is a feeling that it disincentivizes savings. How do you react to that? I gave you the logic. Yeah. I can always incentivize you, go for insurance, go for savings, go for this, and come up with a fantastically high rate and say, all right, I've given you discounts, but I need my money. Instead, I'd prefer a completely acceptable and lower rate of interest, lower tax rate, and people to feel that, all right, I'm not being burdened, there's no reason for me to avoid or evade the tax and pay it up. And you have the choice of deciding your own saving instrument, right? You're not... I was going to say, I'm on the side, or I belong to that school of thought which says, if the taxpayer is left with more money in his hand because we collect less tax, I would think that he's the best judge to decide where he has to put his money, and he doesn't need an incentive to run his family or to protect them from ill health or to not bother about his future, save for future and so on. So why do we want to underestimate our citizens? If I give very high tax rate, then I also have to tempt them to say, all right, go about saving it because I'm giving you some incentive here. But I've left more money because I tax you less. You are the best judge to do what you want with your money. Some of the experts feel that it was a rather bold move for you to reduce the rich tax from 42.7% to 39% in what is an election year. But is it that you've given some and taken away from the other hand as well, and so it's a zero-sum game in a sense? Where have I taken away? The real estate, earlier you could move money to real estate, now the cap is 10 crore, beyond 10 crore there is no...
There are a couple of That's not taking away. It is like saying, I mean, beyond 10 crore of a house that you have, why do you want to also expect favors for a second or the third or the fourth? Correct. And there have been instances, I might say, without revealing any names or any kind of people who have bought house, sold house, made immense profits out of it, but who still enjoy these sort of, 10 crore house, I should still get my benefits from the government. So the bold move in an election year. But I'm not give and take there. Okay. I've not given away something and taken away something. I'm only giving. Okay. I've not taken away anything. So that's as I said, a bold move in an election year, because people don't expect you to do it. No, but if you're referring to the surcharge, which I brought down, and which therefore is going to give benefit to some of the upper middle class and high net worth individuals. That's right. It's also because the Indian tax system should be seen for not being so harsh. With your 30% surcharge, you were reaching a total tax of 42 point something, 75 or something. 42.7%, yeah. 42% of tax taken away. Even a person who's that, talented enough, skilled enough, and is paid very well for his contribution to the firm and has a good earning. Yes. Take away nearly 42.7. Doesn't make our system look fair. Right. And therefore we brought it. MNCs are looking at a China plus one strategy. So you've also spoken about it in your budget speech. We've seen that the manufacturing and export of mobile phones from India has really gone up. Which are the other sectors in manufacturing that could benefit out of this China plus one? Well, the PLI that we've given out with Yes. 13 sectors is definitely a China plus one list, which is sunrise sectors, which are important sectors for India to have its own strength. That's exactly the China plus one kind of a. Okay. There is a funding winter in the startup ecosystem. In fact, some of the startups that were doing really well have come off their valuation highs. What is the government specifically planning to do about this? This government has done a lot for the startup community in the last few years. So what next? What would you do? I think the funding is also waiting to see more innovative startups claim for the next stage. It's not as if it's a funding winter, or it's not now a scarcity of funds. It's more funds seeing the opportunity that is available for them. And they want to look at better options also, even among the startups. Right. And India, which started in 2016 in a major push, I'm sure startups existed before, but the push happened with the Honorable Prime Minister in 2016 announcing a policy and subsequently coming up year after year some concession. So they also go through a cycle, one round done, the next round of good options. They are there, they will, I'm sure, be available. Nirmalaji, you will be meeting the G20 finance ministers and central bank governors later this month in Bangalore. What is your message to them, and what are your main agenda items that you will take up and highlight? The agenda, of course, is by now fairly well determined. We will be talking about the debt situation globally, because many countries which were even middle income countries have suddenly got into debt traps, and those traps are really vicious traps. They are not able to come out of it. Now, during the pandemic, debt servicing, there was a scheme which the IMF and also looking at the G20 formulation, there was a plan which had come, debt servicing, and many of these countries didn't have to service their borrowing for a certain period because of the pandemic, and there was a call for extending it. It was extended. But we are also making sure that enough monies are available with these institutions, multilateral institutions, so that they are able to better respond to situation, have better leverage over the funds that they already have with them. So these are matters of discussion: debt servicing, also debt financing, multilateral finance institutions and their reforms, about which Honorable PM has spoken several times: UN reform, IMF reform, WTO reform, World Bank reform, and so on. So we'll be discussing many of these.
also looking at a global kind of a SOP to be available, to be agreed upon for regulating crypto assets, whilst recognizing the central bank as the authority for issuing cryptocurrency. The rest of the assets which are being created outside, which are using very useful financial technologies, even those will have to be discussed, because regulation cannot be done by any one country singularly. It has to be a collective action, because technology doesn't brook any borders. Okay. Nirmalaji, you have to answer this question, specific question. You've presented 5 budgets so far. Which has been the most memorable budget? Very difficult to say. Each one had its own challenge, but well, each one has its own charm. Okay. Now, one last question. After months of hard work, you managed to put this whole thing together. How does Nirmala Sitharaman unwind? What do you do? Do you ever take a break? What do you do to unwind? Well, listen to a lot of music. What music do you listen to? Classical Indian music, both Hindustani and Carnatic. I sleep well every day. I think we should be in a happy routine. We should be in a happy place that the finance minister of the country sleeps well. Absolutely, because we have a good prime minister who's got that kind of a vision, and the strength of the leadership that he brings along helps the country. So yes, that too. Good sleep. Thank you, Nirmalaji, for your time. Thank you for the first interview to a private channel and a streaming service. And more importantly, congratulations on a very well delivered budget. Thank you so much. Thank you. Thanks for giving me this opportunity. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാൻ ഈ ബജറ്റിൽ ആയിട്ടില്ലെങ്കിലും എല്ലാ മേഖലകളെയും സ്പർശിക്കാൻ ധനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതും വ്യക്തമാണ്. അതേസമയം എല്ലാ സേവന നിരക്കുകളും വർദ്ധിക്കുന്നു. മദ്യത്തിന് വില കൂടുന്നു, വാഹന വിലയിൽ വർധനവുണ്ടാകും, അതുപോലെ വാഹനത്തിന് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും ജനത്തിന് ആഘാതം ഒരുപക്ഷെ ഏൽപ്പിക്കാൻ പോകുന്നത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവായിരിക്കും. പെട്രോളിയത്തിന് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു, വൈദ്യുതി നിരക്ക് കൂട്ടിയിരിക്കുന്നു. വൈദ്യുതി തീരുവ 5% വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വിലക്കയറ്റം നേരിടാൻ 200 കോടി രൂപ ഈ ബജറ്റിൽ വകയിരുത്തുമ്പോഴും വിലക്കയറ്റത്തിന് വഴിവെക്കുന്ന നിരവധി വർധനകൾ ഈ ബജറ്റിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഏതായാലും ബജറ്റ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നു, മത്സ്യബന്ധന മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നു, ഒപ്പം തന്നെ ടൂറിസം മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നുണ്ട്. ടൂറിസം മേഖലയ്ക്ക് ടൂറിസം ഇടനാഴികകൾ 7 അതിൽ 50 കോടി രൂപ അതിനായി നീക്കിവെച്ചിരിക്കുന്നു. ഇപ്പോൾ എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ ചേരുന്നു. അരുൺ, എല്ലാ സാധനങ്ങൾക്കും വിലവർധനവിലേക്ക് വഴിവെക്കുന്ന ഒരു ബജറ്റാണോ നമുക്ക് മുന്നിലുള്ളത്? മനു, തീർച്ചയായും ഏറ്റവും എളുപ്പം ധനസമാഹരണത്തിന് വരുമാന വർധനയ്ക്കുള്ള വഴി തന്നെ സർക്കാർ തേടിയിരിക്കുന്നു. സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ട് എന്ന പേരിൽ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 ആരംഭിക്കുന്നു. പൊതുജനങ്ങളുടെ കീശ കാലിയാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. വിലക്കയറ്റത്തിനും ഇടയാക്കുന്ന ബജറ്റാണ് ധനമന്ത്രി K N Balagopal ഇന്ന് അവതരിപ്പിച്ചത്. ഇതിലേറ്റവും പ്രധാനം ഇന്ധനവിലയ്ക്ക് സെസ് ഏർപ്പെടുത്തി എന്നതാണ്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ നിരക്കിൽ സാമൂഹ്യ സുരക്ഷാ സെസ്സാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പെട്രോൾ കൂടാതെ പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് ലിറ്ററിന് 2 രൂപ നിരക്കിൽ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുന്നു. ഇതിലൂടെ അധികമായി 750 കോടി രൂപ സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ടിലേക്ക് പ്രതീക്ഷിക്കുന്നു. ഭൂമിയുടെ ന്യായവിലയും കൂട്ടിയിരിക്കുകയാണ് ബജറ്റിലൂടെ സർക്കാർ. 20% വർദ്ധിപ്പിച്ചത്. ഫ്ളാറ്റുകളുടെ മുദ്രവില കൂടുന്നതോടെ ഫ്ളാറ്റുകളുടെ വിലയും കൂടും. സംസ്ഥാനത്തെ ഭൂമിയുടെ ന്യായവില 2010 നിലവിൽ വന്നു. അതിനുശേഷം ഇത് 5 തവണ പുതുക്കുകയുണ്ടായി.
വിപണി മൂല്യവും ന്യായവിലയും തമ്മിലുള്ള അന്തരം നികത്തുവാൻ വേണ്ടി നിലവിലുള്ള ന്യായവില 20% വർദ്ധിപ്പിക്കും. സർ, വിവിധ കാരണങ്ങളാൽ വിപണി മൂല്യം വർദ്ധിച്ച പ്രദേശങ്ങളിലെ ഭൂമിയുടെ ന്യായവില 30% വരെ വർദ്ധിപ്പിക്കുന്നതിനായി 2022 ഫിനാൻസ് ആക്ടിലൂടെ നിയമനിർമ്മാണം നടപ്പിലാക്കിയ സാഹചര്യത്തിൽ അതുപ്രകാരം വർധനവ് വരുത്തേണ്ട മേഖലകളെ നിർണ്ണയിക്കുന്നതിനായി വിശദമായ പഠനം നടത്തി മാനദണ്ഡങ്ങൾ കൊണ്ടുവരുന്നതാണ്. സർ, കുടിശ്ശികയുള്ള അണ്ടർ വാല്യുവേഷൻ കേസുകൾ തീർപ്പാക്കുന്നതിന് നിലവിലുള്ള കോമ്പൗണ്ടിംഗ് പദ്ധതി ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കാത്തതിനാൽ നിലവിലുള്ള പദ്ധതി 23-24 സാമ്പത്തിക വർഷം മുതൽ നിർത്തലാക്കുകയും കുടിശ്ശികയുള്ള കേസുകൾ തീർപ്പ് കൽപ്പിക്കുന്നതിനായി ബദൽ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. സർ, റിയൽ എസ്റ്റേറ്റ് മേഖലയിലുണ്ടായ ആഗോള സാമ്പത്തിക മാന്ദ്യം കണക്കിലെടുത്ത് 2010 ഈ മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും കെട്ടിട നമ്പർ ലഭിച്ച 6 മാസത്തിനകം കൈമാറ്റം ചെയ്യുന്ന ഫ്ളാറ്റ്, അപ്പാർട്ട്മെന്റ് എന്നിവയ്ക്ക് മുദ്രവില 5% കുറച്ചിരുന്നു. നിലവിലുള്ള മുദ്രവില നിരക്കുകൾ കണക്കിലെടുത്ത് 5% എന്നത് 7% പുതുക്കി നിശ്ചയിക്കുന്നു. മദ്യത്തിനും വില കൂടും. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു ബോട്ടിലിന് 20 രൂപയും 1000 രൂപ മുതലുള്ള മദ്യത്തിന് ബോട്ടിലിന് 40 രൂപയുമാണ് വർദ്ധിക്കുക. സർ, 500 രൂപ വിലയുള്ള 500 രൂപ മുതൽ 999 രൂപ വരെ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു ബോട്ടിലിന് 20 രൂപ നിരക്കിലും 1000 രൂപ മുതൽ മുകളിലോട്ട് വില വരുന്ന മദ്യത്തിന് ബോട്ടിലിന് 40 രൂപ നിരക്കിലും ഒരു സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുന്നു. 400 കോടി രൂപ ഇതിലൂടെ അധികമായി പ്രതീക്ഷിക്കുന്നു. തീർന്നില്ല, വാഹനം വാങ്ങാനും ചെലവ് ഏറും. വാഹന നികുതി കൂട്ടിയിരിക്കുകയാണ് ബജറ്റിലൂടെ. 5 ലക്ഷം രൂപ വരെയുള്ള കാറിന് 1%, 5 മുതൽ 15 ലക്ഷം രൂപ വരെയുള്ള കാറുകൾക്ക് 2% നികുതി വർദ്ധിപ്പിച്ചത്. 2 ലക്ഷം രൂപ വരെയുള്ള മോട്ടോർ സൈക്കിളുകൾക്ക് 2% നികുതി കൂട്ടി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ചു. പുതുതായി വാങ്ങുന്ന 2 ലക്ഷം വരെയുള്ള മോട്ടോർ സൈക്കിളുകളുടെ ഒറ്റത്തവണ നികുതിയിൽ 2% വർധനവ് വരുത്തുന്നു. ഇതുവഴി 92 കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. സർ, പുതുതായി വാങ്ങുന്ന മോട്ടോർ കാറുകളുടെയും സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രൈവറ്റ് സർവീസ് വാഹനങ്ങളുടെയും നിരക്കിൽ താഴെ പറയുന്ന പ്രകാരം വർധനവ് വരുത്തുന്നു. 5 ലക്ഷം വരെയുള്ള വിലയുള്ളവയ്ക്ക് 1% വർധനവ്. 5 ലക്ഷം മുതൽ 15 ലക്ഷം വരെ വിലയുള്ളവർക്ക് 2% വർധനവ്. 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെയുള്ള വാഹനങ്ങൾക്ക് 1% വർധനവ്. 20 ലക്ഷം മുതൽ 30 ലക്ഷം വരെയുള്ള വാഹനങ്ങൾക്ക് 1% വർധനവ്. 30 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള വാഹനങ്ങൾക്ക് 1% വർധനവ്. ഇതുവഴി 340 കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഡീസൽ വില വർധനവ് അംഗീകരിക്കില്ല എന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ വ്യക്തമാക്കി കഴിഞ്ഞു. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവ് ഉൾപ്പെടെ യാത്രാ നിരക്ക് അടിയന്തരമായി വർദ്ധിപ്പിക്കാത്ത പക്ഷം സ്വകാര്യ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ കഴിയില്ല എന്നാണ് മുന്നറിയിപ്പ്. ഡീസലിന്റെ വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇപ്പൊ തന്നെ യാത്രക്കാരുടെ എണ്ണത്തിന്റെ കുറവ് മൂലം ബസ്സുകൾ വലിയ നഷ്ടത്തിലോടുണ്ട്. കഴിഞ്ഞ യാത്രാ നിരക്ക് വർധനവ് സമയത്ത് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവ് ഉൾപ്പെടെ ഞങ്ങൾ ആവശ്യപ്പെട്ട വർധനവ് നടപ്പിലാക്കാതെ കേവലം ഒരു യാത്രാ നിരക്ക് വർധനവ് മാത്രം നടപ്പിലാക്കിക്കൊണ്ടുള്ള ഒരു ബസ് ചാർജ് വർധനവാണ് കഴിഞ്ഞ തവണ നമുക്ക് ലഭിച്ചത്. പക്ഷേ ഈ ഡീസലിന് വീണ്ടും വില വർദ്ധിപ്പിച്ച ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവ് ഉൾപ്പെടെ ബസ് യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവാത്ത പക്ഷം സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾക്ക് റോഡിലിറക്കി സർവീസ് നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ് നിലനിൽക്കുന്നതെന്ന് ഈ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ധന വില വർധന കുടുംബ ബജറ്റിനെ കാര്യമായി തന്നെ ബാധിക്കുമെന്നാണ് ഉപഭോക്താക്കളും പറയുന്നത്. പെട്രോളിനും ഡീസലിനും ഒറ്റയടിക്ക് 2 രൂപ കൂട്ടിയത് അംഗീകരിക്കാനാവില്ല എന്നാണ് സാധാരണക്കാരുടെ പ്രതികരണം. സംസ്ഥാന ബജറ്റിൽ സെസ് ഏർപ്പെടുത്തിയതോടെ 2 രൂപയാണ് ഇന്ധനത്തിന് കൂടുക. പെട്രോളിന് 2 രൂപയും ഡീസലിന് 2 രൂപയുമാണ് കൂടുക. അതായത് കാര്യമായി തന്നെ ജനങ്ങളെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലിറ്ററിനാണ് 2 രൂപ കൂടുന്നത്. അതുകൊണ്ട് തന്നെ അത് 2 വീലർ യാത്രക്കാരാണെങ്കിലും ശരി, മറ്റുള്ള ഓട്ടോറിക്ഷയും ടാക്സിയെയും അതുപോലെ സ്വന്തം വാഹനങ്ങളും കൂടാതെ ചരക്ക് ഗതാഗതത്തെയും അതുപോലെ തന്നെ KSRTC ഉൾപ്പെടെ ബാധിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തും. ഒരുപക്ഷേ KSRTCയെ ചിലപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കി കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ പോലും മറ്റുള്ള വലിയ ദീർഘദൂര സർവീസുകൾ നടത്തുന്ന സ്വകാര്യ ബസ്സുകളെയും അതുപോലെ തന്നെ ചരക്ക് ഗതാഗതത്തെ എല്ലാം തന്നെ ഈ ഒരു ഇന്ധന വിലക്കയറ്റം കാര്യമായി തന്നെ സ്വാധീനിക്കും. അത് സാധാരണ ജനങ്ങളെ തന്നെയായിരിക്കും ബാധിക്കുക. എന്തായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ ഒരു പ്രതികരണത്തിലേക്ക് പോവാം. ചെയ്യപ്പോ എല്ലാം തന്നെ ഇപ്പൊ ബുദ്ധിമുട്ടാണ്. അതിലൂടെ എന്ത് ചെയ്യാനാ ഇപ്പൊ അനുഭവിക്കാൻ? ഇതുവരെ ഇപ്പൊ കൂടിയിട്ട് ആർക്കും ഒരു പ്രതികരണം ഇല്ല, ഒന്നുമില്ലല്ലോ. കൂടെ തന്നെയല്ലേ. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്താ അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്താ പറയാനാ, അപ്പൊ നമുക്ക് നമ്മുടെ പോക്കറ്റിൽ നിന്ന് കാശ് പോകണതിന്റെ
വിഷമമുണ്ട്. അതന്നെയാണ് അഭിപ്രായം. വേറെന്താ പറയാ? അതിങ്ങനെ കുറച്ച് കാലങ്ങളായിട്ടുള്ളൊരു സംഭവമാണ്. ആളുകൾ അതിനോട് ജോയിൻ്റായി. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 10 പൈസ എന്ന് പറയുമ്പോൾ ആൾ വണ്ടി വിറ്റുകൊണ്ടിരിക്കുക. ഇപ്പം ആളുകൾ അതിലേക്കല്ല ചിന്ത, ഓടുക. അതിന് പണം നോക്കാണ്ട് അതിൻ്റെ ഒരു വിഭാഗം, പണം ഇല്ലാത്തവരും പണം നോക്കുന്നില്ല. കുറേ ആയിട്ട് കുറയുന്നൊന്നുമില്ലല്ലോ, ഒരേ റേറ്റ് തന്നെ അങ്ങനെ നിൽക്കുകയാണ്. ഡെയിലി ഞങ്ങൾ കളക്ഷൻ പോകുന്നതാണ്. ഡെയിലി അടിക്കുന്നതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. വില കൂടിയാൽ ഇനിയും ബാധിക്കുകയുള്ളൂ. ഇന്ധനവിലപ്പം അങ്ങനത്തെ കൂടാൻ തുടങ്ങിയിട്ട് കുറേ നാളായില്ലേ. അപ്പോൾ ഇന്ധനവിലയായിട്ട് ഒരുവിധം ജനങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോയി. കാരണം ഇത്ര നാളായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. എന്താ ചെയ്യപ്പോൾ ഇങ്ങനെ കൂടിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണക്കാരാണ് ബുദ്ധിമുട്ടിലാവുക. അപ്പോൾ നമ്മൾ ബൈക്കും കാര്യങ്ങളൊക്കെ പോണേ. അപ്പോൾ എന്താ ചെയ്യപ്പോൾ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഇനിയും കൂടൂലേ. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കാര്യം. ജനങ്ങളുടെ പ്രതികരണം ഇതാണ്. കാരണം ഇത് കാര്യമായി തന്നെ ആളുകളെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം 2 രൂപ ഒരു ലിറ്ററിന് പെട്രോളിനും ഡീസലിനും കൂടുകയാണെങ്കിൽ അത് നമ്മളുടെ കുടുംബ ബജറ്റിനെ കാര്യമായി തന്നെ ബാധിക്കും. ഒപ്പം തന്നെ മറ്റുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ ഉൾപ്പെടെയുള്ള വില വർദ്ധിക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. ആ ഒരു ആശങ്കയാണ് ഇപ്പോൾ യാത്രക്കാർ നമ്മോട് പങ്കുവച്ചത്. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കേന്ദ്രം സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിബന്ധങ്ങളെ മറികടന്ന് സംസ്ഥാനത്തെ വികസന പാതയിലൂടെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള ശക്തമായ ഇടപെടലാണ് ഇത്തവണത്തെ ബജറ്റ് എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച 2 അക്കത്തിൽ എത്തിയത് മുന്നേറ്റം സൂചിപ്പിക്കുന്നതാണ്. 2012 ശേഷമുള്ള ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കാണ് നമ്മുടേത്. നമ്മുടെ കാർഷിക വ്യവസായ മേഖലകൾ പുത്തൻ ഉണർവിന്റെ പടവുകളിലാണ്. ഈ വികസന യാത്രയ്ക്ക് വേഗം കൂട്ടുകയും കൂടുതൽ ഉത്തേജനം നൽകുകയും ചെയ്യുന്ന ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത് എന്നും മുഖ്യമന്ത്രി അവകാശപ്പെടുന്നു. ബജറ്റിൽ റബ്ബർ മേഖലയ്ക്ക് 600 കോടി രൂപ മാറ്റിവെച്ചത് ആശ്വാസമാണ്. എങ്കിലും തുക എങ്ങനെയാണ് ലഭിക്കുക എന്നത് വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് റബ്ബർ കർഷകർ പറയുന്നു. ഇന്ധന വില വർധന അടക്കം ഉണ്ടാകും എന്നിരിക്കെ സർക്കാർ സഹായം ഉറപ്പാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കെ എൻ ബാലഗോപാലിന്റെ ബജറ്റിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് വരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അങ്ങാടിപ്പുറം പരിയാപുരം തട്ടരക്കാടാണ്. ഇവിടെ റബ്ബർ കർഷകർ നമ്മളോട് കൂടെ ചേരുന്നുണ്ട്. നമ്മളിന്ന് രാവിലെ പ്രതീക്ഷ പങ്കുവച്ചിരുന്നത് റബ്ബറിന്റെ ഒരു താങ്ങുവില 200 രൂപയ്ക്ക് ഉയർത്തും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ റബ്ബറിന് ഒരു 600 രൂപ സഹായം എന്ന രീതിയിൽ മാറ്റിവെച്ചിരിക്കുന്നത് മാത്രമാണ് ഇപ്പോൾ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ ഒരു ഇതിനെ കാണുന്നത്? 600 കോടിയല്ല പറഞ്ഞത്, ബജറ്റ് ശ്രദ്ധിച്ചപ്പോൾ അങ്ങനെ കണ്ടത്. ഈ 600 കോടി അനുവദിച്ചത് ഏത് രീതിയിലാണ് അത് ചെലവഴിക്കുക, കർഷകന് എങ്ങനെ അത് ഉപകാരപ്പെടും എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാനുള്ള ഒരു ആശങ്ക നിൽക്കുന്നത്. 600 കോടി എന്ന് പറയുമ്പോൾ കർഷകർക്ക് അത് ഏതൊക്കെ രീതിയിൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സബ്സിഡി ആയിട്ടാണോ അതോ ഡയറക്റ്റായിട്ട് കർഷകൻ്റെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് വില വരുമോ എന്നുള്ളത് കൂടെ അറിയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ബജറ്റിൽ കേട്ടതിൽ സന്തോഷമുണ്ട്. പക്ഷെ അത് പ്രാബല്യത്തിൽ എങ്ങനെ സന്തോഷമുണ്ട്. അതിൽ ഗവൺമെന്റിനോട് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. തേങ്ങയുടെ വില 34 ആയാലും സന്തോഷമുണ്ട്. കുറച്ച് തെങ്ങ് കൃഷിയൊക്കെ ഉള്ളതാണ്. അതുപോലെ റബ്ബറിന് താങ്ങുവില ഒന്ന് പരസ്യമാക്കിയിട്ടാൽ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ട്. പരസ്യമായിട്ട് അറിയണം വില. അത് പറഞ്ഞ മാതിരി തന്നെ അവർ പറയുന്ന അതേമാതിരി തന്നെ ചെയ്യാം. പിന്നെ ഒന്ന് നമുക്ക് പറയാനുള്ളത് പന്നി, ഈ കുരങ്ങ്, മയില്, ഈ 2 സാധനം എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് കർഷകർക്ക് പച്ചക്കറിയൊക്കെ നാശപ്പെടുത്തുകയാണ്. അപ്പം അതിന് എന്താണ് ചെയ്യേണ്ടത് മാറ്റിവെച്ചിട്ടുണ്ടെന്നാണ് സർക്കാർ അങ്ങനെ പറയുന്നുണ്ട്. ഏത് രീതിയിൽ ചെലവഴിക്കുന്നുള്ള കാരണം കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്ന സമയത്ത് തോട്ടത്തിൽ കൂടെ ഒക്കെ കയറി വരുന്ന കുട്ടികൾ, ഈ മലയോര പ്രദേശത്ത് നിന്ന് ഇറങ്ങുന്ന കുട്ടികളുണ്ട്. അത് ഈ പന്നിയുടെ ശല്യം. ഇപ്പോൾ നമ്മുടെ റബ്ബർ ടാപ്പിംഗുകാരൻ തന്നെ പന്നി ശല്യത്തിൽ കുറേ വൈകിട്ടാണ് വെട്ടുന്നത്. കാരണം പേടിയല്ല, ജീവനാണല്ലോ മനുഷ്യന് പേടി. അപ്പോൾ അതിനെന്താണ് ഗവൺമെന്റ് എവിടെയൊക്കെ മാറ്റിവെക്കുന്നത്, എങ്ങനെയൊക്കെ മാറ്റിവെക്കുന്നുള്ള അറിയുന്നുണ്ട്. അത് ഈ പന്നി, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പന്നി, അതുമാതിരി കുരങ്ങ ശല്യം, തെങ്ങ് നാളികേരം കിട്ടുന്നതല്ല. മറ്റേ ഇളനീരാകുമ്പോൾ തന്നെ കുരങ്ങെല്ലാം ചാടിച്ചു പോവുക. കൂട്ടമായിട്ട് 10-60 എണ്ണാണ് കയറി വരുന്നത്. പടക്കം പൊട്ടിച്ചിട്ടോ നമ്മൾ അതിനൊരു പരിഹാരം ഏത് നിലക്കാണ് ഗവൺമെന്റ് കാണുന്നത്, അതിന് പരിഹാരം കണ്ടെത്തി തന്നാൽ വലിയ ഉപകാരമായിരുന്നു. പലതും കർഷകർക്ക് ഗുണം ചെയ്യുന്നതുണ്ട്. പക്ഷേ വില കൂടിയിട്ടുണ്ട്, കൂട്ടെന്നാണ് പറയുന്നത്. പെട്രോളിന്റെ, ഡീസലിന്റെ, ഭൂമി രജിസ്ട്രേഷന്റെ. എങ്ങനെയാണ് ആ ഒരു ഇതിനെ കാണുന്നത്? ഇതിപ്പോൾ എങ്ങനെ വരും എന്നുള്ളത് നമുക്കൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല. ഏതായാലും ഇപ്പോൾ ബജറ്റ് 600 കോടി അനുവദിച്ചുകൊണ്ടെന്ന് അറിഞ്ഞു. അത് എങ്ങനെ വരും എന്നുള്ളത് അറിയാൻ സാധിച്ചിട്ടില്ല. അതും കൂടി അറിഞ്ഞെങ്കിൽ നമുക്കൊരു ഒരു ഉപകാരപ്പെടുള്ളൂ.
ജനങ്ങൾക്ക് അധിക ചിലവിന് വഴിയൊരുക്കുന്ന ബജറ്റ് എന്ന വിമർശനത്തിനിടെ വിലക്കയറ്റ ഭീഷണി നേരിടാൻ 2000 കോടി രൂപ നീക്കിവെച്ചത് ഒരു പരിധിവരെ ആശ്വാസമാണ്. പ്രതിസന്ധിയുടെ കാലത്ത് കാർഷിക, ആരോഗ്യ, മത്സ്യബന്ധന മേഖലകൾക്ക് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ കൈത്താങ്ങായി ആയേക്കും. മേക്ക് ഇൻ കേരള വികസിപ്പിക്കും എന്ന വാഗ്ദാനവും നേട്ടമാണ്. സാമ്പത്തിക ഞെരുക്കങ്ങൾക്ക് ഇടയിലും സമസ്ത മേഖലകളെയും പരിഗണിക്കാനായി എന്ന വിലയിരുത്തലിലാണ് സർക്കാർ. വമ്പൻ പ്രഖ്യാപനങ്ങളില്ലെങ്കിലും സമസ്ത മേഖലയെയും സ്പർശിച്ചുള്ള ബഡ്ജറ്റ്. സാമ്പത്തിക മാന്ദ്യം പ്രവചിക്കുന്ന 2023-24 വർഷം വിലക്കയറ്റത്തിൽ വീർപ്പുമുട്ടാതിരിക്കാൻ വിപണി ഇടപെടലിന് ബഡ്ജറ്റിൽ നീക്കിവെച്ചത് 2000 കോടി. പ്രതിസന്ധി നേരിടുന്ന കർഷകർക്ക് ആശ്വാസമായി റബ്ബർ സബ്സിഡിക്കുള്ള ബഡ്ജറ്റ് വിഹിതം 600 കോടിയാക്കി ഉയർത്തി. ആഭ്യന്തര ഉൽപാദനവും തൊഴിലവസരങ്ങളും ലക്ഷ്യമിട്ടുള്ള മേക്ക് ഇൻ കേരളയ്ക്ക് ഈ വർഷം 100 കോടി രൂപ നീക്കിവെച്ചു. സർ, വ്യവസായ വകുപ്പ് ഏറ്റെടുത്ത സംരംഭക വർഷം പദ്ധതി, സ്റ്റാർട്ട് മിഷന്റെ പ്രവർത്തനങ്ങൾ എന്നിവയോട് കേരളത്തിലെ സംരംഭക സമൂഹം നടത്തുന്ന ആവേശകരമായ പ്രതികരണമാണ് മേക്ക് ഇൻ കേരള പോലെയുള്ള ഒരു ബൃഹത് പദ്ധതി ഏറ്റെടുക്കാൻ സർക്കാരിന് ആത്മവിശ്വാസം നൽകുന്നത്. മേക്ക് ഇൻ കേരളയ്ക്കായി പദ്ധതി കാലയളവിൽ 1000 കോടി രൂപ അധികമായി അനുവദിക്കും. ഈ വർഷം 100 കോടി രൂപ മേക്ക് ഇൻ കേരളയ്ക്കായി മാറ്റിവെക്കുന്നു. ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ വികസന പാക്കേജുകൾക്ക് 75 കോടി രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. സർ, ഇടുക്കി വികസന പാക്കേജിനായി 75 കോടി രൂപ വകയിരുത്തുന്നു. വയനാട് പാക്കേജിന് 75 കോടി രൂപ വകയിരുത്തുന്നു. കാസർഗോഡ് പാക്കേജിനായി 75 കോടി രൂപ വകയിരുത്തുന്നു. കാർഷിക മേഖലയ്ക്ക് പ്രതീക്ഷിക്കുന്ന കേന്ദ്ര സഹായം ഉൾപ്പെടെ 971.71 കോടിയാണ് ബഡ്ജറ്റ് വിഹിതം. നെൽകൃഷി വികസനത്തിന് തുക 95 കോടിയായി ഉയർത്തി. ഇത് കർഷകർക്ക് ആശ്വാസമാകുമെന്ന് പ്രതീക്ഷിക്കാം. നാളികേരത്തിന്റെ താങ്ങുവില 32 നിന്ന് 34 ആക്കി. നാളികേര വികസന പദ്ധതികൾക്കായി 68.95 കോടി രൂപ വകയിരുത്തുന്നു. നാളികേര മിഷന്റെ ഭാഗമായി വിത്ത് തേങ്ങ സംഭരിക്കുന്നതിനും കൃഷി വകുപ്പ് ഫാമുകളുടെ തെങ്ങിൻ തൈകൾ ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിനുമായി 25 കോടി രൂപ വകയിരുത്തുന്നു. സർ, നാളികേരത്തിന്റെ താങ്ങുവില 32 രൂപയിൽ നിന്ന് 34 രൂപയായി ഉയർത്തുന്നു. മത്സ്യബന്ധന മേഖലയ്ക്ക് 32.31 കോടിയും തീരദേശ വികസനത്തിന് 115 കോടിയും അനുവദിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായുള്ള വ്യാവസായിക ഇടനാഴി തലസ്ഥാന ജില്ലയ്ക്ക് മുതൽക്കൂട്ടാവും. വ്യാവസായിക ഇടനാഴിയുടെ ഭൂമി ഏറ്റെടുക്കലിന് 1000 കോടി രൂപയാണ് ബഡ്ജറ്റിൽ നീക്കിവെച്ചത്. നേർക്കാഴ്ച പദ്ധതിയിലൂടെ കാഴ്ച വൈകല്യമുള്ളവർക്ക് സൗജന്യ ചികിത്സയും മരുന്ന് നൽകുന്നതിന് 50 കോടി. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സൗജന്യ കണ്ണടകളും നൽകും. വന്യജീവികളുടെ ആക്രമണത്തിനിരയാകുന്നവർക്ക് നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കാനും മറ്റ് പ്രവർത്തനങ്ങൾക്കുമായി 50 കോടി രൂപ വകയിരുത്തി. വന്യജീവി ആക്രമണങ്ങളുടെ നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുന്നതിനും റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ താൽക്കാലികമായി ശക്തിപ്പെടുത്തുന്നതിനും രൂപീകരിക്കുന്നതിനും പദ്ധതി തുകയായ 30.85 കോടി രൂപ ഉൾപ്പെടെ അതിൽ നിന്ന് അധികമായി 20 കോടി രൂപ കൂടി അനുവദിച്ചുകൊണ്ട് 50.85 കോടി രൂപ ഈ മേഖലയ്ക്ക് ഈ പ്രവർത്തനങ്ങൾക്കായിട്ട് അനുവദിക്കും. IT മേഖലയിൽ വർക്ക് നിയർ ഹോം പദ്ധതിക്ക് 50 കോടി അനുവദിച്ചു. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ബഡ്ജറ്റിൽ കാര്യമായ പരിഗണനയുണ്ട്. സൗജന്യ യൂണിഫോം പദ്ധതിക്ക് 140 കോടിയും ഉച്ചഭക്ഷണ പദ്ധതിക്ക് സംസ്ഥാന വിഹിതമായി 344.64 കോടി രൂപയും ബഡ്ജറ്റിൽ നീക്കിവെച്ചു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംസ്ഥാന പദ്ധതി വിഹിതമായി 1773.09 കോടി രൂപ നീക്കിവെക്കുന്നു. സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള 85 കോടി രൂപ 95 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ യൂണിഫോം നൽകുന്നതിനായി 140 കോടി രൂപ വകയിരുത്തുന്നു. ഓട്ടിസം പാർക്കിന്റെ പ്രവർത്തനങ്ങൾക്കായി 40 ലക്ഷം രൂപ അനുവദിക്കുന്നു. സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 65 കോടി രൂപ വകയിരുത്തുന്നു. സമഗ്ര ശിക്ഷാൻ അഭിയാൻ പദ്ധതിയുടെ വിവിധ ഘടകങ്ങളുടെ നടത്തിപ്പിലേക്ക് സംസ്ഥാന വിഹിതമായി 60 കോടി രൂപ നീക്കിവെക്കുന്നു. ഉച്ചഭക്ഷണ പരിപാടിക്ക് 344.64 കോടി രൂപ വകയിരുത്തുന്നു. പ്രവാസികൾക്കും ആശ്വസിക്കാൻ തെല്ലൊരു വകയുണ്ട്. ഗൾഫ് മലയാളികളുടെ ഉയർന്ന വിമാനക്കൂലി പ്രശ്നം പരിഹരിക്കാൻ 15 കോടിയുടെ കോർപ്പസ് ഫണ്ട് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു. ഈ കണക്കുകളെല്ലാം ഉയർത്തി വിമർശനങ്ങളിലും സർക്കാരിന് പരിക്കേൽക്കാതെ പ്രതിരോധിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബജറ്റിലെ നികുതി നിർദ്ദേശത്തിനെതിരെ പ്രത്യക്ഷ സമരം പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് സർക്കാർ എന്നാണ് ആരോപണം. ഈ കിഫ്ബിക്ക് വേണ്ടിയിട്ടാണ് മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരെ കൊള്ളയടിക്കുന്ന നികുതി അടിച്ചേൽപ്പിച്ചത്. മോട്ടോർ വെഹിക്കിൾ ഇനത്തിൽ വരുന്ന നികുതിയാണ് കിഫ്ബിയിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ കിഫ്ബിക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വാഹനങ്ങൾ ഓടിക്കുന്ന ബൈക്കുകാരെ പോലും വെറുതെ വിട്ടിട്ടില്ല. എല്ലാതരം വാഹനങ്ങളെയും ഉപയോഗിക്കുന്ന എല്ലാവരെയും, കാരണം സംസ്ഥാന സർക്കാരിന് കൈവയ്ക്കാൻ പറ്റാവുന്ന ഒരു സ്ഥലമാണ് മോട്ടോർ വെഹിക്കിൾ. അവിടെ എല്ലാ ബൈക്കുകാരെ വരെ കൊള്ളയടിക്കുന്ന തരത്തിലുള്ള നികുതി ഏർപ്പാടാണ്. അത് കിഫ്ബിക്ക് പണം ഉണ്ടാക്കുക. പിന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ എന്നുള്ള പേരിൽ മദ്യത്തിനും അതുപോലെ തന്നെ
പെട്രോളിനും ഡീസലിനും കൂടി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു. ഈ ബഡ്ജറ്റ് ജനങ്ങളുടെ നടുവൊടിക്കുന്ന ബഡ്ജറ്റാണ്. എല്ലാത്തിനും നികുതി കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇപ്പൊ അതിന്റെ മുകളിലാണ് ഈ വൻതോതിലുള്ള വർധനവ്, വൈദ്യുതി വർധനവ്, കുടിവെള്ളത്തിന് വർധനവ്, അതിപ്പോ പെട്രോളിനും ഡീസലിനും വില വർധനവ്, വീടിന് നികുതി, അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ പെട്രോളിന് 2 രൂപ സെസ് ഏർപ്പെടുത്തി എന്ത് ന്യായമാണ്? ഈ ബജറ്റിലൂടെ എവിടെയൊക്കെ ജനങ്ങളെ ദ്രോഹിക്കാം, സംസ്ഥാന ഗവൺമെന്റിന് ഏതൊക്കെ കാര്യത്തിൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കാം, അവിടെ എല്ലാം ഈ സർക്കാർ കൈവച്ചു. ആന കരിമ്പിൻ കാട്ടിൽ കടന്നതുപോലെയാണ് ധനകാര്യമന്ത്രി ബാലഗോപാൽ ഈ ബജറ്റ് അവതരിപ്പിച്ചത്. എല്ലാം തച്ചുടച്ചിരിക്കുക. ജനങ്ങളെ തീവട്ടിക്കൊള്ള നടത്തുന്ന ബജറ്റാണിത്. ഇത് ഇരുട്ടടി ബജറ്റാണ്. ജനങ്ങളെ മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കുന്ന ബജറ്റാണ്. പ്രതിപക്ഷ നേതാക്കളുടെ ഈ വാക്കുകളിൽ തീരുന്നില്ല. ബജറ്റിനെതിരെ സംസ്ഥാനത്തെങ്ങും ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. ആലുവയിൽ മുഖ്യമന്ത്രിയെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. തിരുവനന്തപുരവും കോട്ടയവും അടക്കം സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ശക്തമായ പ്രതിഷേധം ഉണ്ടായി. ഇതുപോലൊരു നാമകെട്ട ബജറ്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു ധനകാര്യമന്ത്രിയും യമസഭയിൽ അവതരിപ്പിച്ചിട്ടില്ല. മറ്റു വാർത്തകളിലേക്ക് കടക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലാ CPI-ൽ കലഹം കൂടുതൽ രൂക്ഷമായി. പാർട്ടിയിലെ പ്രശ്നപരിഹാരത്തിന് ചേർന്ന ജില്ലാ കമ്മിറ്റിയിൽ ഗ്രൂപ്പ് തിരിഞ്ഞ് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായി. മുതിർന്ന നേതാക്കൾക്കെതിരെ സ്വഭാവ ദൂഷ്യ ആരോപണവും ഉയർന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PK ശ്രീമതി, PK ബിജു, പുത്തലത്ത് ദിനേശൻ എന്നിവരുടെയും സാന്നിധ്യത്തിലായിരുന്നു വാക്പോര്. എത്ര മുതിർന്ന നേതാവായാലും നടപടി നേരിടേണ്ടി വരുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. മദ്യപാന ആരോപണം അടക്കം ഉയർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KC വിക്രമനെ താക്കീത് ചെയ്തു. 2 ഏരിയ സെക്രട്ടറിമാർക്കെതിരെ അന്വേഷണത്തിനും യുവ നേതാക്കൾക്കെതിരെ നടപടിക്കും നിർദ്ദേശം ഇപ്പോൾ. CPI-ലെ ഭിന്നത ഒരു ഭാഗത്ത് തുടരുമ്പോൾ CPI നേതൃയോഗത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ് മുൻ മന്ത്രി E ചന്ദ്രശേഖരൻ. CPIM സാക്ഷികൾ കൂറുമാറിയതിനെ തുടർന്ന് അക്രമക്കേസ് പ്രതികളെ വെറുതെ വിട്ട സംഭവത്തിലാണ് അതൃപ്തി. കേസിന്റെ വിധി വന്ന ശേഷം സംസ്ഥാന സെക്രട്ടറി അടക്കം ആരും തന്നെ വിളിച്ചില്ല. K പ്രകാശ് ബാബുവും മുല്ലക്കരിയും മാത്രമാണ് വിളിച്ചത്. നിയമസഭയിൽ വ്യക്തിപരമായ വിശദീകരണം നൽകാൻ അനുവദിക്കണമെന്നും ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ യുവാവിന് ക്രൂരമർദ്ദനം. അസഭ്യം പറഞ്ഞു എന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. 2 സെക്യൂരിറ്റി ജീവനക്കാർ ചേർന്നാണ് യുവാവിനെ മർദ്ദിച്ചത്. ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. നന്ദകുമാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നന്ദകുമാർ, ഈ ദൃശ്യങ്ങൾ എന്നത്തേതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ?
അഭിലാഷ്, ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ രോഗിയുടെ കൂട്ടിരിപ്പുകാരിൽ ഒരാളെയാണ് സെക്യൂരിറ്റി ജീവനക്കാർ അതിക്രൂരമായി മർദ്ദിക്കുന്നതായി ദൃശ്യങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. ദൃക്സാക്ഷികളുടെ കയ്യിൽ നിന്നാണ് ഈ ഒരു ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. കാരണം ഇത്തരത്തിൽ ഈ ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് ഈ വന്ന യുവാവും അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി ജീവനക്കാരും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ 3-4 സെക്യൂരിറ്റി ജീവനക്കാർ ആദ്യം ചേർന്ന് ഈ ഒരു യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്നത്. നെഞ്ചിലും അതോടൊപ്പം തന്നെ മുതുകത്തുമൊക്കെ തന്നെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അതിനുശേഷം ഈ യുവാവ് എഴുന്നേൽക്കാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ ഇദ്ദേഹത്തെ കസേരയിൽ പിടിച്ചിരുത്തി വീണ്ടും മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ദൃക്സാക്ഷികളുടെ കയ്യിൽ നിന്നുള്ള വിവരങ്ങളാണ്. ഞാൻ നന്ദനിലേക്ക് വരെ ഇപ്പോൾ ഈ ദൃക്സാക്ഷിയായ വ്യക്തി ഉണ്ട്. താങ്കൾ എന്താണ് അവിടെ കണ്ടത് എന്ന് ഒന്ന് വിശദീകരിക്കാമോ? ഹലോ, ഞാൻ കണ്ടത് എന്റെ ഒരു കസിൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ്, ഡിസ്ചാർജ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ് ഈ പയ്യനെ അവർ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത് ഞങ്ങൾ കണ്ടത്. അപ്പൊ ആദ്യം നോർമലായിട്ട് സംസാരിക്കുകയായിരുന്നു. പിന്നീട് വളരെ മൃഗീയമായിട്ട് ഇടിക്കുകയും ചവിട്ടെല്ലാം ചെയ്തു. ലാസ്റ്റ് ഈ കസാര പിടിച്ചിരുത്തിയിട്ട് ഇടിക്കുകയും അവിടെ ചെറുപ്പക്കാരനായ ആളാണല്ലേ? അതെ അതെ, ചെറുപ്പക്കാരനായിട്ടുള്ള ആളാണ്. താങ്കൾ കാണുന്നത് ഈ മർദ്ദനം ആണോ? അതിനു മുമ്പുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു എന്ന് അറിയാമോ? അതിനു മുമ്പ് ഇതിനെക്കാളും നന്നായിട്ടാണ് ഇടിച്ചത്. ഒത്തിരി ഇടിച്ചു എന്ന് ഈ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാം. ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനൊക്കെ ഇമാതിരി, അതും ഒരു ആശുപത്രിയുടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരാണ്, തുടർച്ചയായി ഇങ്ങനെ ഇടിക്കുന്നു ഒരു നിയന്ത്രണവുമില്ലാതെ. അതെ അതെ. എന്താണ് കാരണം എന്നും മറ്റും ഈ യുവാവിന്റെ ബന്ധുക്കളോ വല്ലതും പറഞ്ഞു കേട്ടോ? ഇല്ല ഇല്ല, ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇതേപോലെ അദ്ദേഹത്തിന്റെ അമ്മേനെ എങ്ങാണ്ട് തെറി വിളിച്ചതിന്റെ പേരിൽ എങ്ങാണ്ടാണ്. ചോദിക്കാൻ പോയപ്പോഴാണ് സെക്യൂരിറ്റിക്കാരന്മാര് എടുത്തിട്ട് എന്തോ അടിച്ചതെന്നാണ് ഞങ്ങൾ അറിയാനായിട്ട് കഴിഞ്ഞത്. അതായത് അമ്മയെ മറ്റാരോ തെറി വിളിച്ചു, ഈ സെക്യൂരിറ്റിക്കാരാണോ? അതെ അതെ അതെ, സെക്യൂരിറ്റിക്കാരാണ്. അതിനെ ചോദ്യം ചെയ്തപ്പോഴുള്ള മറുപടിയാണിത്. അതെ അതെ അതെ. ഈ യുവാവിനെ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? പിന്നീട് ഇടിയെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി അവശനായിട്ട് നിലത്ത് വീഴുന്നപ്പോഴാണ് ഇവരെല്ലാം നിർത്തിയത്. ഇതിന് മുമ്പുള്ള വിഷ്വൽസ് ഒക്കെ എന്റെ ഡിലീറ്റ് ആയി പോയായിരുന്നു. ഇവര് ഫോൺ പിടിച്ചു മേടിച്ചോണ്ട് പോയായിരുന്നു. ആര്? സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ? അതെ അതെ, സെക്യൂരിറ്റിക്കാര്. അതിനുശേഷമുള്ള ഞങ്ങൾ റിട്ടേൺ ചെന്നിട്ടാണ് അടുത്ത് ഈ ഫോൺ പിടിച്ച് മേടിച്ചത്. വീഡിയോസ് എടുത്തത്. മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയതിന് നിങ്ങളുടെ മൊബൈലും ബലം പ്രയോഗിച്ച് വാങ്ങിച്ചു? അതെ അതെ, അതിന്റെ വീഡിയോസ് ഞാൻ അയച്ച് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അത് ഈ കരാർ അടിസ്ഥാനത്തിലുള്ളവരാണോ? അറിയാമോ? അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. എത്ര പേരുണ്ടായിരുന്നു ഈ മർദ്ദിക്കാൻ? 5 പേരോളം ഉണ്ടായിരുന്നു. ഈ പോലീസും ഒന്നും സംഭവ സ്ഥലത്ത് എത്തിയില്ലേ? ഇല്ല ഇല്ല, എത്തിയിട്ടില്ലായിരുന്നു. അവർ ഞങ്ങൾ വിളിച്ചായിരുന്നു. അത് ഞാൻ ഇറങ്ങുന്നവരിക്കും അവരാരും എത്തിയിട്ടില്ലായിരുന്നു. റൈറ്റ്, തീർച്ചയായും നമുക്ക് സമയപരിമിതിയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണിത്. ഒരു ആശുപത്രിയിലെ കൂട്ടിരിപ്പിന് എത്തിയ വ്യക്തിയെ ഇമാതിരി സെക്യൂരിറ്റി ജീവനക്കാർ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്. അത് എന്തിൻ്റെ പേരിലാണെങ്കിലും പോലീസിനെ വിളിച്ചറിയിക്കുകയോ അല്ലെങ്കിൽ ആ വ്യക്തിയെ തടഞ്ഞു വെക്കുകയും ഒക്കെ ആകാം. പക്ഷേ ഇത് അതിക്രൂരമായി അദ്ദേഹത്തെ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയ ആളിൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചു വയ്ക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പലപ്പോഴും ഇത്തരം സെക്യൂരിറ്റി ആളുകളെയൊക്കെ പിൻവാതിലിലൂടെ നിയമിക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരുമ്പോഴാണ് ഇതും ചേർത്ത് വെക്കേണ്ടത്. സൈബി ജോസ് കിടങ്ങൂർ ഹൈക്കോടതിയെ സമീപിച്ചു. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഈ കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണിപ്പോൾ സൈബിയുടെ നിലപാട്? കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് പോലീസ് FIR ഇട്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സൈബി ജോസ് കിടങ്ങൂർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തനിക്കെതിരായ കേസ് റദ്ദാക്കണമെന്ന ആവശ്യമാണ് ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച ജസ്റ്റിസ് കൗസർ എടപ്പത്തിന്റെ ബെഞ്ച് ഹർജി പരിഗണിക്കും. കഴിഞ്ഞ ദിവസം ഈ പോലീസ് FIR വിജിലൻസ് കോടതി ഫയൽ ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കവുമായി മുന്നോട്ട് പോകുന്നത്. അഴിമതി നിരോധന നിയമത്തിലെ 7(1) ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 420 വകുപ്പുകൾ പ്രകാരമാണ് ജഡ്ജിക്ക് കൈക്കൂലി നൽകാനെന്ന പേരിൽ ഇടപാടുകാരിൽ നിന്നും പണം വാങ്ങിയത് എന്നാണ് ആദ്യ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന് തുടർച്ചയായി വിശദമായ അന്വേഷണം ഈ കേസിൽ ആവശ്യമാണെന്ന റിപ്പോർട്ടാണ് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു അന്വേഷണം നടത്തിയത്. വിശദാംശങ്ങളാണ് MS അനീഷ് കുമാർ നൽകിയത്.
ചരക്ക് വാഹനങ്ങളുടെ നിരക്ക് നിശ്ചയിക്കുന്നതിനായി കമ്മിറ്റി രൂപീകരിക്കും. സംസ്ഥാനത്തെ ചരക്ക് വാഹന ഉടമകളുടെയും തൊഴിലാളി സംഘടനകളുടെയും പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൺവീനറായ 8-അംഗ കമ്മിറ്റി ഈ മേഖലയിലെ വിവിധ കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും. കാട്ടാന ആക്രമണത്തിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റിന്റെ അനിശ്ചിതകാല നിരാഹാര സമരം 4-ാം ദിവസം പിന്നിട്ടു. ചിന്നക്കന, ശാന്തൻപാറ പഞ്ചായത്തുകളിലെ ആന ആക്രമണങ്ങൾക്ക് പരിഹാരം തേടിയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS അരുൺ നിരാഹാരം അനുഷ്ഠിക്കുന്നത്. പാലക്കാട് RSS നേതാവ് ശ്രീനിവാസൻ വധക്കേസ് ഏറ്റെടുത്ത NIA പാലക്കാടെത്തി അന്വേഷണം തുടങ്ങി. NIA കൊച്ചി യൂണിറ്റാണ് അന്വേഷണ ചുമതല. വാളയാർ പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ CBIക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. CBI അന്വേഷണത്തിൽ പോരായ്മയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി പെൺകുട്ടികളുടെ അമ്മ നൽകിയ ഹർജി പരിഗണിച്ചാണ് ഉത്തരവ്. ടോപ്പ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാൻ ഈ ബജറ്റിൽ ആയിട്ടില്ലെങ്കിലും എല്ലാ മേഖലകളെയും സ്പർശിക്കാൻ ധനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതും വ്യക്തമാണ്. അതേസമയം എല്ലാ സേവന നിരക്കുകളും വർദ്ധിക്കുന്നു. മദ്യത്തിന് വില കൂടുന്നു, വാഹന വിലയിൽ വർധനവുണ്ടാകും, അതുപോലെ വാഹനത്തിന് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും ജനത്തിന് ആഘാതം ഒരുപക്ഷെ ഏൽപ്പിക്കാൻ പോകുന്നത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവായിരിക്കും. പെട്രോളിയത്തിന് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. വൈദ്യുതി നിരക്ക് കൂട്ടിയിരിക്കുന്നു. വൈദ്യുതി തീരുവ 5% വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വിലക്കയറ്റം നേരിടാൻ 200 കോടി രൂപ ഈ ബജറ്റിൽ വകയിരുത്തുമ്പോഴും വിലക്കയറ്റത്തിന് വഴിവെക്കുന്ന നിരവധി വർധനകൾ ഈ ബജറ്റിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഏതായാലും ബജറ്റ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നു, മത്സ്യബന്ധന മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നു, ഒപ്പം തന്നെ ടൂറിസം മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നുണ്ട്. ടൂറിസം മേഖലയ്ക്ക് ടൂറിസം ഇടനാഴികകൾ 7 അതിൽ 50 കോടി രൂപ അതിനായി നീക്കിവെച്ചിരിക്കുന്നു. അപ്പോൾ എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ ചേരുന്നു. അരുൺ, എല്ലാ സാധനങ്ങൾക്കും വില വർധനവിലേക്ക് വഴിവെക്കുന്ന ഒരു ബജറ്റാണോ നമുക്ക് മുന്നിലുള്ളത്? മനു, തീർച്ചയായും ഏറ്റവും എളുപ്പം ധനസമാഹരണത്തിന് വരുമാന വർധനയ്ക്കുള്ള വഴി തന്നെ സർക്കാർ തേടിയിരിക്കുന്നു. സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ട് എന്ന പേരിൽ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മദ്യത്തിനും അതുപോലെ തന്നെ ഇന്ധനത്തിനും നികുതി വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ പോയിരിക്കുന്നത്. GST വന്ന സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളാണ് ഇന്ധന വിലയിലൂടെ ലഭിക്കുന്ന നികുതിയും അതുപോലെ തന്നെ മദ്യവും. മദ്യത്തിന് 500 രൂപ മുതൽ 999 രൂപ വരെ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു ബോട്ടിലിന് 20 രൂപ നിരക്കിലും 1000 രൂപ മുതൽ മുകളിലോട്ട് വരുന്ന മദ്യത്തിന് ബോട്ടിലിന് 40 രൂപ നിരക്കിലുമാണ് സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുന്നത്. കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പാണ് സംസ്ഥാനത്ത് മദ്യവില 20 രൂപ വരെ വർദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റിൽ മദ്യവില വർദ്ധിപ്പിക്കില്ല എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് മദ്യത്തിൻ്റെ സാമൂഹ്യ സുരക്ഷാ സെസ് എന്ന പേരിൽ മദ്യത്തിന് വില വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. 400 കോടി രൂപയാണ് ഇതിലൂടെ അധിക ധനസമാഹരണമായി സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് ലിറ്ററിന് 2 രൂപ നിരക്കിൽ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തും. അതായത് പെട്രോൾ, ഡീസൽ വില മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉള്ളതിനേക്കാൾ കൂടുതൽ വീണ്ടും കേരളം നൽകേണ്ടി വരും. പെട്രോൾ, ഡീസൽ വിലയ്ക്കും സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ടിലേക്ക് പോകുമ്പോൾ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുമ്പോൾ അവിടെയും വില വർധന, അതായത് സംസ്ഥാനത്ത് ജനങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാകാൻ പോകുന്നത് ഈ ഇന്ധനവില വർധന തന്നെയാകും. ഇന്ധനവില വർധന. നമസ്കാരം. ധനമന്ത്രി ശ്രീ K N Balagopal നമുക്കൊപ്പം ചേരുന്നു. സ്വാഗതം സാർ. ഇന്ന് നമ്മളിപ്പോഴും ഇരിക്കുമ്പോൾ ബജറ്റ് അവതരണത്തിന് ശേഷം സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷം ഒരു വലിയ സമര നീക്കം നടത്തുന്ന പശ്ചാത്തലത്തിലാണ്. അത് അങ്ങയുടെ ബജറ്റ് അവതരണമാണ് അതിന് പശ്ചാത്തലം ഒരുക്കിയത്. അങ്ങേയറ്റം ജനവിരുദ്ധമായ നികുതി നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ട് എന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയത്. ശരിക്കും ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത തരത്തിലുള്ള നികുതി നിർദ്ദേശം ഉണ്ടായെന്നൊക്കെയാണ് ഉയരുന്ന പല വിമർശനങ്ങളും. യഥാർത്ഥത്തിൽ ഇന്നലെ സഭയിലെത്തിയ എക്കണോമിക് സർവേയിൽ സംസ്ഥാനത്തിൻ്റെ വളർച്ച കൃത്യമായി ക്രമാനുഗതമായൊരു വളർച്ച രേഖപ്പെടുത്തുന്നു എന്ന സൂചനയുണ്ടായിട്ടും ഇത്ര ശക്തമായ നികുതി നിർദ്ദേശത്തിലേക്ക് അല്ലെങ്കിൽ ഇത്ര കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകാൻ കാരണമെന്താണ്?
ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റ് കേരളത്തിൻ്റെ ഭാവിയിലേക്ക് നോക്കി കൂടുതൽ വികസനം ഉണ്ടാക്കാനുള്ളൊരു ബഡ്ജറ്റാണ്. അതിനകത്ത് ഒരു വശത്തു കൂടി കൂടുതൽ തൊഴിലവസരങ്ങളും പുതിയ കാരണം ഇപ്പോഴത്തെ ലോക സാഹചര്യം മാറുന്നതനുസരിച്ച് പുതിയ ടെക്നോളജിയും പുതിയ തരത്തിലുള്ള ആവശ്യങ്ങളും വരുന്നതനുസരിച്ച് കേരളത്തിലെ ജനങ്ങളെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ എക്വിപ്പ് ചെയ്ത് കൂടുതൽ അവസരം ഉണ്ടാകാനുള്ള പല കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ ഒന്നാമത് മേക്ക് ഇൻ കേരള, വിഴിഞ്ഞം പ്രൊജക്റ്റുമായി അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ നമ്മുടെ പങ്കാളിത്തം, മറ്റ് യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള എക്സ്ചേഞ്ച്, ഇങ്ങനെ കുറേയേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും അതിൻ്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക്കായ കാര്യങ്ങളും നേരത്തെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞ കാര്യങ്ങളുടെ പ്രോഗ്രസ്സും അടക്കം പറഞ്ഞിട്ടാണ് ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത്. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞു വരുമ്പോൾ അതിനകത്ത് നികുതി നിർദ്ദേശങ്ങളുടെ ഭാഗത്ത് സാധാരണഗതി വർദ്ധിപ്പിക്കേണ്ടതാണ്. അതിനകത്ത് കുറേയേറെ നികുതികൾ ആളുകൾ പറയുന്നു പെട്രോളിന് ഇത്രയും വർദ്ധിപ്പിക്കണം, 2 സെസ് 2 രൂപ വേണമായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും ബാക്കി പലതും ദീർഘകാലമായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ചെയ്യാൻ സമയം കിട്ടാത്ത, അല്ലെങ്കിൽ ചെയ്യാൻ അതിൻ്റെ അന്തരീക്ഷമില്ലാത്ത പല നികുതികളുണ്ട്. എന്നുവെച്ചാൽ എന്താണ് അന്തരീക്ഷം ഇല്ലാഞ്ഞ് 5 വർഷം കോവിഡും പ്രളയവും 2 പ്രളയം നിപ്പയൊക്കെ ആയപ്പോൾ നമുക്ക് ഒരിക്കലും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ ഇങ്ങനൊരു നിർദ്ദേശമായിട്ട് വന്നത്. അത് ആ സാഹചര്യം പറയുമ്പോൾ കേരളത്തിൽ ഇന്ന് വളരെ വലിയ ചില പ്രതിഷേധമൊക്കെ പറയുന്നെന്ന് പറഞ്ഞു നികുതി. യഥാർത്ഥത്തിൽ പ്രതിഷേധം ഇപ്പോൾ ഈ ഇതിനകത്ത് ആകെ നിർദ്ദേശം എല്ലാം കൂടി ഒരു 2,900 കോടി രൂപയുടെ നികുതി നിർദ്ദേശങ്ങളുണ്ട്. ഇന്നലെ മാത്രം കേന്ദ്ര ഗവൺമെൻറ് 2,700 ചില്ലാനം കോടി രൂപയാണ് കേരളത്തിന് കിട്ടുന്നത് വെട്ടിക്കുറച്ചത്. ഈ വർഷം എല്ലാം കൂടി 10,000 കോടി വെട്ടിക്കുറച്ചു. യഥാർത്ഥത്തിൽ ഈ പ്രതിഷേധം കേന്ദ്ര ഗവൺമെൻറ്റിന് നേരെയാണ് വേണ്ടത്. കേരളത്തെ കിട്ടേണ്ട അർഹമായ നികുതി തരാതെ ശ്വാസം മുട്ടിക്കുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ അതിന് എതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധമാണ്. കേരള ഗവൺമെൻറ്റിന് നേരെയുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടാവാം, അതിനൊക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, ഞാനതിനൊന്നും എതിരല്ല. പക്ഷേ ഇവിടെ എന്താ യഥാർത്ഥത്തിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ വർഷങ്ങളായിട്ട് പരിഷ്കരണം വരാത്ത ചില മേഖലകളിൽ നികുതി പറഞ്ഞു. ഒരു പ്രത്യേക സെസ് നമ്മൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. അത് ഈ പെട്രോളിൻ്റെയും മദ്യത്തിൻ്റെയും, അത് 500 രൂപയ്ക്ക് മുകളിലുള്ള കുപ്പി, 1000 രൂപയ്ക്ക് മുകളിലുള്ളൊരു കുപ്പി, അതിനകത്ത് 20 രൂപ, 40 ഇങ്ങനെയാണ്. അതുപോലെ പെട്രോളിന് 2 രൂപ. ഇത് പോകുന്നത് കൃത്യം ഒരു പ്രത്യേക പദ്ധതിയിലേക്കാണ്. അത് പോകുന്നത് സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സെസ്സാണ്. അവിടെ എന്താ നമ്മൾ 11,000 കോടി രൂപ ഒരു വർഷം പെൻഷന് വേണ്ടി ചിലവാക്കുന്നുണ്ട് സോഷ്യൽ സെക്യൂരിറ്റി. ഏകദേശം 60 ലക്ഷം ആളുകൾക്ക് നേരിട്ട് ഗവൺമെൻറ്റാണ് മാസം തോറും പെൻഷൻ കൊടുക്കുന്നത്. അവരുടെ പെൻഷൻ നിൽക്കേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് തരുന്നില്ല. ഇത് കിട്ടിയതുകൊണ്ട് ആകെ പരിഹാരമാവില്ല, ആകെ അതിൻ്റെ 10% മാത്രമേ ഉള്ളൂ. എങ്കിലും സാമൂഹ്യമായ അത്തരം ചില ഉത്തരവാദിത്തങ്ങൾ കൂടി നമ്മൾ ഏറ്റെടുക്കണം. അത് ആണ്. ഒന്നുകിൽ ഇതെല്ലാം നിർത്താം, അല്ലെങ്കിൽ ഇതൊക്കെ നടത്താൻ വേണ്ടി ശ്രമിക്കാം. ഇതാണ് നമ്മുടെ മുന്നിലുള്ള കാര്യം. അനുദിനം എന്നോണം നമ്മുടെ നേരെ വരുന്ന ആക്രമണങ്ങളുണ്ട്. ആ ആക്രമണങ്ങൾ വരുമ്പോൾ കിട്ടേണ്ട പണം കിട്ടാത്ത പ്രശ്നമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ കൃത്യമായ കണക്ക് പറഞ്ഞാൽ നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് ആകെ അഖിലേന്ത്യാ തലത്തിൽ വീതം വെക്കുന്നതിൻ്റെ 3.8% ഇപ്പോൾ അത് 1.9% ജില്ലാനേ ഉള്ളൂ. 18,000 കോടിയാണ് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ 3.45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന 18,000 ആണെങ്കിൽ 35,000 കിട്ടണം. അതിൽ തന്നെ 18,000 കോടി കുറവുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിട്ടേണ്ട ഈ ഡിവിസീവ് പൂൾ മാത്രമല്ല, നമുക്ക് കിട്ടേണ്ട പല ആനുകൂല്യം, മറ്റു പല ആനുകൂല്യങ്ങളും നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ കേരള സമൂഹത്തെ, ഇന്ത്യയിൽ ഏറ്റവും നന്നായി പല കാര്യങ്ങളിലും മുന്നോട്ട് നിൽക്കുന്ന സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എളിയ പരിശ്രമമാണ്. അതിനകത്ത് പൊതുവിൽ എല്ലാവരും കൂടി ചേർന്ന് ഈ 60 ലക്ഷം ആളുകളെ ഒന്ന് പിന്തുണയ്ക്കേണ്ട ഒരു കാര്യം കൂടി ഏറ്റെടുത്തുന്നേ ഉള്ളൂ. അതായത് ഈ പ്രതിപക്ഷമൊക്കെ വിമർശിക്കുന്ന ഈ കടുത്ത തീരുമാനമെടുക്കാൻ കാരണമായത് കേന്ദ്രത്തിൻ്റെ നയമാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. തീർച്ചയായിട്ടും അത്ര അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. കാരണം രാവിലെ തൊട്ട് കുറേ വിശദീകരിക്കുന്നതുമാണ്, പലയിടത്ത് പറഞ്ഞതുമാണ്. ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ കണക്ക് കൂട്ടി നോക്കൂ. ഇപ്പം ഞാൻ പറഞ്ഞു കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് 3.9, ഞാൻ പറഞ്ഞില്ലേ, അതിന്ന് നേരെ പകുതിയായി. കുറയ്ക്കാൻ ന്യായം വല്ലതും ഉണ്ടോ? ന്യായമൊന്നുമില്ല. ഒറ്റ കാര്യമുള്ളൂ, കേരളം പല മേഖലയിലും വികസിച്ച് അതുകൊണ്ട് തരേണ്ടതാണ്. അതിൽ മാത്രം 18,000 കോടി രൂപയുടെ കുറവ് വന്നു. അതുപോലെ തന്നെ നമുക്ക് കിട്ടേണ്ട ബോറോയിങ് ഒക്കെ ഞാൻ വേറെ വെക്കുന്നു. നമുക്ക് കിട്ടേണ്ട ഈ GST കോമ്പൻസേഷൻ ഇടയ്ക്ക് തരുന്നുണ്ടായിരുന്നു. കോമ്പൻസേഷൻ പോട്ടെ, GST നടപ്പിലാക്കുന്നതിന് മുമ്പ് സെയിൽ ടാക്സ് ആയിരുന്നപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറയും, കിട്ടിക്കൊണ്ടിരുന്നത് 100 രൂപയിൽ 16 രൂപയായിരുന്നു ടാക്സ്. GST വന്നതിന് ശേഷം ലക്ഷറി ഐറ്റങ്ങളുടെ ഒക്കെ ടാക്സ് വെട്ടിക്കുറച്ചു. ഇപ്പോൾ 11 ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്നതിൻ്റെ പകുതിയും കൂടി, അതാണ് 3-1 കുറച്ചു. അപ്പോൾ ഇപ്പോൾ കിട്ടുന്നത് 2, 3-2. അപ്പോൾ പഴയ ടാക്സ് ആയിരുന്നെങ്കിൽ 3-3 കിട്ടണമല്ലോ.
2/3 നമുക്ക് ഈ വർഷം 30,000 കോടിയാണ്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 15,000 കോടിയാണ്. 15,000 കോടി അതും 18,000 കോടി കേരളത്തിൽ നിന്നടക്കം പിരിക്കുന്ന ടാക്സിൻ്റെ വിഹിതവും ഉൾപ്പെടെ 33,000 കോടി രൂപ 15 വർഷം മുമ്പ് കിട്ടുന്ന മാനദണ്ഡം അനുസരിച്ച് കിട്ടുകയാണെങ്കിൽ കേരളത്തിന് കിട്ടേണ്ടതാണ്. ആ 33,000 കോടി രൂപ നമുക്ക് അധികമായി കിട്ടുകയാണെങ്കിൽ നമ്മളിങ്ങനെ ടാക്സ് വല്ലതും കൂട്ടേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അർഹമായത് കിട്ടുന്നില്ല. അതിൻ്റെ പുറമെയാണ് ലോൺ എടുക്കുന്നതും കൂടെ സമ്മതിക്കാത്ത തരത്തിലേക്ക്. ഈ തീരുമാനങ്ങളിൽ ഏറ്റവും വിമർശിക്കപ്പെടുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് പെട്രോള്, 2 മദ്യം ആണ്. കാരണം രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ മദ്യനികുതി ഈടാക്കുന്ന ഒരു സംസ്ഥാനം കേരളം എന്നൊക്കെയാണ് വിമർശനം. അത് അവിടെ നിൽക്കട്ടെ. ഇന്നലെ വൈകിട്ട് അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധിച്ചു. അതിൽ വികസനവും ക്ഷേമവും ഉറപ്പുവരുത്തുന്ന ഒരു പ്രഖ്യാപനം അതിലുണ്ടായിരുന്നു. പക്ഷേ രാവിലെ വന്നപ്പോൾ ഈ ചില നികുതി നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാകുന്ന സൂചന ഉണ്ടെങ്കിൽ കൂടിയും ഈ മദ്യത്തേലും പെട്രോളിലും തൊട്ടുള്ള ഒരു കളി ആരും പ്രതീക്ഷിച്ചില്ല. അതിലേക്ക് വന്നതൊരു പെട്ടെന്ന് തീരുമാനമാണ് യഥാർത്ഥത്തിൽ. പെട്ടെന്ന് തീരുമാനമല്ല, പക്ഷേ ഓരോ ദിവസവും വരുന്ന സാഹചര്യങ്ങൾ നമ്മളെ കുറച്ചുകൂടി ശ്വാസം മുട്ടിക്കുന്നതാണെന്നുള്ളത് അത് സ്വാധീനിച്ചിട്ടുണ്ടാവും. കാരണം ഇന്നലെ തന്നെ വന്നൊരു തീരുമാനം, ഇന്നലത്തെ ഒരു തീരുമാനം കൊണ്ടാണ് ഇതെടുത്തെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് എടുക്കുന്നൊരു തീരുമാനമൊന്നും അല്ല ഇത്. നമ്മളെ ഓരോ ദിവസവും വന്ന സംഭവങ്ങൾ ഞാൻ പറയുകയാണ്. 2,700 ചില്ലാനം കോടി രൂപ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി വന്ന കത്തോടുകൂടി നമുക്ക് ഈ 3 മാസത്തേക്ക് കിട്ടാനുള്ളത് വെട്ടിക്കുറച്ചു. ഈ 3 മാസത്തേക്ക് നമുക്കിനി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആകെ 937 കോടി രൂപയെ കേന്ദ്രം കടമെടുപ്പി തരുന്നുള്ളൂ. നമ്മുടെ ആഭ്യന്തര റിസോഴ്സ് വെച്ചിട്ടൊന്നും ഈ 3 മാസം 2 മാസം മാർച്ച് മാസത്തിലെ വലിയ ബില്ലൊന്നും നേരിടാൻ പറ്റില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മുടെ റിസോഴ്സസ് വർദ്ധിപ്പിച്ച് പറ്റും. ആ റിസോഴ്സസ് വർദ്ധിപ്പിക്കാൻ വളരെ പരിമിതമായിട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ടാക്സിൽ നിന്ന് ഉണ്ടാക്കാനുള്ള വരുമാനമൊന്നും ഇല്ല. അപ്പോൾ അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ തൽക്കാലം ഇത് നമ്മൾ കുറച്ച് പ്രഖ്യാപനമൊക്കെ നടത്തി പോകാമെന്നല്ലാതെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരും പുതിയ തലമുറയുടെ ഉൾപ്പെടെ ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മയാണ്. അതുകൊണ്ട് കുറച്ച് വിമർശനം കേൾക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം. പക്ഷേ അത് ഞാൻ എൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി കേൾക്കുന്നതല്ല. ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ ശ്വാസം മുട്ടിക്കുക കൂടി ചെയ്യുമ്പോൾ 60 ലക്ഷം ആളുകൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സമീപനം സ്വീകരിക്കണം. കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് വേണ്ടി സമീപനം സ്വീകരിക്കണം. അതാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ രാഷ്ട്രീയ വെല്ലുവിളി ചെറുതല്ല എന്നൊരു പ്രശ്നമുണ്ടല്ലോ മുന്നിൽ. കാരണം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇതുവരെ ഇന്ധനവില വർധന അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ നമുക്ക് പഴി പറയാനൊരു വഴിയുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ എടുക്കുന്ന ഈ തീരുമാനം നാളുകളിൽ ഇപ്പം BJP അടക്കമുള്ളവർ സംസ്ഥാന സർക്കാരിനെതിരെ അല്ലെങ്കിൽ LDFനെതിരെ CPMനെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടാക്കില്ലേ? അത് തെറ്റായൊരു ഫോർമുലേഷനാണ് ആ ചോദ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നികുതിയെ വർദ്ധിപ്പിക്കാൻ പാടില്ല, നികുതി മേടിക്കാനേ പാടില്ല എന്ന സമീപനം ഒരിക്കലും ഇടതുപക്ഷമോ CPMോ എടുത്തിട്ടില്ല. നികുതിയുടെ കാര്യത്തിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നികുതിയുടെ കാര്യത്തിനകത്ത് 2 3 കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന നികുതി സത്യത്തിൽ ഇൻഫ്രിഞ്ച്മെന്റ് ഓൺ ദ റൈറ്റ്സ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് എന്ന് പറയുന്നൊരു ഇഷ്യൂ ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ അവകാശത്തിന് മേളിൽ കയറി ടാക്സ് പിരിക്കാൻ അവകാശമില്ലാത്തടത്ത് സെസ് എന്ന നിലയിൽ പിരിച്ചുകൊണ്ട് പോകുന്നു. ആ സെസ്സിന്റെ പ്രത്യേകത സെസ് ഡിവൈഡ് ചെയ്യേണ്ട, അത് പിരിച്ചാൽ അവർക്ക് ഒറ്റയ്ക്ക് എടുക്കാം. അതാണ് സെസ്സിന്റെ ഭരണഘടനാപരമായ പ്രൊവിഷൻ കേന്ദ്ര ഗവൺമെന്റിന്റെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് വിമർശിക്കുന്നു. അതുപോലെ തന്നെ എപ്പോഴും വില വർദ്ധിച്ചാൽ പൊതുവിൽ നികുതി വർദ്ധിപ്പിച്ചാൽ വില വർധന ഉണ്ടാവും. പക്ഷെ നികുതി വാങ്ങേണ്ടത് വാങ്ങണമല്ലോ. ഉയർന്ന വരുമാനക്കാരുടെയും ഏറ്റവും ലക്ഷറി ആയിട്ട് ഉപയോഗിക്കുന്നവരുടെയും കൂടുതൽ നികുതി മേടിക്കണമെന്നാണ് ഒരു കാഴ്ചപ്പാട്. പക്ഷേ സ്റ്റേറ്റിൻ്റെ നികുതിയുടെ ആകെയുള്ള ഫ്രീഡം എത്രയാണ്? വളരെ കുറവാണ്. ആ ഫ്രീഡം വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചുമ്മാതെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്കുള്ള നികുതി സോഴ്സസിൽ നിന്ന് മാത്രമേ നമുക്ക് ഏർപ്പെടുത്താൻ പറ്റുന്നുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഈ രാഷ്ട്രീയമായ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് അങ്ങ് മുന്നിൽ കാണുന്നു എന്ന് പറയുമ്പോൾ തന്നെ രാഷ്ട്രീയമായ പ്രതിസന്ധി ഉണ്ടാകുമെന്നല്ല, സമരങ്ങൾ ഉണ്ടാകുമെന്ന രാഷ്ട്രീയമായിട്ടുള്ള ശക്തമായ എതിർപ്പും വിമർശനവും വരും. അത് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ കുറച്ച് കുറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് ആദ്യമേ പറഞ്ഞു മദ്യത്തിനാകെ കൂട്ടിയില്ല. 500 മുതൽ മേലോട്ടുള്ള കുപ്പിക്കാണ് അത് 20 രൂപ എന്ന് പറഞ്ഞാൽ ആ ഒരു 1000 രൂപയുടെ കുപ്പിയെ സംബന്ധിച്ചൊരു 20 രൂപ എന്ന് പറയുന്നതിന്റെ താഴോട്ടുള്ള ഏറ്റവും കൂടുതൽ വിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾ വാങ്ങുന്നതിന് വില ടച്ച് ചെയ്തിട്ടില്ല. 500 രൂപ വരെയുള്ളതിന് വില വർധനവ് ബാധകമായിട്ടില്ല എന്നതാണ് അതിൻ്റെ ഒരു വസ്തുത. മറ്റൊന്നുള്ളത്, ഇത് രാഷ്ട്രീയമായ സമരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് ഇടതുമുന്നണി സംവിധാനം എന്ന് പല പാർട്ടികളുടെ ഒരു സംയോജന രൂപമാണ്. അപ്പോൾ മുന്നണിക്കകത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്കും ഈ തീരുമാനത്തോടൊപ്പം നിൽക്കാൻ കഴിയും? അതിലൊരു പ്രതിസന്ധി അങ്ങ് മുന്നിൽ കാണുന്നുണ്ടോ? അങ്ങനെയൊന്നൊരു പ്രതിസന്ധി മുന്നിൽ കാണേണ്ട ഒരു വിഷയം ഇതിനകത്തില്ല. ഇതെല്ലാം കോമൺ ഗുഡാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി മാത്രവുമല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന സമീപനം പോലെ ഇതിപ്പോൾ ഈ
ഇതിനെയും നിയമസഭ ചർച്ച ചെയ്ത് പാസ്സായി കഴിഞ്ഞാൽ അടുത്ത വർഷമാണ് ബാധകമാകുന്നത്. ഇതിപ്പോൾ നാളെ തൊട്ട് പിരിക്കുന്നതല്ല. നിയമസഭയിൽ ധനകാര്യമന്ത്രി വെക്കുന്നൊരു പ്രപ്പോസൽ അവിടെ ചർച്ച ചെയ്ത് എല്ലാവരും ചർച്ച ചെയ്ത് അതിനകത്തെ കാര്യങ്ങൾ അംഗീകരിച്ച് ഫൈനാൻസ് ബില്ലായിട്ട് വന്ന് അത് അംഗീകരിക്കുകയാണ്. അപ്പോൾ അത്തരം പ്രോസസ്സുണ്ട്. ഇതൊരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൻ്റെ ലെജിസ്ലേറ്റീവ് പ്രോസസ്സിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്നല്ലാതെ വേറൊന്നുമല്ല. അത് പാസ്സായി വരാൻ ചർച്ച വരും. എന്തായാലും ഇത് പൊതുവിൽ കേരളത്തിൽ മുന്നോട്ട് പോകലിന് ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആവശ്യമായ ഒരു ചർച്ച പരിശോധനയൊക്കെ നടത്തിയിട്ട് നമ്മൾ വെക്കുന്നത്. കാരണം അത് വരട്ടെ. അതങ്ങനെ ഇതിങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്നു, കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾക്കെതിരെ നമ്മളൊന്നും മിണ്ടാതിരിക്കുന്നു, എന്നിട്ട് നമ്മുടെ ഈ പണമില്ല. അതുകൊണ്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ മാത്രമല്ല, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കണ്ട, ഇത്രയും കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അതും കൊടുക്കാതെ അടച്ചുപൂട്ടി പോയി കഴിഞ്ഞാൽ നിങ്ങളിതാണോ നിങ്ങളെ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത്? നിങ്ങൾ ഈ സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിനകത്ത് പങ്കുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ, മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരില്ലെന്ന് ചോദ്യം വരില്ലേ? നിങ്ങളൊക്കെ തന്നെ അതിശക്തമായിട്ട് ചോദിക്കില്ലേ? അല്ലാതെ ഇത് മൊത്തം ഞാൻ ആ പ്രസംഗം അവസാനിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞുകൊണ്ട് വലിയ സ്ഥലങ്ങളെന്ന് പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ ഇംഗ്ലണ്ടിൽ പോലും പ്രശ്നങ്ങളാണ്. അവിടുത്തെ വലിയ പ്രതിസന്ധിയാണ് ജനങ്ങൾ. അവിടെയും ഈ ടാക്സ് ഇളച്ചു കൊടുത്ത വളരെ ശാസ്ത്രീയമായി ഇളച്ചു കൊടുത്തതിനെ തുടങ്ങിയുണ്ടായ പ്രതിസന്ധി, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വന്നു. ശ്രീലങ്ക, പാകിസ്ഥാനിലാണെങ്കിൽ ജനറേറ്റർ പോലും ഇല്ല, കറണ്ടില്ല. അപ്പം നമുക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു കൊളാപ്സ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകല്ല. ഒരു സ്റ്റേറ്റിനെ, ഒരു പ്രദേശത്തെ, ഒരു നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കുകയും കൂടി വേണം. വിമർശനം വരുമ്പോൾ ആ വിമർശനം വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് സത്യസന്ധമായി ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ആ ന്യായം ഞാൻ പറയുകയാണെന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം കാണിക്കണമെന്ന് ഞാൻ കരുതുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാൻ ഈ ബജറ്റിൽ ആയിട്ടില്ലെങ്കിലും എല്ലാ മേഖലകളെയും സ്പർശിക്കാൻ ധനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതും വ്യക്തമാണ്. അതേസമയം എല്ലാ സേവന നിരക്കുകളും വർദ്ധിക്കുന്നു, മദ്യത്തിന് വില കൂടുന്നു, വാഹന വിലയിൽ വർധനവുണ്ടാകും, അതുപോലെ വാഹനത്തിന് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും ജനത്തിന് ആഘാതം ഒരുപക്ഷെ ഏൽപ്പിക്കാൻ പോകുന്നത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവായിരിക്കും. പെട്രോളിയത്തിന് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു, വൈദ്യുതി നിരക്ക് കൂട്ടിയിരിക്കുന്നു, വൈദ്യുതി തീരുവ 5% വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വിലക്കയറ്റം നേരിടാൻ 200 കോടി രൂപ ഈ ബജറ്റിൽ വകയിരുത്തുമ്പോഴും വിലക്കയറ്റത്തിന് വഴിവെക്കുന്ന നിരവധി വർധനകൾ ഈ ബജറ്റിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഏതായാലും ബജറ്റ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നു, മത്സ്യബന്ധന മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നു, ഒപ്പം തന്നെ ടൂറിസം മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നുണ്ട്. ടൂറിസം മേഖലയ്ക്ക് ടൂറിസം ഇടനാഴികകൾ 7 അതിൽ 50 കോടി രൂപ അതിനായി നീക്കിവെച്ചിരിക്കുന്നു. അപ്പോൾ എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ ചേരുന്നു. അരുൺ, എല്ലാ സാധനങ്ങൾക്കും വില വർധനവിലേക്ക് വഴിവെക്കുന്ന ഒരു ബജറ്റാണോ നമുക്ക് മുന്നിലുള്ളത്? മനു, തീർച്ചയായും ഏറ്റവും എളുപ്പം ധനസമാഹരണത്തിന് വരുമാന വർധനയ്ക്കുള്ള വഴി തന്നെ സർക്കാർ തേടിയിരിക്കുന്നു. സാമൂഹ്യ സുരക്ഷ സീഡ് ഫണ്ട് എന്ന പേരിൽ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മദ്യത്തിനും അതുപോലെ തന്നെ ഇന്ധനത്തിനും നികുതി വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ പോയിരിക്കുന്നത്. GST വന്ന സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളാണ് ഇന്ധന വിലയിലൂടെ ലഭിക്കുന്ന നികുതിയും അതുപോലെ തന്നെ മദ്യവും. മദ്യത്തിന് 500 രൂപ മുതൽ 999 രൂപ വരെ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു ബോട്ടിലിന് 20 രൂപ നിരക്കിലും 1000 രൂപ മുതൽ മുകളിലോട്ട് വരുന്ന മദ്യത്തിന് ബോട്ടിലിന് 40 രൂപ നിരക്കിലുമാണ് സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുന്നത്. കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പാണ് സംസ്ഥാനത്ത് മദ്യവില 20 രൂപ വരെ വർദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റിൽ മദ്യവില വർദ്ധിപ്പിക്കില്ല എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് മദ്യത്തിൻ്റെ സാമൂഹ്യ സുരക്ഷാ സെസ് എന്ന പേരിൽ മദ്യത്തിന് വില വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. 400 കോടി രൂപയാണ് ഇതിലൂടെ അധിക ധനസമാഹരണമായി. ഞാൻ സമയപരിമിതി കൊണ്ട് വേഗത്തിൽ വിഷയം കിടക്കുകയാണ്. അങ്ങ് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നതുമില്ല. ചെലവ് ചുരുക്കൽ നിർദ്ദേശങ്ങൾ ചിലതെങ്കിലും ബജറ്റിലുണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത്രയും കാര്യമായൊരു വശത്തേക്ക് ഈ ബജറ്റ് ചിന്തിച്ചതായി തോന്നുന്നില്ല. ഇപ്പം ചെലവ് ചുരുക്കൽ എന്ന് പറഞ്ഞാൽ ക്ഷേമ പെൻഷൻ ചുരുക്കണോ മറ്റു ചുരുക്കണമെന്നോ അല്ല. ഇപ്പോൾ നമ്മുടെ പൊതുവാഹനങ്ങളുടെ ഉപയോഗം, സർക്കാർ വാഹനങ്ങളുടെ ഉപയോഗം, പുതിയ വാഹനങ്ങൾ വാങ്ങൽ, വിദേശയാത്ര, ഇങ്ങനെയുള്ള പൊതുജനങ്ങൾക്ക് സർക്കാർ തങ്ങളുടെ ഖജനാവിലെ പണം ചൂഷണം ചെയ്യുന്നു എന്ന് പൊതുവിൽ തോന്നുന്ന കാര്യങ്ങളിൽ ഒരു ഇടപെടൽ ഉണ്ടാവുമെന്ന് കരുതിയിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് ബജറ്റ് കടന്നിട്ടില്ല. ജനറലായിട്ടുള്ള ഡയറക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. ഓരോന്നും വളരെ സ്പെസിഫിക് ആയിട്ടെടുത്ത് വിശദമായി പറയാൻ അതിനകത്ത് അത്രയും സമയത്തിൻ്റെ ഉണ്ടല്ലോ.
പിന്നെ ചെലവ് ചുരുക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾക്ക് അപ്പുറം ചെലവ് ചുരുക്കേണ്ടത്. ഇപ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനം. ഏറ്റവും പ്രധാന നമ്മളൊരു വിദേശയാത്ര അനാവശ്യമായിട്ട് ആരെങ്കിലും പോയെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ വേറൊരു കാര്യം അതൊക്കെ നോക്കാം, അല്ലെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്തു. യഥാർത്ഥത്തിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു നിർമ്മാണത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പബ്ലിക്കായിട്ട് പ്രസംഗിച്ചതാണ്. കൊല്ലത്തെ ഒരു കോടതി നിർമ്മിക്കുന്നതിന് 148 കോടി രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് വന്നു. വാസ്തവത്തിൽ അത് കഴിഞ്ഞ് വീണ്ടും ഡിസ്കസ് ചെയ്തപ്പോൾ അത് ഓവർ ഡിസൈനാണ്. ആ ഓവർ ഡിസൈൻ ഉള്ളതിനെ പുനഃപരിശോധിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തുന്നൊരു ശക്തമായ സമീപനം ബന്ധപ്പെട്ട വകുപ്പുകളും ഗവൺമെൻറ്റും ഇപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം ശ്രദ്ധപ്പെട്ടപ്പോൾ ഞാനും അത് അവരുടെ ശ്രദ്ധപ്പെടുത്തി. അത് റീഡിസൈൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 100 കോടി താഴെ വരും. ഞാനൊരു ബിൽഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. നമുക്ക് ഈ കാര്യങ്ങൾ ചിലവാക്കുന്നത് എങ്ങനെയും ചിലവാക്കാം എന്നല്ല. ഞാൻ ബഡ്ജറ്റിൽ നിന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കോട്ടയം ബസ് സ്റ്റാൻഡ് വളരെ ചെലവ് കുറച്ചാണ്. വിസ്താര ഭയം കൊണ്ടാണ് കൂടുതൽ പറയാത്തത്. കോട്ടയം ബസ് സ്റ്റാൻഡ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ MLA ഫണ്ടിൽ നിന്നാണ് ചെയ്തത്. സംസാരിക്കുമ്പോൾ ഞാൻ ഇനി അവിടെയും പറയാം. അദ്ദേഹം പണി തുടങ്ങി വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചു. 1 വർഷത്തിനകത്ത് ഒരു സാധാരണ സർക്കാരിന്റെ പല കെട്ടിടങ്ങൾക്കും ആവുന്നതിന്റെ 50% പോലും ആയിട്ടില്ല. ഇതാണ് കേരളത്തിലെ KSRTC ബസ് സ്റ്റാൻഡുകളിൽ ഒരു ട്രയലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ KSRTC ബസ് സ്റ്റാൻഡ് പറയാൻ കാര്യം എന്താ? ആളുകൾ യാത്ര ചെയ്തും കാണുന്ന ഒരു സ്ഥലം, ഒരു ഷോക്കേസാണ്. ഞാൻ പറഞ്ഞത് പ്രായോഗികമായി ചില കാര്യങ്ങൾ ചെയ്ത് കാണിക്കുക എന്നുള്ളതും പ്രധാനമാണ്. അപ്പോൾ അത്തരം ചില കാര്യങ്ങളിൽ കൂടെ ഉൾപ്പെടെ, അത് നിർമ്മാണത്തിൻ്റെ കാര്യത്തിലാണ്. ഡിസൈനിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ PWD മന്ത്രിയെല്ലാം പങ്കെടുത്തൊരു പരിപാടി ഉണ്ടായിരുന്നു. ഡിസൈന് ഈ ചിലവ് കുറച്ച പുതിയ മാർഗങ്ങളൊക്കെ ഗവൺമെൻറ് പരിശോധിക്കുന്നുണ്ട്. അത് ചെയ്ത് പ്രായോഗികമായി അങ്ങനെ ചിലവ് കുറയ്ക്കുക. ഞാൻ ഈ ഒറ്റ വർക്കിന് പറഞ്ഞപ്പോൾ 148 കോടിയിൽ നിന്ന് 100 കോടിയിലോ 80 കോടിയിലോ വന്നാൽ നിങ്ങളൊന്ന് സേവിങ്സ് ഒന്ന് ആലോചിച്ച്. ഇവിടെ ഒരു വിദേശയാത്ര പോകുന്നു, അല്ലെങ്കിൽ 5-6 പേര് പോകുന്നു, 2 കോടി 1 കോടിയോ അല്ല 50 ലക്ഷം രൂപയാവുന്നു. നമ്മുടെ വാർത്താ ചാനലിലെ മൊത്തം അതിലാണ്. പക്ഷേ ഒരൊറ്റ കൺസ്ട്രക്ഷനകത്ത് സേവിങ്സ് വന്നാൽ വരുന്നത് 50-60 കോടിയാണെങ്കിൽ ഏതാണ്? അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ബഡ്ജറ്റിനകത്തെല്ലാം പറയാൻ പറ്റില്ല. KSRTC ബസ് സ്റ്റാൻഡ്, അതായത് നമ്മുടെ പരമ്പരാഗത ബിൽഡിംഗ് എസ്റ്റിമേറ്റ് രീതികളെല്ലാം മാറ്റം, പരമ്പരാഗത ബിൽഡിംഗ് എസ്റ്റിമേറ്റ് രീതികൾ, അഡ്മിനിസ്ട്രേഷൻ്റെ പല രീതികൾ എന്ന് പറഞ്ഞാൽ A to Z കാര്യങ്ങളിൽ ഇടപെടാനുള്ള സാധ്യതകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ പലപ്പോഴും വാർത്തകളുടെ ഒരു വലിയ മഹാപ്രളയത്തിന് പിന്നാലെ ഇപ്പോൾ ഇതാണ് കാര്യമെന്ന് കാണും. അത് എപ്പോഴും അതിനനുസരിച്ചായിരിക്കും. പിന്നെ മാധ്യമങ്ങളുടെ കുഴപ്പമല്ല, അത് കിട്ടുന്ന വാർത്തകൾ വെച്ചിട്ടാണ് ചെയ്യുക. ഇത്തരം ചില കാര്യങ്ങൾ നമ്മൾ കാണാതെ കിടക്കുന്നുണ്ടോ? അല്ല, അത് പ്രസക്തമാവുന്ന കാര്യം. ഇപ്പം ഈ ബജറ്റ് അവതരണത്തിന് ശേഷം താങ്കൾക്ക് പുതിയ വാഹനം വരുന്നു, അത് ബജറ്റിന് ശേഷം മതിയെന്ന് താങ്കൾ നിർദ്ദേശം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നു. അപ്പോൾ അതൊന്നും വസ്തുതയല്ല. വാഹനം വരുന്നതിനെടുക്കുന്നതിനൊന്നും വലിയ കാര്യമൊന്നുള്ള കാര്യം അതല്ല ഞാൻ പറഞ്ഞത്. ബജറ്റിന് ശേഷം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വാഹനം അതെടുക്കണോ, ഇപ്പോൾ വേണോ വേണ്ടയോ എന്നുള്ളത് വേറെ കാര്യം. വാഹനം വന്നിട്ടുണ്ട്, കുറേ വാഹനം. അതല്ലാതെ ബഡ്ജറ്റിന് ശേഷമായാലും അതിനു മുമ്പായാലും എന്തുവാ, ഞാൻ അതിനകത്തൊന്നും വലിയ കാര്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടുമില്ല. കാരണം വാഹനം വേണമെങ്കിൽ വാഹനം 2-3 ലക്ഷം കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ വാഹനം മാറി എടുക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അതൊരു ഞാൻ വളരെയേറെ യാത്ര ചെയ്യുന്ന ഒരാളല്ല. കാര്യം ധനകാര്യമന്ത്രിമാർക്ക് ചില യാത്രയ്ക്ക് തന്നെ പലപ്പോഴും കൂടുതൽ സമയം ഇവിടെ ഉണ്ടാവേണ്ടിയൊക്കെ വരുന്നതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇനി നല്ലൊരു വാഹനത്തിലെ മന്ത്രിമാരോ ഇനി നിങ്ങളാരെങ്കിലും യാത്ര ചെയ്യുന്നതിന് ഞാൻ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ വാർത്ത 2 കോടി രൂപ മുടക്കിയിട്ട് 10 വാഹനങ്ങൾ മേടിക്കുന്നു എന്ന ഒരു വാർത്തയുടെ അത്രയും